എന്റെ കുടുംബത്തിനകത്ത് തകർച്ച മാത്രമേ ഉള്ളൂ. ഈ കുടുംബത്തിനകത്ത് ഇനി എനിക്ക് ജീവിക്കണ്ട എന്ന് പെട്ടെന്നൊരു ചിന്ത എന്റെ ഹൃദയത്തിലേക്ക് വന്നപ്പോൾ ഞാൻ തീരുമാനമെടുത്തു, ഇനി എനിക്ക് ജീവിക്കണ്ട, ഇനി എനിക്ക് മരിച്ചാൽ മതി, എങ്ങനെയായാലും മരിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ ബൈക്ക് ഫുൾ സ്പീഡിൽ കൈ കൊടുത്തിട്ട് രണ്ട് കണ്ണുമടച്ച് രണ്ട് കൈയും കാലും ആ ബൈക്കിൽ നിന്ന് വിട്ടിട്ട് എവിടെയെങ്കിലും പോയി ഒന്നെങ്കിൽ മതിലേലോ പോസ്റ്റേലോ എതിരെ വരുന്ന വാഹനമോ എങ്ങനെയെങ്കിലും ഇടിച്ച് മരിക്കാമെന്ന് ചിന്ത കൂടെ ഇങ്ങനെ ഫുൾ സ്പീഡിലാണ് ഇറക്കത്തിലൂടെ ഇങ്ങനെ പോയപ്പോൾ പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, ദൈവനാമം മഹത്വത്തിന് വേണ്ടി പങ്കുവയ്ക്കുന്നതിന് നമ്മൾ ക്ഷണം സ്വീകരിച്ച ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ സുബിൻ ടി സാമുവലാണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ പ്രാർത്ഥനയോടെ കേൾക്കുകയും കാണുകയും ചെയ്യാം. കേൾക്കുന്ന ഓരോ ശ്രോതാക്കൾക്കും അത് അനുഗ്രഹമായി തീരുമെന്ന് തന്നെയാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത്. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സുബിൻ ടി സാമുവലിന് തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ് ദൈവാസനെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ ദാസനെ അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെയുണ്ട്? പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്റെ പേര് സുബിൻ ടി സാമുവൽ എന്നാണ്. ഞാൻ കോട്ടയം ജില്ലയിലെ പാമ്പാടി എന്ന പ്രദേശത്തു നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഞാൻ IPC എബനേസർ പാമ്പാടി എന്ന സഭയിലാണ് ദൈവത്തെ ആരാധിക്കുന്ന ബന്ധത്തിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് പപ്പയുണ്ട്, മമ്മിയുണ്ട്, വല്യമ്മച്ചിയുണ്ട്, എനിക്കൊരു ജ്യേഷ്ഠനുണ്ട്. എന്റെ പപ്പയുടെ പേര് സാമുവൽ എന്നാണ്. എന്റെ അമ്മയുടെ പേര് ലീലാമ്മ എന്നാണ്. എന്റെ വല്യമ്മച്ചിയുടെ പേര് ശോശാമ്മ എന്നാണ്. എന്റെ ജ്യേഷ്ഠന്റെ പേര് സാജൻ ടി സാമുവൽ എന്നാണ്. ഓക്കെ, ദൈവദാസനെയും കുടുംബാംഗങ്ങളെയും പരിചയപ്പെടുത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതാനുഭവങ്ങൾ, ദൈവം നടത്തിയ വഴികൾ, ദൈവനാമ മഹത്വത്തിന് വേണ്ടി സംസാരിക്കുന്നതിനായിട്ട് സമയം വേർതിരിച്ചുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല നിമിഷത്തിനായി ഞാൻ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പ്രിയ ഡാനിയൽ ജോൺ അവറുകൾക്ക് ഞാൻ ദൈവനാമത്തിന് സ്തോത്രം നന്ദി പറയുന്നു. ആമേൻ, ഹല്ലേലൂയ. ഈ അരോമ ടിവിയിലെ എല്ലാ സംഘാടകർക്കും പ്രത്യേക ആമേൻ ശ്രോതാക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ ഞാൻ ആദ്യമായി അറിയിക്കുന്നു. എല്ലാ മഹത്വവും യേശുക്രിസ്തുവിന് അർപ്പിക്കുന്നു. സ്തോത്രം. പ്രത്യേകം എനിക്കൊരു കാര്യം എടുത്ത് പറയാതിരിക്കാൻ കഴിയത്തില്ല. കാരണം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ അരോമ ടിവിയുടെ ഈ സാക്ഷ്യം എടുത്ത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ സ്വന്തം വളരെ സന്തോഷമായ നിലവാരത്തിൽ എന്റെ ഹൃദയത്തിലേക്ക് വളരെ ആനന്ദം തുടിക്കുമാറ് അനുഭവിക്കാൻ കഴിഞ്ഞു. കാരണം എന്നെ പോലെയുള്ള യുവതലമുറകൾക്ക് ഈ അരോമ ടിവിയിലൂടെ ദേവദാസൻ സ്തോത്രം ഈ സാക്ഷ്യം ഇടുന്നത് മൂലം ഒരു ബലവും ഒരു ശക്തിയുമാണ്. മുന്നോട്ടുള്ള ദൈവികമായ ശുശ്രൂഷയ്ക്കും അതൊരു അനുഗ്രഹവും അല്ലെങ്കിൽ ഒരു ബലവുമാണ്. സ്തോത്രം. അതുകൊണ്ട് ദൈവദാസനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇത് സ്തോത്രം, ഇത് കാണുന്നത് കൊണ്ട് ആർക്കും ഒരു നഷ്ടം വരത്തില്ല. എല്ലാം ദൈവത്തിന്റെ വലിയ പദ്ധതിയിലും പ്ലാനിലും ഉള്ള കാര്യമായതുകൊണ്ട് അനേക ദേശങ്ങളിൽ, അനേക നാടുകളിലേക്ക് ഇത് സാക്ഷ്യം പോകുന്നത് കൊണ്ട് അനേകര് ബലപ്പെടുവാനും അനേകര് ക്രിസ്തുവിനെ ശരിക്കും അനുഭവിക്കുവാനും വലിയൊരു നന്മയ്ക്ക് വേണ്ടിയുള്ളതായതുകൊണ്ട് വളരെ അനുഗ്രഹമാണ്. അതുകൊണ്ട് എനിക്ക് നല്ലൊരു ഉത്തേജകമാണ് ഈ അരോമ ടിവിയിലെ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുന്നത് കൊണ്ട്. ആമീൻ. ഞാൻ ഒരു വാക്ക് എന്റെ ചെറുപ്പകാലത്തെ കുറിച്ചൊന്ന് പറഞ്ഞിട്ട് എന്റെ സാക്ഷ്യത്തിലേക്ക് കടക്കുവാൻ ഞാൻ വളരെ ആഗ്രഹിക്കുകയാണ്. ഞാൻ ജനിച്ചു വളർന്നത് ഒരു മർത്തോമ സഭയിൽ, അല്ലെങ്കിൽ ഒരു മർത്തോമ സഭയുടെ പാരമ്പര്യത്തിലായിരുന്നു. ഞാൻ പത്തനംതിട്ടയിലുള്ള റാന്നി വടശ്ശേരിക്കര കുംബ്ലാംകുഴിക എന്ന ദേശത്താണ് ഞാൻ ജനിച്ചത്. എന്റെ ഒരു ചെറിയ ഒരു 3-4 വയസ്സ് പ്രായമായപ്പോൾ എന്റെ ഒരു അവധി സമയത്ത് ഞാനും എന്റെ പപ്പായും എന്റെ അമ്മയും എന്റെ ജ്യേഷ്ഠനും കൂടെ, എന്റെ അമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ വീട് കുട്ടനാടാണ്, അവിടെ ഒരു അവധിക്കാലത്ത്
അതായത് ഒരു വറവ് സമയത്ത് ഞങ്ങള് ഒരു വറവ് സമയം, ഏകദേശം വറവ് സമയത്താണ്, മാർച്ച് മാസം സമയം കഴിഞ്ഞിട്ടാണ്, ഏപ്രിലൊക്കെ സമയത്താണ് ഞങ്ങൾ അവിടെ കടന്നുപോയത്. അവിടെ കടന്നുപോയി ഞങ്ങളിങ്ങനെ സന്തോഷത്തോടൊക്കെ ഇങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞ് വലിയ വറവായതുകൊണ്ട് അവിടെ വെള്ളത്തിന് അല്പം ബുദ്ധിമുട്ട് ഉള്ളത് കൊണ്ട് ചുറ്റുപാടും കുളമാണ്, കുളത്തിന്റെ നടുക്കിലാണ് ഞങ്ങളുടെ ഭവനമായിരിക്കുന്നത്. അവിടുത്തെ അച്ചാച്ചൻ, പ്രിയ രാജീവ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, അച്ചാച്ചനും എന്റെ പപ്പയും എന്റെ ജ്യേഷ്ഠനും കൂടെ വള്ളത്തില് വെള്ളം എടുക്കാൻ വേണ്ടി കുറച്ച് ദൂരെ പോകുന്ന സമയത്ത് അവരിങ്ങനെ വള്ളവുമായിട്ട് മുന്നോട്ട് ഇങ്ങനെ പോകുമ്പോൾ ഞാനും എന്റെ അമ്മയും കരയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ എന്റെ ഏകദേശം 3-4 വയസ്സ് പ്രായമുള്ള സമയമാണ്. അമ്മ ഇങ്ങനെ പറഞ്ഞ അറിവാണ്. എന്റെ ആഗ്രഹം, ഞാൻ അവരോട് പോകണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് എന്റെ അപ്പായും എന്റെ ചേട്ടനും വള്ളത്തിൽ ഇങ്ങനെ പോയപ്പോൾ ഞാനും വരുന്നു എന്ന് പറഞ്ഞ് വളരെ കരഞ്ഞ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ വിഷമിച്ച് ഞാൻ എന്ത് ചെയ്തു, ആ കുളത്തിലേക്ക് എടുത്ത് ചാടുവാനിടയായി. എന്റെ അമ്മ ഇങ്ങനെ അലറിക്കരയോ, ദൈവമേ ഓടി വരണേ, എന്റെ കുഞ്ഞ് വെള്ളത്തിൽ വീണ് മരിക്കുന്നേ എന്ന് പറഞ്ഞ് അലറിക്കരഞ്ഞപ്പോൾ ശബ്ദം കേട്ട് വള്ളത്തിൽ പോയ എന്റെ അച്ചാച്ചൻ, അവിടുത്തെ അച്ചാച്ചൻ ഓടി വന്നിട്ട് വെള്ളത്തിൽ നിന്ന് എന്നെ കോരി എടുക്കുവാനിടയായി. അവിടെ എന്റെ ദൈവം എന്നെ സൂക്ഷിക്കുവാനിടയായി. എന്ന് പറഞ്ഞാൽ ഒരു കാര്യം, ഒരു പോയിന്റ് ഞാൻ പറയാം. വാക്തത്വം ഒരുവന്റെ മേൽ കിടപ്പുണ്ടെങ്കിൽ കുളത്തിലല്ല സിംഹത്തിന്റെ കുഴിയിൽ വീണാലും അവിടുന്ന് രക്ഷിക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിയും എന്നുള്ള ആ വലിയ ഒരു പോയിന്റ് പറഞ്ഞിട്ട് സ്തോത്രം, നിങ്ങളെ ഒന്ന് ബലപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഞാൻ തുടർന്നുള്ള എന്റെ സാക്ഷ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. സ്തോത്രം. ഞാൻ ജനിച്ചു വളർന്നത് പറഞ്ഞതുപോലെ ഒരു റാന്നി വടശ്ശേരിക്കര എന്ന സ്ഥലത്താണ്. അവിടെ നല്ല കാടിന്റെ പ്രദേശമാണ്. എന്റെ ഓർമ്മ വെച്ച നാൾ മുതൽ എന്റെ വല്യപ്പച്ചനും എന്റെ പപ്പായും തികഞ്ഞ മദ്യപാനികളായിരുന്നു. ഒരു തരത്തിൽ സന്തോഷവും സമാധാനവും അനുഭവിക്കാതെയാണ് ഞങ്ങൾ ജനിച്ച് വളർന്നത്. ഞാനും എന്റെ ചേട്ടനും കുഞ്ഞു പ്രായത്തിൽ തന്നെ ഒരുപാട് കണ്ണുനീരും ഒരുപാട് പ്രയാസഘട്ടങ്ങളിലൂടെയാണ് ഞങ്ങൾ കടന്നുപോയത്. എന്റെ വല്യപ്പച്ചൻ ഒരു കൃഷിക്കാരനായിരുന്നു. തെങ്ങ് കയറാനും കമുക് കയറാനും ഒക്കെ പോകുന്ന ഒരു വ്യക്തിയും കൂടെ ആയിരുന്നു. എന്റെ പപ്പ ഒരു തടി ലോഡിങ്ങുകാരനായിരുന്നു. എന്നാൽ എന്റെ അപ്പച്ചൻ രാത്രിയുടെ യാമങ്ങളിൽ മദ്യപിച്ചു കടന്നു വന്നിട്ട് അമ്മച്ചിയുമായിട്ട് വലിയ വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അമ്മച്ചിയുമായിട്ട് ഇങ്ങനെ വഴക്കിങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് അത് വലിയ ഉപദ്രവത്തിലേക്ക് മാറുമ്പോൾ എന്റെ പപ്പ അത് കയറി ഏറ്റെടുക്കുമായിരുന്നു. പിന്നെ വല്യപ്പച്ചനും അപ്പായുമായിട്ട് ഭയങ്കര വഴക്കാണ്. ആ വഴക്ക് അങ്ങനെ പെട്ടെന്ന് അവസാനിക്കത്തില്ല. അത് വലിയ കയ്യാങ്കളിയിലേക്ക് മാറുന്ന ഒരു അനുഭവമായിരുന്നു ആ പണ്ടത്തെ ഉള്ള എന്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ. എന്റെ അപ്പച്ചന്റെ നേരെ ഇളയ ഒരു അനിയൻ എന്റെ വീടിന്റെ തൊട്ടു മുകളിലുണ്ട്. അദ്ദേഹത്തെ എന്റെ അപ്പച്ചൻ വിളിച്ചു വരുത്തിയിട്ട് പറയും, ബേബി ഓടി വന്നേ, എന്റെ ചെറുക്കൻ എന്നെ സ്വന്തം അടിക്കാനൊക്കെ തുടങ്ങുന്നു എന്ന് പറഞ്ഞ് എന്റെ വല്യപ്പച്ചന്റെ അനിയനെ അപ്പച്ചൻ വിളിച്ചു വരുത്തും. പിന്നെ വല്യപ്പച്ചനും എന്റെ അപ്പച്ചന്റെ അനിയനും കൂടെ ഒരുമിച്ച് നിന്ന് എന്റെ പപ്പായോട്ട് ഭയങ്കര വഴക്കാണ്. ആ സമയങ്ങളിൽ എനിക്കോ എന്റെ അമ്മയ്ക്കോ എന്റെ അമ്മച്ചിക്കോ എന്റെ ജ്യേഷ്ഠനോ ഒന്നും അവരുടെ അടുക്കൽ പോയി അയ്യോ നീ ഒന്നും ചെയ്യരുതേ എന്ന് പറയാൻ പോലും കഴിയാത്ത ഒരു അനുഭവമാണ്. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ അടി ഉറപ്പാണ്. അങ്ങനെ തികച്ച ഒരു വല്ലാത്ത ഒരു കാലഘട്ടത്തിലായിരുന്നു ഞങ്ങളുടെ വളർച്ച, അല്ലെങ്കിൽ മുന്നോട്ടുള്ള പോക്ക് എന്ന് പറഞ്ഞാൽ. പല രാത്രികളിലും ഞങ്ങളുടെ കണ്ണുനീരോടെ കരഞ്ഞ്, പല രാത്രികളിലും ഊണില്ലാതെ ഉറക്കമില്ലാതെ അയൽപക്കത്തും അപ്പുറത്തുള്ള പാറയുടെ പുറത്തും അടുക്കളത്തിന്റെയിലും കഴിഞ്ഞ രാത്രികൾ ഒരുപാടുണ്ട്. കണ്ണുനീര് തോരാത്ത ഒരു രാത്രികളായിരുന്നു പണ്ടത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ സാത്താൻ നൃത്തമാടിയെന്ന് തന്നെ പറയുവാൻ കഴിയും. അമ്മാതിരിയുള്ള പ്രശ്നങ്ങളായിരുന്നു. മദ്യപിച്ച് അപ്പായും ഒട്ടും മദ്യപിക്കാൻ മോശക്കാരനല്ലായിരുന്നു. അപ്പനും മദ്യപിച്ച് ലോഡിങ് കഴിഞ്ഞിട്ട് ലോഡിങ്ങിന്റെ പൈസ കൊടുക്കുന്നത് ഷാപ്പിലാണ്. അന്ന് ഞങ്ങളുടെ സ്ഥലത്തൊക്കെ വാറ്റ് ഒത്തിരി ഉണ്ട്. വാറ്റ് ചാരായം ഉണ്ടാക്കുന്ന ഏറിയാണ് വടശ്ശേരിക്കര കുമ്പളാമ്പുഴ സ്ഥലം എന്ന് പറഞ്ഞ കാടിന്റെ ഏറിയ ആയതുകൊണ്ട് എന്റെ പപ്പ രാത്രിയിലൊക്കെ തടിലോടിഞ്ഞ് കഴിഞ്ഞിട്ട് അവിടെ പോയിട്ട് മദ്യപിച്ച് കടന്നു വന്നിട്ട് പിന്നെ പപ്പായുമായിട്ട് അമ്മ ഭയങ്കര വഴക്കാണ്. എന്ന് പറഞ്ഞാൽ എന്തിനാ മദ്യപിച്ച് വന്നത്, നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കണ്ടേ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അമ്മ ഇങ്ങനെ പറയുമ്പോൾ എന്റെ അപ്പൻ അത് ഇഷ്ടപ്പെടത്തില്ല. അമ്മയെ എടുത്ത് ഉപദ്രവിക്കാനൊക്കെ തുടങ്ങും. പല രാത്രികളിലും ചോറിന്റെ പാത്രങ്ങളും മീൻകറി ചട്ടികളും തോരനും ഒക്കെ എടുത്ത് പുറത്തോട്ട് എറിയുന്ന ഒരവസ്ഥയായിരുന്നു ഞങ്ങളുടെ ആ പഴയകാല അവസ്ഥ എന്ന് പറഞ്ഞാൽ. അപ്പച്ചനുമായിട്ട് അമ്മച്ചി ഇങ്ങനെ ഓരോ കാര്യങ്ങളെ സംസാരിച്ച് അതൊരു വഴക്കിലേക്ക് വരുമ്പോൾ മദ്യപിച്ച് കടന്നു വരുന്ന എന്റെ പപ്പ
എന്ത് ചെയ്യും, വല്യപ്പനുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ ഒരു തരത്തിൽ സമാധാനമില്ലാത്ത തികഞ്ഞ ഒരു അന്തരീക്ഷത്തിലായിരുന്നു ഞങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ. ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു അനുഭവത്തിലൂടെയാണ് ഞങ്ങള് വളർന്നു വന്നത്. വെളുപ്പിനെ 4 മണിക്ക് അന്ന് 3 ബാറ്ററിയുടെ ഒരു ടോർച്ച് ഉണ്ട്. 3 ബാറ്ററി ടോർച്ച്, വലിയ നീളമുള്ള ടോർച്ചുമായിട്ട് അപ്പ 4 മണിക്ക് എഴുന്നേറ്റ് ഞങ്ങളുടെ അടുത്തുള്ള ഒരു മാറ്റുകേന്ദ്രത്തിൽ പോയി അവിടെ മാറ്റി ചാരാനൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് രാവിലെ സമയത്ത് കയറി വരും. രാവിലെ ഏകദേശം ഒരു 8:30 ആകുമ്പോഴത്തേന് കയറി വരും. എന്റെ അമ്മ ഞങ്ങൾ രണ്ടുപേരെയും കുളിപ്പിച്ച് ഉടുപ്പും നിക്കറൊക്കെ യൂണിഫോം ഒക്കെ ഇട്ട് അപ്പമൊക്കെ ഇങ്ങനെ വായിലേക്കൊക്കെ വെച്ച് തരുന്ന സമയത്താണ് അപ്പ 4 കാലം കയറി വരുന്നത്. കയറി വന്നിട്ട് ഒന്നും രണ്ടും പറഞ്ഞ് ഭയങ്കര വഴക്കാണ്. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അപ്പം പോലും കഴിക്കാൻ ഇറക്കാനുള്ള ആ ഒരു ഭയങ്കര വൈഷമ്യം, വലിയൊരു വേദനയായിരുന്നു. കഴിക്കാൻ ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ തന്നെയും അത് കഴിച്ച് തൃപ്തിയാകാൻ കഴിയാത്ത ഒരു അനുഭവമായിരുന്നു ഞങ്ങളുടെ കാലഘട്ടം, അല്ലെ ചെറുകാലഘട്ടം എന്ന് പറഞ്ഞാൽ. എന്തിന് ജീവിക്കുന്നു എന്ന് വരെ തോന്നിയിട്ടുള്ള കാലഘട്ടമായിരുന്നു അന്ന്. എനിക്കോ എന്റെ അമ്മയ്ക്കോ എന്റെ ചേട്ടനോ എന്റെ അമ്മച്ചിക്കോ ഒരു ആഹാരം പോലും ശരിക്കും കഴിച്ചിറക്കുവാൻ കഴിയാത്ത ഒരു നിലവാരത്തിലുള്ള പ്രതികൂലമായിരുന്നു. ഒരു ദിവസം പോലും സമാധാനം അനുഭവിക്കാത്ത ഒരു അന്തരീക്ഷം. വഴക്കുണ്ടാകാൻ നിസാര കാര്യം മതി, ചില ചെറിയ കാര്യങ്ങൾക്ക് പോലും വഴക്കുണ്ടാക്കുന്ന ഒരു അനുഭവം, അയൽവക്കക്കാരുമായിട്ട് വഴക്കുണ്ടാക്കുന്ന അനുഭവം, അപ്പായുടെ കൂട്ടുകാരുമായിട്ട് വഴക്കുണ്ടാക്കുന്ന അനുഭവം. രാത്രിയുടെ യാമങ്ങളിൽ താമസിച്ചു വരുമ്പോൾ ഞങ്ങൾക്ക് പേടിയാ. കാരണം വഴക്കെന്ന് പറഞ്ഞാൽ സ്തോത്രം നീറ് പോലാണ്, അതുപോലെ പ്രശ്നങ്ങളായിട്ടാണ് അപ്പ കടന്നു വരുന്നത്. അങ്ങനെ ഒരു രാത്രി എനിക്ക് ഓർമ്മയുണ്ട്, രാത്രി 12 മണി ആയപ്പോൾ അപ്പ ഒരു കൊട്ടയും ഒരു ഞങ്ങൾക്ക് വേണ്ടി ഒരു 10 രൂപയുടെ കപ്പൽ ഡിപ്പീസ്, അങ്ങനെ വലിയ കപ്പൽ ഡിപ്പീസ് ഒക്കെ ഉണ്ട്, അതിങ്ങനെ മേടിച്ചുകൊണ്ടൊക്കെ വന്ന് 4 കാലയെ വന്നിട്ട് ഞങ്ങളുടെ മുറ്റത്തോട്ട് അങ്ങ് വീണ് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അപ്പച്ചൻ ഓടിച്ചെന്ന് എടുത്ത് പെരയ്ക്കകത്ത് കയറ്റിയിട്ട് ചാടി എഴുന്നേറ്റ് പിന്നെ അങ്ങോട്ട് വഴക്കായി. രാത്രിയില് ഒരു 12 മണി ഏകദേശമായി കാണും. ഭയങ്കര വഴക്ക്. നിസ്സാര കാര്യമാ, എന്തിനാ എന്നെ എടുത്തത്, എന്തിനാ എന്നെ അകത്ത് കയറ്റിയത് എന്നൊക്കെ പറഞ്ഞാണ് ഈ വഴക്കുണ്ടാക്കുന്നത്. അമ്മയാണെങ്കിൽ ഒന്നും പറയാൻ പോകത്തില്ല, കാരണം അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് അടി കിട്ടും. അതുകൊണ്ട് അമ്മയ്ക്ക് ഒന്നും പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം. അമ്മ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയെ 2 കൈയും കെട്ടിവെച്ച് അങ്ങനെ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. സ്വതന്ത്രം. അതുകൊണ്ട് അമ്മ പലപ്പോഴും ഭയന്നാണ് ഞങ്ങളുടെ ഭവനത്തിലിരിക്കുന്നത്. അപ്പ അന്ന് ഒരു രാത്രിയില് മുറ്റത്ത് വന്ന് കിടന്നിട്ട് വലിയപ്പച്ചൻ അകത്ത് കയറ്റി കിടന്ന് വഴക്ക് തുടങ്ങി, പ്രശ്നം തുടങ്ങിയിട്ട് ലാസ്റ്റ് അമ്മയോട് പറഞ്ഞു, അമ്മയുടെ വീട് കോന്നിയിലാണ്, നിന്നെ എനിക്ക് വേണ്ട, നീ പൊക്കോ, നീ കോന്നിലേക്ക് പൊക്കോ, ഞാൻ താഴെയുള്ള ഒരു അച്ചായന്റെ വണ്ടി പിടിച്ചു തരാം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ആ വീടിന്റെ തൊണ്ടുഭാഗത്ത് തോട് പോലൊരു ഭാഗമുണ്ട്, അതുവഴി അമ്മ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോവുക. ഞാനും എന്റെ ചേട്ടനും രാത്രിയുടെ യാമങ്ങളിൽ അപ്പാടെ കാലെ പിടിച്ചു പറയും, അപ്പാ വേണ്ട, അരുത്, ചെയ്യരുത്, അമ്മയൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് ഞങ്ങൾ പുറകിൽ കൂടെ കരഞ്ഞുകൊണ്ട് പോവുക. അമ്മച്ചിയാണെങ്കിൽ പുറകിൽ മോനെ ചെയ്യരുതെന്ന് പറഞ്ഞ് അമ്മച്ചി ഒരു സൈഡില്, അപ്പച്ചനാണെ വലിയ കപ്പയുടെ കമ്പൊക്കെ എടുത്തുകൊണ്ട് അപ്പായെ ഉപദ്രവിക്കാൻ വേണ്ടി, എടാ ശൗമേരെ അടങ്ങിയിരിക്കുന്നു പറഞ്ഞ് പുറകിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഒരു തരത്തിൽ സമാധാനമില്ല. അയൽവക്കക്കാരെല്ലാം വെളിയിൽ ഇറങ്ങി വന്ന് നോക്കുക, ഇവൻ എന്താ ഭ്രാന്താന്നോ, ഇവൻ എന്താ ഇങ്ങനെ ചെയ്യുന്നത്, പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. പല രാത്രികളിലും ഞങ്ങളുടെ പള്ളിയിലെ മർത്തോമ പള്ളിയിലായതുകൊണ്ട് അവിടുത്തെ അച്ഛനും അവിടുത്തെ കപ്പിയാരും സെക്രട്ടറിയും ഒക്കെ വന്ന് എന്റെ പപ്പായെ ഉപദേശിക്കും, ശൗമേലെ അങ്ങനെ ചെയ്യരുത്, നീ ഒരു നസ്രാണി അല്ലേ, നീ ദൈവത്തെ അറിഞ്ഞവനല്ലേ, നീ മദ്യപിക്കരുത്, നിന്റെ ഭാര്യയ്ക്ക് നിന്റെ കുഞ്ഞുങ്ങൾക്കും വേറെ ആരാ ഉള്ളേ, അല്ലെങ്കിൽ അവരും നിന്റെ വഴിയിലൂടെ ആയി പോകുമെന്ന് പലപ്പോഴും എന്റെ അപ്പായെ ഞങ്ങളുടെ അവിടുത്തെ പള്ളിയിലെ അച്ഛനും കപ്പ്യാരൊക്കെ വന്ന് ഉപദേശിക്കുമായിരുന്നു. എന്നാൽ അതൊന്നും വകവെക്കാതെ എന്റെ അപ്പ വീണ്ടും മദ്യപിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ രാത്രിയിൽ 12 മണി ഏകദേശം സമയമായപ്പോൾ അമ്മ ഇങ്ങനെ വലിച്ചോണ്ട് പോവുകയാണ്. ഞാൻ ഓടിച്ചെന്ന് അപ്പയുടെ കാലെ പിടിച്ച് പറഞ്ഞു, അപ്പ വേണ്ട എന്ന് പറഞ്ഞൊന്നും കേൾക്കത്തില്ല. ലാസ്റ്റിൽ പിന്നെ ഒരു തരത്തിൽ കൂടെ അപ്പച്ചൻ വടിയൊക്കെ എടുത്ത് കാണിച്ച് പേടിപ്പിച്ച് സ്തോത്രം തിരിച്ച് വീട്ടിലേക്ക് കടന്നു വന്ന ശേഷം അപ്പ കിടന്നങ്ങ് ഉറങ്ങി. ഞങ്ങള് ചാണകം മെഴുകിയ അടുക്കളയ്ക്കകത്തൊക്കെ കിടന്ന് പ്രാർത്ഥിച്ച്, അമ്മയൊക്കെ കരയാത്ത ദിനരാത്രങ്ങളില്ല. അടുത്തുള്ള പറമ്പിൽ പോയി ഞങ്ങൾ ഇരുന്നിരിക്കും. ഞങ്ങൾ ഒരുമിച്ച്, ഞാനും അമ്മയും എന്റെ ചേട്ടനും ഒക്കെ ഇങ്ങനെ കണ്ണുനീരോടെ കരഞ്ഞ് അപ്പ ഒന്ന് ഉറങ്ങിയ ശേഷം മാത്രമാണ് ഞങ്ങള് പെരയ്ക്കകത്തേക്ക് വരുന്ന ഒരവസ്ഥ.
ഇന്ന് എന്നെ കേൾക്കുന്ന എന്റെ ശ്രോതാക്കളോട് ഞാൻ ഒരു അനുഭവം പറയാം. എന്താന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഭാരപ്പെടുന്ന, നിങ്ങൾ നീറുന്ന, സങ്കടപ്പെടുന്ന ഏത് വിഷയത്തിന്റെ മധ്യത്തിലും കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരുവനെ മറികടക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. നാം സേവിക്കുന്ന, നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. കണ്ണുനീരോടെ രാത്രിയുടെ യാമങ്ങളിൽ കരഞ്ഞ എന്റെ അമ്മയുടെ കണ്ണുനീര് ഒരുപക്ഷെ ആരും കണ്ടിട്ടില്ല. ഞങ്ങളും അടുത്തിരുന്ന് കണ്ടിട്ടുണ്ട്. പക്ഷെങ്കിൽ ആ കണ്ണുനീര് തുടയ്ക്കുവാൻ ഒരു വ്യക്തിയും വന്നിട്ടില്ല. സ്തോത്രം. എന്നാൽ എന്റെ സ്വർഗത്തിലെ തമ്പുരാൻ ഉണ്ടായിരുന്നു കണ്ണുനീര് തുടയ്ക്കുവാൻ. കരയുന്ന ജീവിതങ്ങളോട് ഇന്ന് ഈ സമയത്ത് എനിക്ക് പറയാൻ ഒരു കാര്യമേ ഉള്ളൂ. എപ്പോഴും എല്ലാ ദിവസവും നമ്മുടെ കണ്ണുനീര് ഇങ്ങനെ കണ്ണിക്കൂടെ ഒഴുകിക്കൊണ്ടിരിക്കത്തില്ല. ഇതിനൊരു മറുപടി തരും നിശ്ചയമായിട്ട്. എല്ലാ മഴയും തോരാതിരിക്കത്തില്ല. ഒരു പാട്ടുകാരൻ പാടിയതുപോലെ ഒരു കാറ്റും അടങ്ങാതിരിക്കത്തില്ല. ഒരു മഴ പെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു തോർച്ചയുണ്ടാകും. ഒരു കയറ്റമുണ്ടെങ്കിൽ അതിനൊരു ഇറക്കമുണ്ടാകും. ഒരു കണ്ണുനീരുണ്ടെങ്കിൽ അതിനൊരു മറുപടി ദൈവം തരും. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ കരഞ്ഞ രാത്രികൾ ഒരുപാടാണ്. എന്റെ അമ്മ കരഞ്ഞ രാത്രികൾ ഒരുപാടാണ്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുമ്പോൾ അറിയാതെ എന്റെ കണ്ണിക്കൂടെ കണ്ണുനീര് വരും. കാരണം ആ കാലഘട്ടത്തെ ദൈവം മാറ്റിയതിനായി സ്തോത്ര. എന്റെ ദൈവത്തെ സ്തുതിക്കുവാൻ, എന്റെ ദൈവത്തെ ആരാധിക്കുവാൻ, എന്നെയും എന്റെ കുടുംബത്തെയും ദൈവം ഒരിക്കലിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. രാത്രികൾ, കരഞ്ഞ രാത്രികൾ. അയൽവക്കക്കാർ പലപ്പോഴും പറയും, മക്കളെ അങ്ങനെ ചെയ്യരുത്. രാത്രിയുടെ യാമങ്ങളിൽ ഇങ്ങനെ വഴക്ക് പ്രയാസം ഉണ്ടാക്കുമ്പോൾ എനിക്ക് പേടിയായി. വഴക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. അപ്പായുടെ വഴക്കും അപ്പ ഉപദ്രവിക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾ പ്രയാസമാണ്. ഞാൻ പലപ്പോഴും രാത്രിയുടെ യാമങ്ങളിൽ വെട്ടമില്ലാതെ പാറയുടെ പുറകിൽ പോയി രണ്ട് കണ്ണുമടച്ച് ചെവിയിലേക്ക് രണ്ട് വിരലുമിട്ട് ശബ്ദം കേൾക്കാതിരിക്കുവാൻ കണ്ണുനീരോടെ ഇരുന്ന് കരയുന്ന രാത്രികൾ എനിക്കുണ്ടായിരുന്നു. ഒന്നോ രണ്ടോ ദിവസമല്ല, അനേക രാത്രികൾ. പലപ്പോഴും അമ്മയുമായിട്ട് വഴക്കുണ്ടാക്കുമ്പോൾ അടുത്തുള്ള വീട്, ഞങ്ങളുടെ അയൽവക്കത്ത് രണ്ട് വീടുണ്ട്. ഒന്ന് എന്റെ അപ്പച്ചന്റെ അനിയന്റെ വീട്, രണ്ട് ഒരു നായർ കുടുംബത്തിലുള്ള ഒരു വീട്. ഈ രണ്ടു വീട്ടിലും ഞങ്ങൾ നല്ല സഹകരണമാണ്. ഞങ്ങൾ നല്ല സ്നേഹത്തിലാണ്. അവര് ഇപ്പോഴും നല്ല സ്നേഹത്തിലാണ്. രാത്രി ഇങ്ങനെ വഴക്കുണ്ട്. പപ്പ ഇങ്ങനെ വന്നിട്ട് മദ്യപിച്ച് രാത്രി 11 മണിക്കും 12 മണിക്കും കടന്നു വന്ന് ചോറൊക്കെ എടുത്ത് കളയുകയും മീൻകറി ചട്ടിയൊക്കെ എടുത്ത് നിലത്തടിക്കുകയും കഴിക്കാൻ സമ്മതിക്കാത്ത അനുഭവം വരുമ്പോൾ ഞാൻ പേടിച്ച് ഞാൻ ഓടിച്ചെന്നിട്ട് അയൽവക്കത്തെ വീട്ടിലെ വാതിക്കൽ ഇങ്ങനെ മുട്ടിട്ട് അവിടെ നായർ കുടുംബം, അതായത് സുധാകരൻ എന്നാണ് അവിടുത്തെ അച്ഛന്റെ പേര്, ഞാൻ അച്ഛനാ വിളിക്കുന്നത്. ഞങ്ങൾ ആ രാത്രി 11 മണിക്ക് ഇങ്ങനെ കഥക്, ഞാൻ ഓടിച്ചെന്ന്, രാത്രി വെട്ടമൊന്നും ഇല്ലാതെ ഞാൻ ഓടിച്ചെന്ന് കഥക് മുട്ടും. അച്ഛാ ഒന്ന് വരുമോ അച്ഛാ, എന്റെ വീട്ടിൽ ഭയങ്കര വഴക്കാണ്, എന്റെ അമ്മയെ അങ്ങ് ഉപദ്രവിക്കുകയാണ്, ഒന്ന് വായോ അച്ഛാ എന്നിങ്ങനെ ഞാൻ കൊതകയെ കൊട്ടി വിളിക്കുമ്പോൾ പല രാത്രികളിലും അവർ വരും. വന്നു കഴിയുമ്പോൾ എന്റെ പപ്പ പറയും, നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം? ഞാൻ എന്റെ ഭാര്യയോടും എന്റെ കുടുംബത്തോടും ഞാൻ വല്ലതും പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് കാര്യമെന്ന് പറഞ്ഞ് പലപ്പോഴും വരെ മടക്കി അയച്ചിട്ടുണ്ട്. എങ്കിലും ഞാൻ പല രാത്രികളിലും എന്റെ അയൽവക്കത്തുള്ള എന്റെ കുടുംബത്തിനകത്ത് ഇങ്ങനെ രാത്രിയുടെ യാമങ്ങളിൽ കഥകയെ മുട്ടി കരഞ്ഞിട്ട് വിറച്ച് ഞാൻ ഇങ്ങനെ നിൽക്കും. ഞാൻ പറയും, അച്ഛാ ഒന്ന് വാ അച്ഛാ, എന്റെ കുടുംബത്തെ ഒന്ന് രക്ഷിക്കുക, എന്റെ അമ്മയെ ഉപദ്രവിക്കുവാണ്, എന്റെ ചേട്ടനെ ഉപദ്രവിക്കുവാണ്, ഒന്ന് വരുമോ എന്ന് ഞാൻ ഇങ്ങനെ കണ്ണുനീരോടെ കരയുമ്പോൾ അവര് നിസ്സാരമായിട്ട് അവരെന്ത് ചെയ്യും, കഥക് കൊണ്ട് പറയും, മോനെ നിന്റെ കണ്ണുനീരും നിന്റെ വേദനയും എനിക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ കുഞ്ഞെ എനിക്ക് അങ്ങോട്ട് വരാൻ കഴിയത്തില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ വന്നപ്പോഴും അവരെന്നെ പറഞ്ഞു വിട്ടതാണ്, ഇനി വന്ന നാണംകണം വയ്യ മോനെ എന്ന് പറഞ്ഞ് മോൻ ഇവിടെ ഇരിക്ക എന്ന് പറയും. ഞാൻ അകത്ത് കയറി ഇരിക്കാൻ കഴിയത്തില്ല, എനിക്ക് വെപ്രാളമാണ്, പേടിയാണ്, ഇനി എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ അടിയോ ഉപദ്രവമോ അതിന്റെ അല്ല. ഇവര് സ്തോത്രം കൈ കിട്ടുന്നത് വെച്ച് ഉപദ്രവിക്കും. വാക്കത്തിയാണെങ്കിൽ വാക്കത്തി, എന്ത് സംഭവം കിട്ടിയാലും എടുത്ത് ഉപദ്രവിക്കും. വെള്ളം അടിച്ചവർക്ക് ഒരു ബോധമില്ലെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ശരിയാണ്, ബോധം ഇല്ല, അമ്മാതിരി ചെയ്താ ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ ഇരിക്കാൻ പറഞ്ഞാൽ ഞാൻ ഇരിക്കത്തില്ല. ഞാനിങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുക, പേടിച്ച് വിറച്ച് ഞാൻ ഓടി, വെട്ടമില്ലാതെ ഇരുന്ന് ഓടി എന്റെ അമ്മയുടെ അടുക്കിലേക്ക് ഞാൻ ഓടിച്ചെല്ലും, എന്റെ ചേട്ടന്റെ അടുക്കിലേക്ക് ഞാൻ ഓടിച്ചെല്ലും. അവിടെ ചെന്നിട്ട് ഞാൻ അവരെ പിടിച്ച് അപ്പാട് പറയാം, അപ്പ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരുപാട് രാത്രികൾ ഇങ്ങനെ കണ്ണുനീരോടെ കരഞ്ഞ രാത്രികൾ ഒരുപാട് ഓർക്കുന്നുണ്ട് ഇന്നും. പപ്പ മദ്യപിച്ച് രാത്രിയിൽ താമസിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം മദ്യപിച്ചാ വരുന്നതെന്നറിയാം. മദ്യപിച്ച് ലീലാമോന്ന് വിളിച്ചു വരും. അന്നൊക്കെ ലൈറ്റ് കൊണ്ടുപോയില്ലെങ്കിൽ ഞങ്ങളുടെ അമ്മയാണ് വിളക്ക് കൊണ്ട് ആ തോട്ടിലേക്ക് പോകും. തോട്ടിലേക്ക് വിളക്കുമായിട്ടാ പോകുന്നത്. വിളക്ക് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ലീലാമേന്ന് വിളിച്ചു കഴിയുമ്പോൾ ആ വിളി കേൾക്കുമ്പോഴേ ചങ്കിടിക്കുക. ഞങ്ങൾ പേടി, കർത്താവേ ഞാൻ പ്രാർത്ഥിക്കും, യേശുപ്പച്ചാ അപ്പ മദ്യപിക്കല്ലേ, വഴക്കുണ്ടാക്കല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ഒരു പ്രാർത്ഥനാശീലം എനിക്ക് ഉണ്ടായിരുന്നു. കാരണം എന്റെ അമ്മ ഇങ്ങനെ പ്രതികൂലം വരുമ്പോൾ
അപ്പുറത്തെ പാറയുടെ പറമ്പിലൊക്കെ അമ്മയൊക്കെ പോയി ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഓർമ്മ എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ചെറുപ്പം മുതലേ പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നു. പ്രാർത്ഥിക്കുകയും വചനം വായിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് ഇവര് മദ്യപിക്കുന്ന ആളെ കാണുമ്പോഴോ അല്ലാതെ ബീഡി വലിക്കുന്ന ആളെ കാണുമ്പോഴോ ഒക്കെ എനിക്ക് ഭയങ്കര അലർജിയാണ്. എന്റെ കൂട്ടുകാരൊക്കെയാന്ന് പറഞ്ഞാലും ഒരു പ്രായത്തിൽ വന്നപ്പം അവര് മദ്യപിക്കുകയും ബീർ അഴിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ എനിക്ക് അവിടെ ഒന്നും പോയിരിക്കാനോ അങ്ങനെയുള്ള സാഹചര്യത്തിലൊന്നും ദൈവം എന്നെ അനുവദിച്ചില്ല. എനിക്ക് താല്പര്യമില്ല. കാരണം എന്റെ പപ്പായും വല്യപ്പനും ഒക്കെ എങ്ങനെ കഴിഞ്ഞാൽ മദ്യപാനികളായതുകൊണ്ട്. അങ്ങനെ ഏകദേശം എന്ത് പറയാൻ ഒരു സമാധാനമില്ലാത്ത തികഞ്ഞ ഒരു അന്തരീക്ഷമായിരുന്നു ഞങ്ങളുടെ ജീവിത കാലഘട്ടം എന്ന് പറഞ്ഞാൽ. കൈ വെക്കുന്നത് കാല് വെക്കുന്നതെല്ലാം വലിയ കുഴിയിലേക്ക് പോകുന്ന ഒരു അനുഭവമായിരുന്നു. പലപ്പോഴും അച്ഛന്മാര് കടന്നു വന്ന് പറയും, പോലെ അരുത് കുഞ്ഞ്, നീ അങ്ങനെ ചെയ്യല്ല, നീ ദൈവത്തെ വിളിക്കുന്നവനല്ലേ, നിനക്ക് ദൈവമായിട്ടൊരു ബന്ധമില്ല, നിന്റെ കുഞ്ഞുങ്ങളെ നന്നാക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. അതൊക്കെ ഒരു ചെവി കൂടെ കേട്ടിട്ട് മറു ചെവി കൂടെ ഇറക്കി വിടുന്ന ഒരു അനുഭവമായിരുന്നു എന്റെ പപ്പായ്ക്കുള്ളത്. മദ്യപാനം എന്ന് പറഞ്ഞാൽ ഭയങ്കര മദ്യപാനം. എന്റെ വല്യപ്പച്ചന്റെ മദ്യപാനം ഏകദേശം അല്പം ഒന്ന് കുറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ ഇതിന്റെ എല്ലാം ഡബിളായിട്ടാണ് അപ്പ കയറി ഏറ്റത് ആ മദ്യപാനം. മദ്യപിച്ച് കടന്നു വന്ന അയൽപക്കക്കാരുമായിട്ട് പിന്നെ വഴക്ക, കൂട്ടുകാരുമായിട്ട് വഴക്ക. ആ വഴക്ക് കഴിഞ്ഞ ശേഷമാണ് ഞങ്ങളുടെ ഭവനത്തിൽ വരുന്നത്. ഞങ്ങളുടെ ഭവനത്തിൽ വന്ന ശേഷം പിന്നെ എന്ത് ചെയ്യുക, വഴക്കാണ്. ഇങ്ങനെ ഏകദേശം ഇങ്ങനെ പ്രയാസമായിട്ട് പ്രശ്നമായിട്ട് ഞങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്ന സമയം ഏകദേശം ഞാനും എന്റെ ചേട്ടനും 5 വയസ്സിന്റെ ഡിഫറന്റ് ആണ്. ഞങ്ങൾ ഇങ്ങനെ പതുക്കെ വളരാൻ തുടങ്ങി. ഞാൻ ഏകദേശം 10ാം ക്ലാസ്സിനായപ്പോൾ എന്റെ അമ്മയുടെ ജ്യേഷ്ഠത്തി 2 ജ്യേഷ്ഠത്തിമാരാണ്, ഒരു ആങ്ങളയുണ്ട്. ഒരു ജ്യേഷ്ഠത്തി, മൂത്ത ജ്യേഷ്ഠത്തി എന്ന് പറഞ്ഞ സൂസമ്മ എന്നാണ് പേര്. ഞാൻ പറഞ്ഞു 3ാമത്തെ വയസ്സിൽ ഞാൻ കുളത്തിൽ വീണത്. ആ അമ്മയുടെ വീട്ടിൽ ചെന്നപ്പോഴാണ് ഞാൻ കുളത്തിൽ വീണ് മരിക്കേണ്ട അവസ്ഥ വന്നത്. എന്നാൽ ആ 10ാം ക്ലാസ്സിന്റെ സമയത്ത് ഞാൻ അവിടെ അവധിക്കാലത്ത് നിൽക്കാൻ പോകുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്ത് അമ്മ ഒരു ചർച്ച് ഓഫ് ഗോഡിലെ ആരാധിക്കുന്ന ആ കുടുംബമായിരുന്നു അവിടെ. ആ അമ്മ അവധി സമയത്ത് എന്നെ ചർച്ചിലേക്ക് അമ്മ എന്നെ വിളിച്ചുകൊണ്ട് പോവായിരുന്നു. അവിടെ ഉപവാസ പ്രാർത്ഥനയ്ക്കൊക്കെ എന്നെ അമ്മ കൊണ്ടുപോവായിരുന്നു. അവിടെ ചെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആരാധനയെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞങ്ങളുടെ സഭയിൽ, ഞങ്ങളുടെ പള്ളിയിൽ ഇല്ലാത്ത വല്ലാത്തൊരു അനുഭവമാണ് അവിടെ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു, വചനം പറയുന്നു, കൈയടിച്ച് ആരാധിക്കുന്നു. ഇതൊക്കെയായിരുന്നു ആ ചർച്ച് ഓഫ് ഗോഡിലെ ആ സഭയില്. ആ സഭ ഇന്ന് ഭയങ്കര വലിയ സഭയായി മാറി. അങ്ങനെ ആ ദേവദാസൻ വലിയ വാക്തത്വങ്ങളും ദൂതുകളും ഒക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര, എനിക്കറിയത്തില്ല ഞാന് എന്ത് ചെയ്യാനാ, ഈ കേൾക്കുക മാത്രമേ ഉള്ളൂ. അന്നൊക്കെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഞാൻ മർത്തോമ സഭയിലെ ആരാധനയുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് അറിയത്തില്ല എന്താ സംഭവം എന്നറിയത്തില്ല. പക്ഷെ ഒരു പ്രാർത്ഥനയുടെ സമയത്ത് ആ ദൈവദാസൻ എന്റെ അടുക്കൽ വന്നിട്ട് എന്റെ തലയിൽ കൈവച്ചു എന്തോ ഒരു കാര്യം പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ ദൈവമേ കണ്ണടച്ച് ദൈവത്തെ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരുന്നു. അന്ന് മുതൽ ദൈവദാസനെ തലയിൽ കൈവച്ചു പ്രാർത്ഥിച്ച ആ നിമിഷം മുതൽ എന്റെ ഹൃദയത്തിനകത്ത് വല്ലാത്തൊരു മാറ്റം സംഭവിക്കാൻ തുടങ്ങി. എന്തൊക്കെയോ ദൈവമായിട്ടുള്ള ചില ബന്ധത്തിലേക്ക്, ദൈവമായിട്ടുള്ള ഒരു അടുപ്പത്തിലേക്ക് വരാൻ തുടങ്ങി. ഞാൻ ആ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആദ്യ സമയങ്ങളിൽ ഞാൻ പറഞ്ഞതുപോലെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. 15 മിനിറ്റോ 10 മിനിറ്റോ ഒക്കെ ആയിരുന്നു എന്റെ പ്രാർത്ഥന. ഞാൻ സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോഴും മടങ്ങി വരുമ്പോഴും ഒക്കെ ബൈബിള് വായിച്ച് ഒരു പാട്ട് പാടി വേദവസം വായിച്ച് പ്രാർത്ഥിക്കാതെ ഞാൻ സ്കൂളിൽ പോകത്തില്ല. എന്റെ 5ാമത്തെ വയസ്സ് മുതൽ ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെങ്കിൽ ഈ ഒരു അനുഭവം വന്നു കഴിഞ്ഞപ്പോൾ തന്നെ എന്റെ ജീവിതത്തിനകത്ത് വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. എന്റെ പ്രാർത്ഥനയുടെ ദൈർഘ്യം കൂടി. ഞാൻ ഉപവാസം ഇരിക്കാൻ തുടങ്ങി. എന്താ ഇങ്ങനെ ചെയ്യുന്നത് എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് ഉപവസിക്കുവാൻ തുടങ്ങി, ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഞാൻ വീട്ടിൽ വരുമ്പോഴും പ്രശ്നങ്ങളുണ്ട്, അടിയും പിടിയും വഴക്കൊക്കെ ഉണ്ട്. എങ്കിൽ തന്നെയും ഒരു സൈഡിൽ ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് പ്രാർത്ഥിക്കാൻ ഒരു ഉത്സാഹം കയറി. ബൈബിള് വായിച്ചാൽ എനിക്ക് അർത്ഥം അറിയത്തില്ല, പക്ഷെ ഞാൻ ബൈബിള് വായിക്കാൻ തുടങ്ങി. അങ്ങനെ ദൈവമായിട്ടുള്ള ഒരു കണക്ഷനിലേക്ക് വരാൻ തുടങ്ങി. ഒരു രാത്രി, ഒരു ദിവസം ഭയങ്കര കാറ്റടിക്കുക. ഭയങ്കര കാറ്റ് ഇങ്ങനെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞ് വന്ന് ഭയങ്കര കാറ്റടിക്കുമ്പോൾ ഞാൻ ബൈബിൾ എടുത്തിട്ട് ബൈബിൾ എടുത്തിട്ട് നെഞ്ചോട് ചേർത്ത് പറഞ്ഞു, ദൈവമേ ഈ കാറ്റ് ഭയങ്കര കാറ്റാണല്ലോ, ദൈവത്തിന്റെ ഈ വചനം സത്യമാണെങ്കിൽ ഇപ്പോൾ തന്നെ കാറ്റങ്ങ് നിൽക്കട്ടെന്ന്. എനിക്ക് അറിയത്തില്ല സത്യം പറഞ്ഞാൽ എന്റെ ആ ഒരു വിശ്വാസമാണോ, എന്നിലുള്ള ദൈവം വിശ്വാസം വർദ്ധിപ്പിക്കാനാണോ, ഞാൻ ആ പറഞ്ഞ നിമിഷം തന്നെ ആ
മാറ്റി നിൽക്കുവാനിടയായി. ഞാൻ പറഞ്ഞൊരു സാരം, ആമീൻ, ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങി. എന്റെ ജീവിതത്തിനകത്ത് വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. ഞാൻ ഉപവസിക്കാൻ തുടങ്ങി, ദൈവമായിട്ടുള്ള കണക്ഷനിലേക്ക് വരാൻ തുടങ്ങി. ഞാൻ എന്റെ കൂട്ടുകാരിങ്ങനെ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ച സമയത്ത് എന്റെ കൂട്ടുകാര്, ഞങ്ങൾക്ക് വലിയ പാറയുണ്ട്, ഞങ്ങളുടെ വലിയ മലയുടെ മണ്ടയ്ക്ക് എന്റെ വീട്, വലിയ പാറയുണ്ട്. പാറയിലിരുന്ന് കൂട്ടുകാരിങ്ങനെ ചീട്ട് കളിക്കും. അന്നൊക്കെ കഴുത കളിയാണ്. 10ഉം 12ഉം പിള്ളേർ, ഒരുപാട് പിള്ളേർ ഇങ്ങനെ ചീട്ട് കളിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഞാൻ അവരോട് പോയി ചീട്ട കളിക്കും. അവര് ബിയറൊക്കെ മേടിക്കും. ബിയറൊക്കെ മേടിച്ച് എനിക്ക് ആ സമയത്ത് ഞാൻ കുടിക്കാത്തത് കൊണ്ട് എനിക്ക് മാംഗോ ജ്യൂസ് ഒക്കെ മേടിച്ചു തരും. പക്ഷെങ്കില് ഈ ഒരു അനുഭവം വന്നു കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ, എനിക്ക് എന്റെ ഹൃദയം പറയുകയാണ്, മോനെ നീ ഇനി അവിടെ ഇരിക്കണ്ട, നീ ഇനി അങ്ങോട്ട് പോകണ്ട. എന്റെ ഹൃദയത്തിലേക്ക് ആരോ പറയുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, എന്റെ കൂട്ടുകാരെ വിളിക്കും, വാടാ നമുക്ക് പോയി നമുക്ക് ചീട്ട് കളിക്കാമെന്ന് പറയുമ്പോൾ എനിക്ക് പോകാൻ മടിയാ. ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, ഞാൻ വരാവടാ, ഞാൻ പിന്നെ വരാവടാ എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഉഴപ്പി തല്ലി അങ്ങ് വിടും. എന്നിട്ട് ഞാൻ വീട്ടിൽ ഇരിക്കും. വീട്ടിൽ ഇരുന്നിട്ട് അവിടെ ഇരിക്കും, എനിക്ക് പോകാൻ തോന്നത്തില്ല. ഞാൻ പറഞ്ഞതിന്റെ സാരമുണ്ടല്ലോ, പ്രാർത്ഥിക്കാൻ നമുക്ക് സമയത്തെ ദൈവം എന്ത് ചെയ്തു, ഒരുക്കി തരികയാണ്. ഒരു സമയം നമുക്ക് വേണ്ടി ദൈവം തിരഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു സമയമാണ്. ആ സമയത്തിനകത്ത് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ പ്രാപിച്ച് ദൈവത്തിന്റെ ആലോചന കേട്ട് മുന്നോട്ട് പോകുവാണെങ്കിൽ ദൈവം നമ്മളെ മാനിക്കുവാനിടയാകും. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ മേലൊരു വാഗ്ദത്തം കിടപ്പുണ്ട്. ആ വാഗ്ദത്തം കിടപ്പുണ്ടെങ്കിൽ നമ്മളെ തകർത്ത് കളയുവാൻ പിശാച് പദ്ധതിയിടും. ഞാൻ കഴിഞ്ഞ ഒരു ദിവസം, കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് ഒരു ചർച്ചില് ഇങ്ങനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ സബ്ജക്റ്റാണ് എടുത്തത്. ഈ സബ്ജക്റ്റ് ഇങ്ങനെ വാഗ്ദത്തത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വന്നപ്പോൾ എന്നോട് ദൈവാത്മാവ് ഇങ്ങനെ സംസാരിക്കുകയാണ്. ഇശ്മായേലിന് ഒരു വാഗ്ദത്തം ഉണ്ടായിരുന്നു. ഇശ്മായേലിന്റെ വാഗ്ദത്തം എന്ന് പറഞ്ഞാൽ അവൻ വലിയൊരു ജാതിയാക്കുമെന്ന് അവന്റെ അമ്മയുടെ ഉദരത്തിൽ അവൻ ഇരിക്കുമ്പോൾ തന്നെ ഹാഗറിനോട് ദൈവം സംസാരിച്ചു. എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ തവണ സാറ പറഞ്ഞ് ഇവളെ വിട്ടു കഴിഞ്ഞപ്പോൾ, സാറാമായിട്ടുള്ള പ്രശ്നത്തില് ഈ ഹാഗർ പേടിച്ച് മരുഭൂമിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അവളുടെ ഉദരത്തിൽ കിടക്കുമ്പോൾ തന്നെ ദൈവം അവളോട് സംസാരിച്ചു. ഇവനെ കുറിച്ചുള്ള വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, നീ എന്ത് ചെയ്യണം, നിന്റെ ഭവനത്തിലേക്ക് പൊക്കോ എന്ന് പറഞ്ഞ സാറയുടെ ഭവനത്തിലേക്ക് ഹാഗർ തിരിച്ചു വരുവാനിടയായി. രണ്ടാമത് വീണ്ടും ഇസഹാക്ക് ഉണ്ടായി കഴിഞ്ഞപ്പോൾ പരിഹാസിയുടെ നിലത്തിലേക്ക് ഈ ഇശ്മായിൽ വന്നു കഴിഞ്ഞപ്പോൾ മനഃപൂർവമായിട്ട് എന്ത് ചെയ്തു, ഇവരെ പറഞ്ഞു വിടുക. ഞാൻ പറഞ്ഞു, ഈ മാതാവ് എന്ത് ചെയ്തു, ഈ ഇശ്മായേലിനെ ഒരു കുറുങ്കാട്ടൻ കടലിലേക്ക് ഇട്ടിട്ട് അവൾ കരയുകയാണ്. ഞാൻ പറഞ്ഞ സാരം എത്രയേ ഉള്ളൂ, ഇശ്മായേലിന് മേൽ വാഗ്ദത്തം ദൈവം വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇശ്മായേലിനെ തകർത്ത് കളയുവാൻ, അവന്റെ വാഗ്ദത്തത്തെ പോരാടുവാൻ പല സാഹചര്യങ്ങൾ വന്നപ്പോഴും ഒരുപക്ഷെ ഇശ്മായേൽ പറയുകയാ, എന്റെ ജീവിതം ഇങ്ങനെയായി പോയല്ലോ, ജനിപ്പിച്ച അപ്പൻ എന്നെ വേണ്ട, അമ്മയ്ക്കും എന്നെ വേണ്ട, ആഹാരത്തിന് കഴിക്കാൻ ഒന്നുമില്ല, കുടിക്കാൻ വെള്ളം പോലുമില്ല, വാഗ്ദത്തം എന്നെ തലയ്ക്ക് മീതെ കിടക്കുകയാ, പക്ഷെ ഇതൊന്നും പ്രാപിക്കാൻ കഴിയുന്നില്ലെന്ന് ഇശ്മായേൽ പറഞ്ഞ് കരഞ്ഞപ്പോൾ അവിടെ ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ട് ഇശ്മായേൽ പറഞ്ഞു, മോനെ, ജനിപ്പിച്ച അപ്പൻ നിന്നെ വേണ്ട എങ്കിലും എനിക്ക് നിന്നെ വേണമെന്ന്. ഇന്ന് എന്നെ കേൾക്കുന്ന എന്റെ പ്രിയ ശ്രോതാക്കളോട് ഒരു കാര്യം ഞാൻ പറയാം. വാഗ്ദത്തം നമ്മുടെ മീതെ കിടപ്പുണ്ടെങ്കിൽ എവിടെ ചെന്നാലും അത് നിവർത്തിക്കുവാൻ ദൈവം ശക്തനാണ്. ഒന്നുമില്ല എന്ന് പറഞ്ഞ ഇശ്മയേലിന്റെ അടുക്കിലേക്ക് അമ്മ തിരികെ വരികയാണ്. ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകുകയാണ്. അവന് കുടിക്കാൻ വെള്ളം കൊടുക്കുകയാണ്. പിന്നീട് പറയുന്നു, അവനൊരു ഭാര്യയും കൂടെ കിട്ടിയെന്ന്. എന്ന് പറഞ്ഞാൽ അവന് ഇല്ലാത്ത ഇടത്ത് പിശാച് സ്റ്റോപ്പ് എന്ന് പറഞ്ഞ സ്ഥാനത്ത് അതിനപ്പുറമായിട്ട് ദൈവം ചിലത് കരുതിയിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാക്കളെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ കരങ്ങളിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ, വാഗ്ദത്തം ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവം നിവർത്തിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ആ വാഗ്ദത്തം ഇങ്ങനെ എന്നോട് ദൂതായിട്ട് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് പോരാട്ടങ്ങൾ വരാൻ തുടങ്ങി. എന്നോട് പ്രശ്നങ്ങൾ ആരംഭിക്കാൻ തുടങ്ങി. എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയാത്തൊരു അനുഭവം വന്നു. എനിക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയാത്തൊരു അനുഭവം വന്നു. അമ്മാതിരി വീട്ടിൽ പ്രശ്നങ്ങൾ കൂടുവാനിടയായി. എന്റെ ചേട്ടനും +2 കഴിഞ്ഞിട്ട് ഇലക്ട്രീഷ്യനാ പഠിച്ചത്. ഇലക്ട്രീഷ്യൻ പഠിത്തം കഴിഞ്ഞിട്ട് എന്റെ ചേട്ടന് ജോലിക്കൊക്കെ പോയി തുടങ്ങി.
ജോലിക്കൊക്കെ പോയി തുടങ്ങിയപ്പോഴും ഞങ്ങള് ഓർത്തു ചേട്ടനൊക്കെ ഇലക്ട്രീഷ്യനൊക്കെ പഠിച്ച ഇനി ജോലിയൊക്കെ കിട്ടി സന്തോഷമൊക്കെ ആയി നമുക്കിനി സമാധാനമൊക്കെ ആകുമല്ലോ എന്നുള്ള ചിന്തയുണ്ടായിരുന്നു. അപ്പന്റെ മദ്യപാനം ഏകദേശം ആ സമയത്ത് കുറഞ്ഞു. കാരണം ആ സമയത്ത് അപ്പായിക്ക് ഒരു മഞ്ഞപ്പിത്തം വന്നു. ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറഞ്ഞ വലിയൊരു മഞ്ഞപ്പിത്തം വരുവാനിടയായി. അദ്ദേഹം ഒരു ദിവസം പണിക്ക് പോയിട്ട് മടങ്ങി വരുന്ന സമയത്ത് ഭയങ്കര വയറിന് വേദന സമയത്ത് യൂറിൻ പാസ് ചെയ്തപ്പോൾ ബ്ലഡ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് പേടിച്ച് ഞങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് പപ്പായെ കൊണ്ടുപോകാനിടയായി. ഡോക്ടർ പറഞ്ഞു, ഇനി നീ മദ്യപിക്കരുത്, മദ്യപിച്ചാൽ മരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ അപ്പ എന്ത് ചെയ്യുന്നറിയാമോ, മദ്യപാനം പൂർണ്ണമായിട്ട് നിർത്തിയില്ല, കുറയ്ക്കുവാനിടയായി. പിന്നീട് പതുക്കെ ഇങ്ങനെ അപ്പായുടെ മദ്യപാനം കുറയുവാനിടയായി. അങ്ങനെ ജ്യേഷ്ഠൻ ഇലക്ട്രീഷ്യൻ പഠിച്ചു കഴിഞ്ഞിട്ട് ചേട്ടന് മസ്കറ്റിലേക്ക് ഒരു വിസ വന്നു. വിസ വന്ന ചേട്ടൻ എന്ത് ചെയ്തു, ആ മസ്കറ്റിലേക്ക് പോകുവാനിടയായി. അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഭവനത്തിനകത്ത് സന്തോഷത്തിലേക്ക് ഒരു നാഴിക വരികയാണ്. വല്യപ്പച്ചന്റെ മദ്യപാനം കുറഞ്ഞു, അപ്പായുടെ മദ്യപാനം കുറഞ്ഞു, ചേട്ടൻ ഗൾഫിലേക്ക് പോകുന്നു. ഇനി ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഞങ്ങളുടെ കുഞ്ഞു വീടൊക്കെ വന്ന് പുതുക്കി പണിയണം. വളരെ മനസ്സിനകത്ത് വലിയൊരു സന്തോഷം. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവത്തെ വിളിക്കുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എന്നാൽ ഞങ്ങൾ ഇങ്ങനെ ഞാനും അമ്മയും അമ്മച്ചിയൊക്കെ അല്പ സന്തോഷമാണ്. പക്ഷേങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, 2 വർഷം ഏകദേശം ചേട്ടന് അവരെ ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് ഭവനത്തിലേക്ക് മടങ്ങി വരുവാനിടയായി. എന്റെ ചേട്ടൻ അവിടെ വെച്ച് തന്നെ അല്പം മദ്യപിക്കാൻ തുടങ്ങി. ഞങ്ങൾ ചിന്തിച്ച ചിന്തകളെ മറികടന്നുകൊണ്ട് ചേട്ടൻ കടന്നു വന്നിട്ട് അല്പമല്ലാത്ത മദ്യപാനത്തിലേക്ക് ചേട്ടനും വഴുതി വീഴുവാനിടയായി. വല്യപ്പച്ചന്റെ മദ്യപാനവും അപ്പന്റെ മദ്യപാനവും എന്റെ ചേട്ടൻ ഏറ്റെടുത്തിട്ട് ചേട്ടൻ മദ്യപിക്കാൻ തുടങ്ങി. മദ്യപിച്ച കൂട്ടുകാരുമായിട്ട് രാത്രിയുടെ യാമങ്ങളിൽ മദ്യപിച്ച് രാത്രിയിൽ നിന്നില്ല പകലൊന്നില്ലാതെ മദ്യപിക്കാൻ തുടങ്ങി. രാത്രിയുടെ യാമങ്ങളിൽ ചേട്ടൻ സമയം തെറ്റിച്ച് കടന്നു വരാൻ തുടങ്ങി. അപ്പായിക്ക് ചേട്ടനോടൊന്നും പറയാൻ കഴിയാത്ത അവസ്ഥ. അപ്പ പറഞ്ഞാൽ അപ്പയോട് വഴക്കുണ്ടാക്കും. അമ്മയ്ക്ക് പറയാൻ കഴിയാത്ത അവസ്ഥ, എനിക്കും പറയാൻ കഴിയാത്ത അവസ്ഥ. ഇങ്ങനെ സാഹചര്യങ്ങൾ മാറി മറിയാൻ തുടങ്ങി. ഭവനത്തിനകത്ത് പ്രാർത്ഥിക്കാൻ കഴിയാത്ത അവസരം. എന്തു ചെയ്യണമെന്നറിയത്തില്ല. പണ്ടത്തെ അവസ്ഥയുടെ പിന്നത്തേതിലേക്ക് കടന്നു വരുന്ന ഒരു അനുഭവമായിരുന്നു ഞങ്ങളുടെ അനുഭവം. അങ്ങനെ ചേട്ടൻ അല്പമല്ലാത്ത മദ്യപിക്കാൻ തുടങ്ങിയത് മൂലം ഒന്നും പറയാൻ കഴിയാത്ത, മോനെ സാജ മദ്യപിക്കരുതെന്ന് അവൻ പറയാൻ പറ്റാത്ത അനുഭവം. അച്ഛന്മാരെ കടന്നു വരുന്നു. ഒരു ദിവസം ഒരു വൈകിയ സമയത്ത് ഞങ്ങളുടെ പള്ളിയിലെ പ്രാർത്ഥന സമയത്ത് ചേട്ടൻ മദ്യപിച്ച് പള്ളിയിലെ അച്ഛനും ഞങ്ങളുടെ ചർച്ചിലുള്ളവരെ കടന്നിരുന്ന സമയത്ത് ഇങ്ങനെ മദ്യപിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. എന്നോട് അടുത്തുള്ള ഒരു വീട്ടിലെ ഒരു അങ്കിള് പറഞ്ഞു, മോനെ സാജ മദ്യപിച്ച് കിടക്കുകയാണ്, നീ ചെന്നിട്ട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ അവനെ പൊക്കിയെടുത്ത് അപ്പുറത്തുള്ള കാട്ടിലേക്ക് മാറ്റിയിട്ടിട്ട് ഞാൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോയി. ഇവരെല്ലാം അച്ഛനും പ്രാർത്ഥനക്കാരെല്ലാം പോയി കഴിഞ്ഞ ശേഷം ഞാൻ എന്റെ ചേട്ടനെ എടുത്തോട് തോളിലിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് കുളിപ്പിച്ച് ചേട്ടനെ ഭവനത്തിലേക്ക് കൊണ്ട് കിടത്തുവാനിടയായി. അങ്ങനെ സ്വന്തം മദ്യപാനം എന്ന് പറഞ്ഞാൽ ഇതുപോലെ മദ്യപാനം, ഭയങ്കര മദ്യപാനം. ഷാപ്പിൽ പോകുന്നു, കൂട്ടുകാരുമൊത്ത് പോകുന്നു വരുന്നു. അങ്ങനെ ഒരു തരത്തിൽ സമാധാനമില്ലാത്ത ഒരു അനുഭവമായിരുന്നു. ഏകദേശം ചേട്ടൻ വീണ്ടും ഒരു വിസ കിട്ടി മസ്കറ്റിലേക്ക് പോകുവാനിടയായി. മസ്കറ്റിലേക്ക് പോയി ഏകദേശം 1 വർഷം കഴിഞ്ഞപ്പോഴത്തേന് ചേട്ടൻ മടങ്ങി വരുവാനിടയായി. മടങ്ങി വന്നിട്ട് ഞങ്ങള് ഏകദേശം ഒരു 2 വർഷം കഴിഞ്ഞ മുമ്പ് തന്നെ ചേട്ടന് അടുത്തുള്ള ഒരു പെൺകുട്ടിയെ സ്നേഹിച്ച് വിവാഹം കഴിച്ച് ഭവനത്തിലേക്ക് കൊണ്ടുവരുവാനിടയായി. ഈ സമയത്ത് എന്റെ വല്യപ്പച്ചൻ മരിക്കുവാനിടയായി. ഞാനും ഏകദേശം ചേച്ചിയെ കൊണ്ടുവന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഞാനും തുടർന്ന് +2 കഴിഞ്ഞിട്ട് IT ഒക്കെ പഠിച്ചു കഴിഞ്ഞ് ഞാനും ഇലക്ട്രീഷ്യൻ ആണ്. അതുകൊണ്ട് ഞാൻ ഗൾഫിലേക്ക് പോകാൻ എനിക്കും ഒരു വിസ കിട്ടിയത് കൊണ്ട് ദുബായിലേക്ക് പോകുവാനിടയായി. ദുബായിലേക്ക് പോകുന്ന സമയത്തും എന്റെ ഹൃദയത്തിനകത്ത് ചിന്ത ഭവനത്തെ കുറിച്ചാണ്. എങ്ങനെയായിരിക്കും അവസ്ഥ? അപ്പനും ചേട്ടനുമായിട്ടുള്ള പ്രശ്നങ്ങൾ എനിക്ക് അറിയാം. കാരണം ചേട്ടൻ മദ്യപിച്ച് കടന്നു വരുമ്പോൾ അപ്പ കയറി ചോദിക്കും. പിന്നെ പപ്പായുമായിട്ട് പഴയ പോലെ വഴക്കാണ്, പിന്നെ അമ്മയുമായിട്ട് വഴക്കാണ്. ഒരു കാര്യം, എന്തെങ്കിലും ഒരു നിസ്സാര കാര്യത്തിന് പോലും സ്വന്തം അപ്പായുടെ അതേ സ്വഭാവം ഏറ്റെടുത്ത് ചേട്ടനും എന്ത് ചെയ്യും, പാത്രങ്ങൾ എടുത്തെറിയും, ബക്കറ്റുകൾ തല്ലിപ്പൊട്ടിക്കും. അങ്ങനെ ഒരു കണ്ണ് കാണാൻ പറ്റാത്ത പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു രീതിയിൽ കൂടെ പോകുന്ന ഒരു അനുഭവം. ഞാന് ദുബായിലേക്ക് പോയി. അവിടെ ഇലക്ട്രീഷ്യന്റെ ജോലിയാണ് ചെയ്യുന്നത്. ഞാൻ ആദ്യമായിട്ട് പോവാ. ഇലക്ട്രീഷ്യൻ പഠിച്ചു കഴിഞ്ഞ് ഏകദേശം ഒരു വർഷം ഞാൻ നാട്ടിൽ ജോലി ചെയ്ത ശേഷം ഗൾഫിലേക്ക് പോവുകയാണ്. അവിടെ ഞാൻ ഇലക്ട്രീഷ്യന്റെ ഒരു വലിയ കമ്പനിയാണ്, വലിയ ഇന്റർനാഷണൽ കമ്പനിയാണ്. അവിടെ ദുബായിലുള്ള എല്ലാ ബാങ്കുകളുടെയും മെയിൻ്റനൻസ് വർക്കാണ്.
പുതിയതായിട്ട് ഒരു ബിൽഡിംഗ് തരും. ആ ബിൽഡിങ്ങിനകത്ത് ഒരു ബാങ്കോ അങ്ങനെയുള്ള സ്ഥാപനങ്ങളോ, അതിനകത്ത് ഇലക്ട്രീഷ്യന് പണിയാണ് ഞങ്ങൾക്ക്. ആ ഡെക്കിന്റെ മണ്ടയിലൊക്കെ പോയി കടന്നു ചെന്ന് വയറ് വലിക്കുകയും ഡ്രില്ല് ചെയ്യുകയും അങ്ങനെ ഇലക്ട്രീഷ്യന്റെ പണി അങ്ങനെ എനിക്ക് അറിയാം. ആ പണി ആയതുകൊണ്ട് പക്ഷെങ്കിൽ ആ പണിയുന്ന സമയത്തും വയറ് വലിക്കേണ്ട സമയത്തും വീട്ടിൽ വിളിക്കുമ്പോൾ ഇങ്ങനെ മോനെ പ്രശ്നം ഇങ്ങനെയാണ്, ചേട്ടൻ ഇങ്ങനെ വഴക്കുണ്ടാക്കി, അടുത്തുള്ള ചേച്ചിയുടെ അമ്മായിപ്പനുമായിട്ട് അല്ലെ അമ്മായിയുമായിട്ട് ഇങ്ങനെ പ്രശ്നമാണ്, അടുത്തുള്ള കൂട്ടുകാരുമായിട്ട് പ്രശ്നമാണ്, വീട്ടിലും ഭയങ്കര പ്രശ്നമാണ്. ഇങ്ങനെ കേൾക്കുമ്പോൾ എന്റെ ചങ്കിനകത്ത് പിടച്ചില്ല. എന്ത് ചെയ്യണം എന്നറിയാം. എനിക്കങ്ങ് പിന്നെ അങ്ങ് വെപ്രാളം എന്ന് പറയാം. അങ്ങനെ ഒരു പേടിയും ഭയപ്പാടും, വലിക്കുന്ന വയറ് പോലും കൺഫ്യൂഷൻ ആയി പോകുന്ന ഒരു അനുഭവത്തിലേക്ക് വരിക. പലപ്പോഴും എന്നെ അവിടുത്തെ മെയിൻ ആൾക്കാര് എന്നെ വലിയ ഇഷ്ടമാണ്. കാരണം ഞാൻ ഈ പണി സമയത്ത് എന്ന് പറഞ്ഞാൽ റെസ്റ്റ് ഇല്ല. ഞാൻ പണി സമയത്ത് പണി എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പണിയും. അങ്ങനെ ഒരു ഉഴപ്പ് ടൈപ്പ് എനിക്കില്ല. ഫുഡ് കഴിച്ചെന്ന് പറഞ്ഞാലും എനിക്കൊരു ടാർഗറ്റ് ഉണ്ട്, അത് എനിക്ക് തീർക്കണം. ഞാൻ ഇന്ന ദിവസം ഇന്ന പണി അല്ലെങ്കിൽ ഇത്ര മണിക്കൂർ കൊണ്ട് പണി തീർക്കണമെന്ന് ഞാൻ എന്ത് ചെയ്യും, എനിക്ക് തരുമ്പോഴേ ഞാൻ എന്റെ മനസ്സിൽ കണക്ക് കൂട്ടും. അവര് 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഞാനൊരു 3/4 മണിക്കൂറുകൊണ്ട് പണി തീർക്കാനുള്ള ഉത്സാഹം എനിക്ക് ഉണ്ടായിരുന്നുണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പം ദൈവത്തിന്റെ വേല ചെയ്യുമ്പോഴും അങ്ങനെ ഒരു ഉത്സാഹം എനിക്കുണ്ട്. അങ്ങനെ ഞാൻ ജോലി ചെയ്യുമ്പോഴും എന്റെ പ്രശ്നം, എന്റെ ഹൃദയത്തിനകത്തെ ചിന്ത പലപ്പോഴും എന്റെ ഭവനത്തെ കുറിച്ചാണ്. ഇങ്ങനെ ഞാൻ ജോലി ചെയ്യുമ്പോഴും അശ്രദ്ധമായി പോകുന്ന ഒരു അനുഭവത്തില് എന്നെ പലപ്പോഴും ഒരു വഴക്ക് പറയും. എന്താ നീ അശ്രദ്ധ കാണിക്കുന്നത്, നീ ഇലക്ട്രീഷ്യനെ പണിയല്ലേ, നമ്മൾ കുഞ്ഞു കളിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഇവരെന്ത് ചെയ്യും, അങ്ങനെ വഴക്ക് പറയാൻ തുടങ്ങി. അങ്ങനെ എന്റെ വയറ് വലിക്കുന്ന കണക്ഷന്റെ കാര്യങ്ങളൊക്കെ മാറാൻ തുടങ്ങി, എന്റെ ബുദ്ധി മാറാൻ തുടങ്ങി, എനിക്ക് എന്തെന്നില്ലാത്ത പ്രയാസം തുടങ്ങി, എനിക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയാത്ത അനുഭവം, എനിക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയാത്ത അനുഭവം. ഞാൻ പറഞ്ഞില്ലേ, വായ്ത്തത്തം കിടക്കുകയാ. ദൈവത്തിന്റെ വേല എന്നൊരു വായ്ത്തത്തം ദൈവത്തിന്റെ മേലെ വെച്ചിട്ടുണ്ട്. പക്ഷെ അതിലേക്ക് കടത്താതിരിക്കുവാൻ ഓരോ പദ്ധതികൾ പിശാചിടുകയാ. എന്ന് പറഞ്ഞാൽ എന്റെ ഭവനത്തിനകത്ത് പിശാച് നൃത്തമാടിയ ദിവസങ്ങളായിരുന്നു. പിശാച് നൃത്തമാടിയ ദിവസങ്ങൾ. അങ്ങനെ ഒരു തരത്തിൽ കൂടെ ഞാൻ പറയട്ടെ, അങ്ങനെ രാത്രിയുടെ യാമങ്ങളിൽ ഞാൻ എന്റെ റൂമിനകത്ത്, ദുബായിലുള്ള എന്റെ റൂമിനകത്ത് എന്റെ കൂട്ടുകാർ 10-12 പേരുണ്ട്. അവരെല്ലാം ഇരുന്ന് മദ്യപിച്ച് ചീട്ടും കളിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ബൈബിൾ എടുത്തുകൊണ്ട് ആ മരുഭൂമിക്കകത്ത് ആ ചൂട് കാറ്റ് സമയത്ത് ഞാൻ ഒരു പാറയുടെ പുറത്ത്, മരുഭൂമിയുടെ മണലും പാറയൊക്കെ ഉണ്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ എന്നോട് മനസ്സലിയണമേ, എനിക്ക് എന്റെ യേശുപ്പച്ച എനിക്കൊരു ഭവനം തരണമേ, എന്റെ കുടുംബത്തിന് സമാധാനം തരണമേ എന്നിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു കേട്ടോ. ഒരുപാട് നാളുകൾ ചൂട് സമയത്തും എല്ലാം എന്റെ റൂമിലുള്ള കൂട്ടുകാരെല്ലാം ഇങ്ങനെ ഇരുന്ന് മദ്യപിക്കുകയും ചീട്ട് കളിക്കുകയും ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ഒരു കാര്യം കൂടെ പറയാം, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാതിരിക്കത്തില്ല. ഏതു സമയത്തും നമ്മുടെ പ്രാർത്ഥന എന്റെ ദൈവത്തിന് മറുപടി തരും. അങ്ങനെ രാത്രിയുടെ യാമങ്ങളിൽ പ്രാർത്ഥിച്ചു, എനിക്കൊരു ഭവനം വേണം, എന്റെ ഭവനം മലയുടെ മണ്ടയ്ക്കാണ്, വെള്ളത്തിന് ബുദ്ധിമുട്ടാണ്. അങ്ങനെ വല്ലാത്തൊരു അനുഭവത്തിൽ കൂടാണ് ഞങ്ങൾ പോയത് കൊണ്ട് പ്രാർത്ഥിക്കുന്നതിനൊന്നും എനിക്ക് മടിയില്ലായിരുന്നു. ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ സഭയിൽ എവിടെ ചെന്ന് സഭയിൽ ശുശ്രൂഷിക്കാൻ ചെന്നാലും ഞാൻ പറയുന്ന ഒരു കാര്യം, എന്റെ സാക്ഷ്യം പറയുമ്പോൾ ഞാൻ പറയും, കുഞ്ഞുങ്ങളെ പ്രാർത്ഥന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. പ്രാർത്ഥിക്കുവാൻ ഞാൻ ഒരു കാര്യം പറയാം, നോഹ ആരും 8 പേരേ ഉള്ളൂ പെട്ടകത്തിനകത്ത്. പക്ഷെ നോഹ ദൈവത്തിന്റെ സന്നിധിയിൽ മുഴങ്കാലുകളെ മടക്കി പ്രാർത്ഥിച്ചപ്പോൾ നോഹ കഴിഞ്ഞ് ദൈവം അബ്രഹാമിനെ തെരഞ്ഞെടുത്തു. അബ്രഹാം പ്രാർത്ഥിച്ചപ്പോൾ അബ്രഹാമിന്റെ പ്രാർത്ഥനയിൽ ഇസഹാക്കിനെയും യാക്കോബിനെയും ഒക്കെ തെരഞ്ഞെടുത്തു. എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കാൻ ഇരുന്നാൽ നമ്മളെ ദൈവം എടുത്ത് ഉപയോഗിക്കാൻ ഇടയാകും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ കൊണ്ട് ദൈവം ഉപയോഗിക്കും. അതല്ല, നിങ്ങളുടെ തലമുറയെ കൊണ്ട് ദൈവം എടുത്ത് ഉപയോഗിക്കാൻ കഴിയുന്ന നാളുകളാണെന്ന് പറയുന്നതിൽ എനിക്കൊരു മടിയുമില്ല. അതിന്റെ അനുഭവസ്ഥനാണ് ഞാൻ. സ്തോത്രം. അങ്ങനെ അവിടെ ഏകദേശം 2 വർഷം ഞാൻ ജോലി ചെയ്തിട്ട് സാലറിയുടെ പ്രോബ്ലം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് സാലറി കൂട്ടിത്തരണം എന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, സാലറി കൂട്ടിത്തരണം എന്ന് ചോദിച്ച് അവരെനിക്ക് സാലറി കൂട്ടിത്തന്നില്ല. ഞാൻ പറഞ്ഞു ഞാൻ പോകുവാന്ന് പറഞ്ഞ് ഞാൻ നാട്ടിലേക്ക് വരുവാനിടയായി. നാട്ടിലേക്ക് വന്നു കഴിഞ്ഞ് അവിടെ ഞാൻ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്ത് ഇലക്ട്രീഷ്യന് പണിക്കൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് ആഗ്രഹിച്ച് ഞാൻ ഇലക്ട്രീഷ്യൻ ജോലിക്കൊക്കെ പോയി. പക്ഷെ ഒരു കാര്യമുണ്ട്, ദുബായിൽ വെച്ച് എന്റെ മൂക്കിന്റെ ഒരു സൈഡ് ഇങ്ങനെ വളവുണ്ട്, ഒരു എല്ലുണ്ട്, ഒരു ദശയുണ്ടായിരുന്നു. അപ്പം എനിക്ക് ശ്വാസം വിടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു അനുഭവം വന്നു ദുബായി വെച്ച്. തണുപ്പടിക്കുമ്പോൾ, ഡസ്റ്റ് കൊള്ളുമ്പോഴും, ഡസ്റ്റിന്റെ പണിയായിരുന്നു കൂടുതൽ ഡ്രില്ല് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് വല്ലാത്ത പ്രശ്നമായിരുന്നു. ശ്വാസം കിട്ടുന്നില്ല, എനിക്ക് മൂക്ക് അടയും രാത്രിയിൽ, എന്നിട്ട് വായി കൂടി
കൂടി ഇങ്ങനെ ശ്വാസം പോകുന്ന അനുഭവം, രാത്രിയിലൊക്കെ കൂർക്കം വലിക്കുന്ന ഒരു അനുഭവം ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഞാൻ ദുബായ് വന്ന ശേഷം ഞാൻ പറഞ്ഞു, എനിക്ക് ഈ ഡോക്ടറെ ഒന്ന് കാണണം, എനിക്ക് പറ്റുന്നില്ല, എനിക്ക് മൂക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് പത്തനംതിട്ട ഗവൺമെന്റ് ആശുപത്രിയിൽ ഞാൻ ചെന്ന് ഡോക്ടർ പറഞ്ഞു, മോനെ ഇത് മൂക്കിൽ ദശയുണ്ട്, അതുകൊണ്ടാണ് ശ്വാസം കിട്ടാത്തത്, നീ അത് ഓപ്പറേഷൻ ചെയ്ത് കളയണം എന്ന് പറഞ്ഞ് അവിടെ ഒരു ഓപ്പറേഷൻ ചെയ്തു. അതുകൊണ്ട് എന്നോട് പറഞ്ഞു, പൊടി ഒന്ന് വടിക്കണ്ട, പൊടി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് അലർജി വരും, ആകെ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് നീ എന്ത് ജോലിയാ ചെയ്യുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഡോക്ടർ ഞാൻ ഇലക്ട്രീഷ്യനാണ്, ഇലക്ട്രീഷ്യൻ പണി, പ്ലംബിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്, മോനെ തൽക്കാലം നീ ആ പണിയൊന്ന് ഉപേക്ഷിച്ചിട്ട് വേറെ എന്തെങ്കിലും ഒരു പണി ചെയ്യാനുള്ള പ്ലാൻ ചെയ്യ്, പൊടി അടിച്ചു കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നമുണ്ടാകും എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഓർത്തു ശരിയാ, പൊടി അടിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഓപ്പറേഷൻ കഴിഞ്ഞ സമയത്ത് പിന്നെ ഇലക്ട്രീഷ്യൻ പണിക്ക് എന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല. പണി മെയിൻ്റെനൻസ് പണി വല്ലതും വരുവാണെങ്കിൽ, വീടിന്റെ പ്രശ്നങ്ങൾ വല്ലതും വരുവാണെങ്കിൽ പോയി ശരിയാക്കി പ്ലംബിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ ഭവനത്തിലേക്ക് വരും. അങ്ങനെ ഒരു അനുഭവമായിരുന്നു ആ സമയത്ത്. അത് കഴിഞ്ഞ് വന്നപ്പോൾ വീണ്ടും ഏകദേശം ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ബെഹറിലേക്ക് ഒരു വിസ വന്നു. ഒരു ബെഹറിലെ പട്ടാള ക്യാമ്പിലേക്ക് ഒരു സപ്ലൈ ആയിട്ട്, അതായത് കേരളത്തിലുള്ള ചെങ്ങന്നൂർ എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ ഒരാള്, ഒരു വിശ്വാസിയല്ല, അദ്ദേഹം ഒരു മർത്തോമക്കാരനാണ്. അദ്ദേഹം എന്നെ എന്ത് ചെയ്തു, 40,000 രൂപ ഞാൻ കൊടുത്തിട്ട് എന്നെ അദ്ദേഹം ബെഹറിലേക്ക് കൊണ്ടുപോയി ഇലക്ട്രീഷ്യൻ മെയിൻ്റെനൻസ് പണിയാണെന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ കൊണ്ടുപോയി. അവിടെ പട്ടാളത്തിന്റെ ക്യാമ്പുണ്ട്, പട്ടാള ക്യാമ്പ്, യുദ്ധ വിമാനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ക്യാമ്പാണ്. അവിടെ എന്ത് ചെയ്തു, മെയിൻ്റെനൻസ് വർക്കായിട്ട് എന്നെ അവിടെ കൊണ്ടുപോയി. ഞാൻ ഏകദേശം രാവിലെ ഒരു 6 മണിക്ക് ഡ്യൂട്ടി കയറിയാൽ പിറ്റേ ദിവസം 1:30 വരെയാണ് ഡ്യൂട്ടി. മെയിൻ്റെനൻസ് വർക്ക് മാത്രം ചെയ്താൽ മതി. കറണ്ട് പോകുമ്പോഴോ, അവിടെയൊക്കെ വലിയ പട്ടാളത്തിന്റെ ക്യാമ്പൊക്കെ ആയതുകൊണ്ട് ലൈറ്റും കാര്യങ്ങളും എസിയും, ചൂട് സമയത്ത് വെയിലിന്റെ ആ കാഠിന്യം കൊണ്ട് വയറൊക്കെ കരിഞ്ഞു പോകും, അങ്ങനെ DV കത്തിപ്പോവും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നാം ഹെൽപ്പ് ചെയ്യണം. അങ്ങനെ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു, എന്റെ കൂടെ 2 പണിക്കാരെ എനിക്ക് തന്നു. 2 ബംഗ്ലാദേശിലുള്ള 2 പേരും കൂടെ എനിക്ക് ഹെൽപ്പറായിട്ടുണ്ട്. അങ്ങനെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ ഞാൻ ജോലി ചെയ്തിട്ട് എനിക്കൊരു റൂമുണ്ട്. റൂമിനകത്ത് ചെന്നിരുന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും. എന്റെ ചേച്ചി, ഞാൻ പറഞ്ഞില്ലേ കുട്ടനാട്ടിലുള്ള എന്റെ അമ്മയുടെ ചേച്ചിയുടെ മകള് ബെഹറിലാണ്, ചേച്ചി നേഴ്സാണ്. ചേച്ചി അവിടെ ഒരു ചർച്ചിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഇൻഡിപെൻഡന്റ് ചർച്ച്, പെന്തിക്കോസിലാണ് ചേച്ചി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയങ്ങളിൽ അവധി കിട്ടുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും, ചേച്ചിയുടെ കൂടെ പെന്തിക്കോസിൽ ചർച്ചില് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി പോകും. ആ സമയത്ത് മർത്തോമ സഭയൊന്നും ഇല്ല. സാധാരണ ഞാൻ മർത്തോമ സഭ നോക്കി പോകുന്ന ഒരാളാണ്. പക്ഷെങ്കിൽ ഞാൻ ചേച്ചിയോട് എന്ത് ചെയ്തു, ആ സഭയിലേക്ക് പോകുവാനിടയായി. അവിടെ നല്ല ആരാധനയും പ്രാർത്ഥനയും, ദൈവദാസന്മാർ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നു, ദൂത് പറയുന്നു, തികഞ്ഞൊരു ആത്മീയ അന്തരീക്ഷം, അന്യഭാഷ പറഞ്ഞു പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു ആഗ്രഹം, കർത്താവേ എനിക്ക് ഇതുപോലെ വലിയ ആഗ്രഹമാണല്ലോ, എനിക്ക് ഇതുപോലൊക്കെ ഒന്ന് സ്റ്റേജിൽ നിന്ന് ശുശ്രൂഷിക്കണം എന്നൊക്കെ ഹൃദയത്തിനകത്ത് എനിക്ക് ചിന്തയുണ്ടായിരുന്നു. പല സമയത്തും ചേച്ചി അച്ചാച്ചന് വണ്ടിയൊക്കെ ഉണ്ട്. ആ സമയത്ത് അച്ചാച്ചനും ചേച്ചി ഞാൻ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വ്യാഴാഴ്ച വൈകിട്ടേ ഞാൻ അവിടെ പോയിട്ട് വെള്ളിയാഴ്ച ആരാധന കഴിഞ്ഞ് അവർ തന്നെ എന്ത് ചെയ്യും, എന്നെ കൊണ്ട് എന്റെ റൂമിലേക്ക് വിടും. അങ്ങനെ പല ആഴ്ചകളിൽ ഞാൻ പോയി ആരാധിക്കും, ദൈവത്തെ സ്തുതിക്കും, മഹത്വപ്പെടുത്തും. ഇങ്ങനെ പല ദിവസങ്ങളിൽ ഞാൻ എന്റെ റൂമിനകത്ത്, ആ ബെഹറിലുള്ള എന്റെ റൂമിനകത്ത് ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കും. അന്ന് യൂണിഫോം ഒക്കെ അടിച്ചു വെച്ച് ഞാൻ എന്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞാൻ എന്റെ കയ്യിൽ കൊണ്ട് ഞാൻ നിലത്ത് വിരിച്ചിട്ടിട്ട് ഞാൻ മുട്ടുമടക്കിയിട്ട് ഞാൻ എന്റെ വീട്ടിലെ അവസ്ഥകളെല്ലാം പറഞ്ഞ് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും, ദൈവമേ എന്റെ കുടുംബത്തിനകത്ത് ഇങ്ങനെ ചില അവസ്ഥയാണല്ലോ, അപ്പൊ എന്റെ ഈ അവസ്ഥയൊന്ന് മാറ്റി തരണമേ. എല്ലാവരും കളിയാക്കുക, കൂട്ടുകാർ കളിയാക്കുന്നു, അയൽവക്കക്കാർ പറയുക, ഈ ശമൂഹന്റെ കുടുംബം ഇങ്ങനെ ഒരു മുടിഞ്ഞ കുടുംബമുള്ളൂ, അവൻ നശിച്ചു പോകത്തുള്ളൂ, അവന്റെ കുടുംബം മുടിഞ്ഞു പോകത്തുള്ളൂ, ഇങ്ങനെ വെള്ളമടിച്ച് മദ്യപിച്ച് അവന്റെ കുടുംബത്തേണ്ട അപ്പൻ, വല്യപ്പന്റെ അവൻ ഷൗമേന്റെ അപ്പ മദ്യപാനി, ഷൗമേല് മദ്യപാനി, അവന്റെ മൂത്ത മോന് മദ്യപാനി എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളെ കറിവേപ്പില പോലെ തള്ളിയിട്ട ഒരു സാഹചര്യമായിരുന്നു ആ സമയത്ത്. ആർക്കും ഞങ്ങളോട് വലിയ സ്നേഹമില്ലാത്ത ഒരു അനുഭവം, അങ്ങനെ ഒരു അനുഭവമായിരുന്നു. ഞങ്ങളുടെ പള്ളിക്കാർക്ക് പോലും ഞങ്ങളോട് വലിയ മതിപ്പില്ല. കാരണം ഞങ്ങളുടെ ചർച്ചിലുള്ള അല്ലെങ്കിൽ ഞങ്ങളുടെ മർത്തോമ പള്ളിയിലുള്ള എല്ലാവരും നല്ല ഹൈ ലെവലാണ്. മദ്യപിക്കത്തൊന്നുമില്ല, മദ്യപിച്ചാലും അവൻ അറിയത്തില്ല, അവർ മദ്യപിക്കുന്നവരാ, പക്ഷെങ്കിൽ മദ്യപിച്ചാലും നല്ല ഡീസൻസ് ആയിട്ട് ഇങ്ങനെ വഴിയിലൊന്നും കിടക്കുന്ന ആളല്ലായിരുന്നു.
അപ്പൊ അങ്ങനെ ഒരുപാട് പരിഹാസങ്ങളും നിന്ദകളും ഒക്കെ ഇങ്ങനെ അനുഭവിച്ച് ഞാൻ പറയും, കർത്താവേ, എന്റെ ദൈവമേ, എന്റെ കുടുംബത്തിനകത്ത് ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ, യേശുപ്പച്ച എങ്ങനെയെങ്കിലും വിടുവിക്കണമേ എന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്റെ ദൈവദാസനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം എന്നോട് ഇടപെടാൻ തുടങ്ങിയ, എന്നോട് പറയുക, നീ ബൈബിള്, നീ വചനം വായിക്കാൻ എന്നോട് ഇങ്ങനെ പറയുക, നീ വചനം വായിക്കാം, നീ വചനം വായിക്കാം. ഞാൻ ഇങ്ങനെ ഈ പ്രേരണ എന്റെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ ബൈബിൾ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ വായിക്കാൻ തുടങ്ങി. ഉൽപ്പത്തി പുസ്തകം മുതൽ വായിക്കുകയാ. ആദിയിൽ ദൈവം ഇങ്ങനെ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഇങ്ങനെ വായിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഡയറി ഉണ്ട്, വലിയൊരു ഡയറി. ആ ഡയറിക്കകത്ത് ഞാൻ ഇങ്ങനെ എഴുതാൻ തുടങ്ങി. ഈ ദൈവം പറയുന്ന കാര്യങ്ങൾ, ദൈവം എന്ന് വായിക്കാൻ പറഞ്ഞിട്ട് എന്റെ സംശയങ്ങൾ എഴുതാൻ തുടങ്ങി. അങ്ങനെ എഴുതി 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 ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ. പക്ഷെ ഇതൊന്നും അർത്ഥമൊന്നും അറിയത്തില്ലെങ്കിലും ഇരുത്തി വായിച്ച് ദൈവം ഇടപെടാൻ തുടങ്ങി. അതിനകത്തോട് ദൈവം എന്നോട് പറയുക, മോനെ, നീ വചനം ശരിക്കും വായിക്കണം. നീ പോകുന്ന ഇടത്ത്, നീ ഇപ്പോൾ പോകുന്ന ഇടത്ത് ഇത് യഥാർത്ഥമായ സ്ഥലത്തേക്കാണ് നീ പോയതെന്ന് ദൈവം പറയാൻ തുടങ്ങി. അങ്ങനെ ഞാൻ രാത്രി മുതൽ ഇരുന്ന് പ്രാർത്ഥിച്ച് വചനം വായിച്ച് ദൈവം എന്നോട് ഇടപെട്ടി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് ഒരു പദമുണ്ട്, നിന്റെ പാപം എത്ര കടും ചുമപ്പാണേലും ഈ പദം എന്റെ അകത്തേക്ക് വരികയാ. ഞാൻ പറഞ്ഞു, ദൈവമേ, കടും ചുമപ്പുള്ള പാപത്തെ ഹിമം പോലെ വെളുപ്പിക്കാൻ കഴിയുമെങ്കിൽ എന്റെ പാപത്തെ ഒന്ന് വെളുപ്പിക്കണം, എന്റെ കുടുംബത്തിന്റെ പാപത്തെ വെളുപ്പിക്കണം എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്താ പാപം തിരക്കാൻ തുടങ്ങി. ഈ പാപം എങ്ങനെ ഉണ്ടായെന്ന് അന്വേഷിക്കാൻ തുടങ്ങി. പലരോടും ചോദിക്കാൻ തുടങ്ങി. ദൈവദാസനോട് ചോദിക്കാൻ തുടങ്ങി. എന്റെ ചേച്ചിയോട് ഞാൻ ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ ചേച്ചി, അങ്ങനെ എന്റെ ആ ദൈവദാസൻ ഓരോ കാര്യങ്ങൾ പറയുക. പറഞ്ഞു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ സേവിക്കുന്ന ദൈവത്തെ കൽപ്പന അനുസരിച്ച് മുന്നോട്ട് പോയെങ്കിലേ അവൻ ദൈവത്തിന്റെ മക്കളെന്ന പദവി കിട്ടത്തുള്ളൂ എന്ന് മനസ്സിലാകാൻ തുടങ്ങി. സ്നാനം യഥാർത്ഥമാണെന്ന് മനസ്സിലാകാൻ തുടങ്ങി. രക്ഷയിലേക്ക് എങ്ങനെ വരണമെന്ന് മനസ്സിലാകാൻ തുടങ്ങി. അങ്ങനെ ഓരോ കാര്യങ്ങളും ആ റൂമിനകത്ത് ദൈവം എന്നോട് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ എന്റെ റൂമിലേക്ക് കടന്നു വരുന്നവരോട് ഞാൻ യേശുവിനെ കുറിച്ച് പറയാൻ തുടങ്ങി. ദൈവമായിട്ടുള്ള ആഴത്തിലേക്ക്, ഒരു ബന്ധത്തിലേക്ക് ആ സാഹചര്യങ്ങൾ എന്നെ ഒരുക്കുകയാ. എന്റെ ഭവനത്തിലേക്ക് വിളിച്ചാൽ ഭവനത്തിൽ പറയും പ്രശ്നങ്ങളാ, പ്രയാസങ്ങളാ, ഇത് മാത്രമേ കേൾക്കാനുള്ളൂ. അപ്പനുമായിട്ട് വഴക്കാണ്, ചേച്ചിയുമായിട്ട് വഴക്കാണെന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ ഞാൻ മുഴങ്കാലുകളെ മടക്കിയിട്ട് പറയും, അപ്പാ, എന്റെ പാപത്തെ ക്ഷമിച്ച് എന്റെ കുടുംബത്തിനകത്തൊരു സമാധാനം തരണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. രാത്രിയുടെ യാമങ്ങളിൽ ഓരോ ജോലി ഇങ്ങനെ കരണ്ട് പോയി എന്നൊക്കെ പറയുമ്പോഴും ആ സമയത്ത് ഞാൻ യൂണിഫോം ഇട്ട് അവിടെ ചെന്ന് ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് വീണ്ടും എന്ത് ചെയ്യും, എനിക്ക് ഉറക്കമില്ലാത്ത രാത്രി. അങ്ങനെ ഏകദേശം 1 വർഷം അവിടെ ജോലി ചെയ്യുക. ജോലി ചെയ്ത് ദേവദാസനെ ഞാൻ ജോലി ചെയ്ത് കഴിഞ്ഞ് എനിക്ക് 3 മാസം കഴിയുമ്പോഴാണ് 1 മാസത്തെ സാലറി കിട്ടുന്നത്. എനിക്ക് ശരിക്കും പട്ടിണിയാവുന്ന ഒരു അവസ്ഥ. കുബൂസും തൈരും മാത്രം കഴിച്ചൊരു അനുഭവം. എന്റെ റൂമിനകത്ത് വരുമ്പോൾ പട്ടിണിയോട് പട്ടിണി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഈ ക്യാമ്പിൽ വരുമ്പോൾ എനിക്ക് ആഹാരം ഇഷ്ടം പോലെ കിട്ടും, ബിരിയാണി കിട്ടും, അങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷെങ്കിൽ റൂമിലേക്ക് പോയി കഴിയുമ്പോൾ പട്ടിണിയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എന്തെടുക്കണമെന്ന് അറിയത്തില്ല. വല്ലാത്ത നിരാശ, പട്ടിണിയോട് പട്ടിണി. വീട്ടിലേക്ക്, ഭവനത്തിലേക്ക് പൈസ കൊടുക്കുവാനില്ല. 40,000 രൂപ കടം മേടിച്ചാണ് ഞാൻ വന്നത്. എങ്ങനെ ഇത് അടയ്ക്കുമെന്ന് അറിയത്തില്ല. അപ്പൻ ആ സമയത്ത് മഞ്ഞപ്പിത്തം വന്നുണ്ടോ, അധികം പണിക്ക് പോകാനും കഴിയാത്തൊരു അനുഭവം. ചേട്ടൻ ഇങ്ങനെ മദ്യപിച്ചു പോകുന്ന അനുഭവം. വീട്ടിനകത്തെ അന്തരീക്ഷം, വല്ലാത്തൊരു അന്തരീക്ഷം. അപ്പച്ചൻ ആ സമയത്ത് മരിച്ചു പോകാനിടയായി. അങ്ങനെ വല്ലാത്തൊരു അനുഭവത്തിൽ കടന്നു പോയപ്പോൾ ഞാൻ എന്നെ കൊണ്ടുപോയ വ്യക്തിയോട് പറഞ്ഞു, എന്റെ പൊന്നു ചേട്ടാ, എന്നെ വിട്ടേര്, എനിക്ക് ഇവിടെ നിൽക്കണ്ട. ഒന്നെങ്കിൽ ഞാൻ പട്ടിണിയോട് പട്ടിണി, എനിക്ക് എന്റെ ഭവനത്തിൽ പോകണമെന്ന് പറഞ്ഞ് ആ 1 വർഷം ഞാൻ നിന്നു. അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹം എന്ത് ചെയ്തു, എനിക്ക് പെൻഡിങ് ഉള്ള സാലറി എല്ലാം വഴക്കുണ്ടാക്കി ഞാൻ മേടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ തിരികെ നാട്ടിലേക്ക് വരികയാണ്. നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് മർത്തോമ പള്ളിയിലേക്ക് പോകുവാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. എനിക്ക് അവിടുത്തെ ആരാധനയോട് യോജിക്കാൻ കഴിയുന്നില്ല, ആരാധന ക്രമം വായിക്കാൻ കഴിയുന്നില്ല. എങ്കിലും ഞാൻ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. അവിടെ കുരിശു വരയ്ക്കാൻ എനിക്ക് എന്റെ കാര്യം സാക്ഷ്യമായോണ്ട് എനിക്ക് പറയാമല്ലോ, എനിക്ക് പ്രാർത്ഥിക്കാൻ, അവിടുത്തെ ആരാധനയോട് അങ്ങോട്ട് യോജിക്കാൻ കഴിയുന്നില്ല. കുരിശു വരയ്ക്കാൻ പറഞ്ഞ് എനിക്കത് പറ്റുന്നില്ല. എന്റെ കയ്യിൽ ആരോ പിടിച്ച് താക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വരികയാണ്. ഞാൻ ചോദിച്ചു, എന്താ ദൈവമേ ഒരു അനുഭവം, എന്താ ഇങ്ങനെ വരുന്നത്, എനിക്കറിയത്തില്ലെന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കൃത്യം പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞാൻ ഒരു ഉച്ച സമയമാണ്.
ഉച്ച സമയത്ത് ഞാൻ ഭിത്തിയോട് ചേർന്ന് എന്റെ റൂമിനകത്ത് ഇരിക്കുമ്പോൾ ദൈവം എന്നെ ഒരു സ്വപ്നം കാണിക്കുക. ആ സ്വപ്നം ഇങ്ങനെയാണ്. ഞാൻ ഒരു വലിയൊരു തോട്, ആ തോട്ടിനകത്ത് ഒരു വെളുത്ത വസ്ത്രം ധരിച്ച ഒരു മനുഷ്യൻ നിൽക്കുകയാണ്. ഞാൻ തോടിന്റെ മറുകരയിൽ ഇങ്ങനെ ഇരിക്കുക. ഇരുന്നപ്പോൾ എന്റെ അടുക്കലേക്ക് അദ്ദേഹം എന്നെ കൈയാട്ടി വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ എന്ന് പറയുന്ന ആ ഒരു സ്വപ്നം കണ്ടു. ഞാൻ ഇങ്ങനെ അദ്ദേഹം പറഞ്ഞ അതിലേക്ക് ഞാൻ നടന്നു ചെല്ലുക. നടന്നു ചെന്ന ഒരു തോട്ടിലേക്ക് ഞാൻ ഇറങ്ങി ചെന്നിട്ട് ആ വെള്ള വസ്ത്രം ധരിച്ച ആ മനുഷ്യൻ വെള്ളം എടുത്ത് ഒറ്റ ചെപ്പ്. ഇത്രയും മാത്രം ഞാൻ സ്വപ്നം കണ്ടു. ഞാൻ പെട്ടെന്ന് ഞെട്ടി എന്ത് ചെയ്തു? ഉച്ച സമയത്ത് എനിക്ക് നല്ല ബോധമുണ്ട്, ഒരു ബോധം എന്ന് പറഞ്ഞാൽ പകുതി ബോധമുള്ള എനിക്ക് നന്നായിട്ട് അറിയാം ഉച്ച സമയമാണെന്നും കിടക്കുകയാണെന്നും നല്ലൊരു ബോധം എനിക്കുണ്ട്. ആ സമയത്താണ് എന്ത് ചെയ്തത്? ഞാൻ ഈ സ്വപ്നം കണ്ടത്. ഞാൻ ആരോടും പറഞ്ഞില്ല. എന്റെ അമ്മയുടെ രണ്ടാമത്തെ ചേച്ചി ഈ കോന്നിയിൽ തണ്ണിത്തോടിലാണ്. അമ്മയുടെ പേര് വത്സമ്മ എന്നാണ്. ഞാൻ ചർച്ച് ഓഫ് ഗോഡിലാണ് അമ്മയും പോകുന്നത്. അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ ഇങ്ങനെ ഒരു സ്വപ്നം ഞാൻ കണ്ടു, എന്താന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ അമ്മ എന്നോട് പറഞ്ഞു, മോനെ നീ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചവനാണോ? നീ സ്നാനത്തെ കുറിച്ച് വല്ലതും പറഞ്ഞോ? നീ പ്രാർത്ഥിച്ചോ? ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ സ്നാനത്തെ കുറിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഈ സ്വപ്നം കണ്ടപ്പോ എന്നോട് പറഞ്ഞു, മോനെ നീ ധൈര്യമായിട്ടിരി, നിന്റെ സ്നാനത്തെ കുറിച്ച് ദൈവം കാണിക്കുന്നത് എന്ന് പറയാനിടയായി. ഞാൻ ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമേ ഈ സ്നാനപ്പെടുന്ന എനിക്കറിയാം, എന്റെ അപ്പനോ എന്റെ അമ്മയോ എല്ലാം മർത്തോമ സഭയിൽ അപ്പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ അച്ഛനുമായിട്ട് വലിയ ചേട്ടനും അല്ലെങ്കിൽ അമ്മയൊക്കെ വലിയ കൂട്ടാണ്. അവരെ വഴക്ക് പറയുമോ, അവര് കളിയാക്കുമോ? എന്റെ ബന്ധക്കാർ മുഴുവൻ മർത്തോമക്കാരാണ്, വലിയ വലിയ പൊസിഷനിൽ ഇരിക്കുന്നവരാണ്. ഇങ്ങനെ ചിന്തിക്കും. ഞാൻ ഓർത്ത്, ദൈവമേ ഇത് ശരിയാണോ? എന്റെ അബദ്ധത്തിലാണോ ഞാൻ ചെല്ലുന്നത്? അതോ എന്താ സംഭവം എന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം വീണ്ടും പറഞ്ഞു, മോനെ ദൈവത്തിന്റെ കൽപ്പന പ്രമാണിക്കാം. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ തീരുമാനമെടുത്തു. ഞാൻ എന്ത് ചെയ്യും? എനിക്ക് സ്നാനപ്പെടാൻ തീരുമാനമായി. എന്റെ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു, ഷൈജു. ഇന്ന് അദ്ദേഹം പാസ്റ്ററാണ്. അദ്ദേഹം ആ സമയത്ത് പാസ്റ്ററായിരുന്നു. ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു പാസ്റ്ററെ, ഇങ്ങനെ അന്ന് ഞാൻ ഷൈജു എന്ന പേര് പിടിക്കുന്നത് കേട്ടോ. എന്റെ ഷൈജു പാസ്റ്റർ, എനിക്ക് ഇങ്ങനെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു, എനിക്ക് ഇത് സ്നാനപ്പെടണം ആഗ്രഹമുണ്ട്. അദ്ദേഹം പറഞ്ഞു, എന്നാ നിനക്ക് സ്നാനപ്പെടാനുള്ള സമയമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്റെ വീട്ടില് അമ്മയോടും അപ്പായോടും പറഞ്ഞു, അപ്പ ഇങ്ങനെ ഞാൻ സ്നാനപ്പെടാൻ ആഗ്രഹിക്കുന്നു. കാരണം ഞാൻ പ്രാർത്ഥിച്ചു, ദൈവത്തിന്റെ വചനം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി യഥാർത്ഥമായ രക്ഷ, യഥാർത്ഥമായ സ്നാനം എന്തെന്നുള്ള കാര്യം എന്റെ ദൈവം എനിക്ക് വ്യക്തമാക്കി തന്നതുകൊണ്ട് ഞാൻ ദൈവത്തിന്റെ കൽപ്പന പ്രമാണിക്കാൻ പോവാന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, അങ്ങനെ എന്തിനാ ചെയ്യുന്നേ? അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. നീ ഇപ്പൊ മർത്തോമ സഭയിൽ നിൽക്കുകയല്ലേ? എടാ, മർത്തോമ സഭയിലെ ബൈബിളും നീ പോകുന്ന ബൈബിളും എല്ലാം ഒന്നല്ലേ? നമ്മൾ യേശുവിനെ തന്നെയല്ലേ വിളിക്കുന്നത് എന്ന് ഇവരെ പറയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, അല്ല, ഇതിന് ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ഞാൻ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ദൈവം എന്നോട് പറഞ്ഞതുപോലെ ഞാൻ പറയാൻ തുടങ്ങി. പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് ഏകദേശം കാര്യങ്ങൾ അല്പം മനസ്സിലായെങ്കിലും പറഞ്ഞു, ഇനി നിന്റെ ഇഷ്ടം പോലെ നീ ചെയ്യെന്ന് പറഞ്ഞ് അവർ പറഞ്ഞു, നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്തു. അങ്ങനെ ഞാൻ കൃത്യം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ ഏകദേശം ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു? സ്നാനപ്പെടാൻ തീരുമാനിച്ച് കോന്നിയിലുള്ള ഒരു ദേവദാസൻ, ഷമുവേൽ എന്ന് പറഞ്ഞൊരു ദേവദാസന്റെ കൈക്കീൽ എന്ത് ചെയ്തു? സ്നാനപ്പെടുവാനിടയായി. സ്തോത്രം. അങ്ങനെ സ്നാനപ്പെട്ടപ്പോൾ എന്റെ അച്ഛൻ, പള്ളിയിലെ അച്ഛൻ പറഞ്ഞു, നീ എന്തിനാ സ്നാനപ്പെട്ടെ? നീ ഇങ്ങനെ നിനക്ക് കുറെ പണിയില്ലേ? നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? എന്നോട് ചോദിക്കാൻ തുടങ്ങി. തിരുമേനിമാർ ചോദിക്കാൻ തുടങ്ങി, കൂട്ടുകാർ ചോദിക്കാൻ തുടങ്ങി. എന്റെ ഒരു ബന്ധുമിത്രാദി പറഞ്ഞു, നിനക്കൊരു പണിയില്ലേ എന്ന് പറയാൻ തുടങ്ങി. അയൽവക്കത്തുള്ളവർ പറയുക, അവനേതോ പെന്തിക്കോസിലെ ഏതോ പെണ്ണുമായിട്ട് സ്നേഹത്തില, അല്ലെങ്കിൽ അവനൊക്കെ ഇങ്ങനെ പോകേണ്ട കാര്യമുണ്ടോ എന്ന് പറഞ്ഞ് പരിഹസിക്കാൻ തുടങ്ങി, നിന്ദിക്കാൻ തുടങ്ങി. പരിഹാസത്തിന്റെയും നിന്ദയുടെയും നടുവിൽ ഞാൻ ഇങ്ങനെ തല താഴ്ത്തി കുനിച്ചു നടക്കുകയാ. എന്തു പറയണമെന്നറിയത്തില്ല. ഞാൻ എടുത്തത് അബദ്ധമായോ ദൈവമേ എന്ന് ചില ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാൻ കഴിയത്തില്ല. അതുപോലുള്ള സാഹചര്യങ്ങൾ, സമ്മർദ്ദങ്ങൾ എന്നെ ഇട്ട് ഞെരുക്കുവാൻ തുടങ്ങി. പരിഹാസം, നിന്ദകൾ തുടങ്ങി. ഇതുപോലെയാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഇത് പറയുമ്പോൾ നെഹമ്യാവിന്റെ അനുഭവത്തിലേക്ക് ഒന്ന് കടന്നു വരിക. എന്താണെന്നറിയാമോ? നെഹമ്യാവിനോട് ദൈവം പറഞ്ഞു, നീ മതില് പണിയാൻ വേണ്ടി നെഹമ്യാവ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ സൻബല്ലത്തും തോബിയാവും ഇവന് നേരെ വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കി, ഇവനെ പരിഹസിക്കാൻ തുടങ്ങി, ഇവനെ നിന്ദിക്കാൻ തുടങ്ങി. പക്ഷെ അകത്ത് പ്രാർത്ഥനയുള്ളവൻ, അകത്ത് ദൈവത്തിന്റെ ആത്മാവുള്ളവൻ അത് പണി പൂർത്തീകരിക്കും വരെ അവന് എന്ത് തടസ്സങ്ങൾ വന്നാലും അവനെ പണിയിപ്പിക്കുവാൻ, ആ മതില് പണി പൂർത്തീകരിക്കുവാൻ ദൈവം നെഹമ്യാവിന്റെ കൂടെ നിന്നതുപോലെ എന്റെ കൂടെയും ദൈവം നിൽക്കുവാനിടയായി.
പരിഹാസങ്ങൾ വന്നേക്കാം, പ്രശ്നങ്ങൾ വന്നേക്കാം, നിന്ദകൾ വന്നേക്കാം, ഒറ്റപ്പെടൽ വന്നേക്കാം. പക്ഷെ എന്നെ കേൾക്കുന്ന എന്റെ പ്രിയമുള്ള ശ്രോതാക്കളെ, പരിഹാസങ്ങളുടെ നടുവിലും പ്രശ്നങ്ങളുടെ നടുവിലും നമ്മളെ കാണുവാൻ ഒരു വ്യക്തിക്ക് കഴിയത്തില്ല, നമ്മളെ സഹായിക്കാൻ ആരും കാണത്തില്ല. പക്ഷെ സ്വർഗത്തിലെ തമ്പുരാൻ പറഞ്ഞു, മോനെ ഞാൻ നിന്നെ കൂടെയുണ്ട്, ഞാൻ നിന്റെ പേര് ചൊല്ലി വിളിക്കുന്നവനാ. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലിൽ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ എനിക്കുള്ളവൻ തന്നെ, ഞാൻ നിന്റെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ വെള്ളത്തിൽ കൂടെ പോകേണ്ടി വരും, നീ നദിയിൽ കൂടെ പോകേണ്ടി വരും, അഗ്നി ജ്വാലയിൽ കൂടെ പോകേണ്ടി വരും. പക്ഷെ നിനക്കൊരു പോറൽ പോലും വരുത്താതെ ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്നുള്ള വാഗ്ദത്തം പോലെ ഇന്ന് എന്നെ കേൾക്കുന്ന എന്റെ പ്രിയമുള്ളവരെ, പ്രതികൂലത്തിലൂടെ പോകേണ്ടി വരും, പ്രശ്നത്തിൽ കൂടെ പോകേണ്ടി വരും. പക്ഷെ അവിടെയും കൂടെ നിൽക്കുവാൻ എന്റെ സ്വർഗത്തിലെ തമ്പുരാനുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ചില സാഹചര്യങ്ങളോട് ഞാൻ നടന്നു പോയപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഞാൻ കരയാൻ തുടങ്ങി. എനിക്ക് ഒരു നിവൃത്തിയില്ല, ഇലക്ട്രീഷ്യന് പണിക്ക് പോകാൻ കഴിയത്തില്ല. അനേകര് പറയുന്നു അപ്പൻ പണിക്ക് പോയി, അവൻ വയ്യാതെ മഞ്ഞപ്പിത്തം വന്നപ്പോഴും അപ്പൻ പണിക്ക് പോയി, മക്കളെ പോറ്റുന്ന പ്രായമായിട്ടും അപ്പനെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന പിള്ളേര് എന്ന് പറഞ്ഞ് പലരും കളിയാക്കാൻ തുടങ്ങി. ഇലക്ട്രീഷ്യന്റെ പണി ചെയ്യാൻ കഴിയത്തില്ല ദൈവമേ എന്ന് പറഞ്ഞ് ഞാൻ ഒരു ഓട്ടോ എടുക്കാൻ തുടങ്ങി. ഒരു ഓട്ടോ എടുത്ത് ചെങ്ങറമുക്ക് എന്ന് പറഞ്ഞ കുമ്പ്രാമ്പുയ ചെങ്ങറമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് സെക്കൻഡ് ഹാൻഡ് ഒരു ഓട്ടോ എടുത്ത് ഓടിക്കുക. അങ്ങനെ എന്റെ ഒരു കൂട്ടുകാരൻ, ഞാൻ മുമ്പേ പറഞ്ഞ ഷൈജു എന്ന് പറഞ്ഞ ആ പ്രിയപ്പെട്ടവന് ഒരു ഓട്ടോയുണ്ട്. ഞങ്ങള് രണ്ടുപേരും എനിക്ക് വേണ്ടി ഒരു ഓട്ടോ പോയി കണ്ട്. ഒരു ഓട്ടോ അന്ന് ബെഹറിൽ നിന്ന് വന്നതുകൊണ്ട് എനിക്കൊരു 2-3 പവന്റെ മാലയുണ്ട്, ഒരു ചെയിൻ ഉണ്ട്, കുറച്ച് പൈസയൊക്കെ ഉണ്ട്. എന്റെ മാല പണയം വെച്ചിട്ട് 3 പവന്റെ മാല പണയം വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഓട്ടോ എടുത്തിട്ട് ചെങ്ങണമുക്കിൽ ഇങ്ങനെ ഓടിക്കുന്ന സമയത്ത് ഞാൻ ഈ സ്നാനപ്പെടുന്നതിന് ഒരു 2-3 വർഷം മുമ്പ് എനിക്കൊരു എന്റെ ഒരു സഹോദരിയുടെ ഭവനത്തിൽ ഞാൻ പോയ സമയത്ത് അവിടെ ആ സഹോദരിക്ക് എന്റെ പെങ്ങൾക്ക് ഒരു അസുഖം വന്നപ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു ദേവദാസൻ വന്നു. ആ ദേവദാസന്റെ പേര് പ്രജിത്ത് പി മാത്യു എന്നാണ്. അദ്ദേഹമായിട്ട് നല്ല കൂട്ടാണ്. ഞാൻ മർത്തോമ സഭയിൽ നിൽക്കുമ്പോൾ തന്നെ കൂട്ടാണ്. ഞാൻ സ്നാനപ്പെട്ട ശേഷവും അദ്ദേഹത്തിന് നല്ല കൂട്ടാണ്. അങ്ങനെ ഒരു ദിവസം ഞാൻ ഓട്ടോ ഓടിച്ച് എന്റെ സ്റ്റാൻഡിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ഞാൻ വളരെ ഭാരത്തോടെ ഇങ്ങനെ ഇരിക്കുക. ഒരു സമാധാനമില്ല, വീട്ടിനകത്ത് വല്ലാത്ത അന്തരീക്ഷമാണ്. എന്റെ ചേച്ചിയും ചേട്ടനുമായിട്ട് വഴക്കാണ്, എന്റെ അപ്പനും ചേട്ടനുമായിട്ട് വഴക്കുണ്ടാക്കുന്നു, അമ്മയ്ക്കൊന്നും പറയാൻ കഴിയാത്ത അവസരം, അപ്പച്ചന് ഇല്ലാത്തത് കൊണ്ട് അമ്മച്ചി ഒറ്റപ്പെട്ട ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അമ്മച്ചി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു വല്ലാത്തൊരു അനുഭവത്തിൽ കൂടെ ഞങ്ങളുടെ കുടുംബം ഇങ്ങനെ കടന്നു പോവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു അനുഭവം, എനിക്ക് ജീവിക്കണ്ട എന്ന് തോന്നുന്ന ചില മേഖലയിലേക്ക് കടന്നു വന്നപ്പോൾ ഞാൻ ഒരു ദിവസം ദേവദാസനെ വിളിച്ചു, പ്രജിത്ത് പാസ്റ്ററെ, ദേവദാസനെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്, ഞാൻ വല്ലാത്ത നിരാശനാണ്, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ദേവദാസ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിലൂടെ പ്രതാപൻ എന്ന് പറഞ്ഞ ഒരു ദേവദാസനും ഉണ്ടായിരുന്നു. പ്രതാപൻ പാസ്റ്റർ, പ്രജിത്ത് പാസ്റ്റർ, ഇവര് ഒരു മിനിസ്ട്രി ഇവരെ ഒരുമിച്ചാണ് മീറ്റിങ്ങിനും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ ഈ ദേവദാസനെ വിളിച്ചപ്പോൾ പ്രജിത്ത് പാസ്റ്റർ പെട്ടെന്ന് ഈ പ്രതാപൻ എന്ന് പറഞ്ഞ ദേവദാസന്റെ കയ്യിലേക്ക് ഫോൺ കൊടുത്തു. അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് അദ്ദേഹത്തിന് വെളിപ്പെടുത്തി എന്നോട് പറഞ്ഞു, മോനെ നീ ഒരു വില്ലേജ് ഓഫീസറായിട്ട് നിൽക്കുന്നതായിട്ട് ദൈവത്തിന്റെ ആത്മാവിനെ കാണിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞാനൊരു ദൈവമേ, ഞാൻ വില്ലേജ് ഓഫീസ് നിൽക്കുന്ന എന്റെ കാര്യം എന്താ, ഞാൻ പറഞ്ഞില്ല എനിക്കൊരു വീട് വേണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. ഇതൊന്നും എനിക്ക് തലയിൽ കയറിയില്ല. ഞാൻ പക്ഷേ ആ വാഗ്ദത്തം എന്ത് ചെയ്തു, പറഞ്ഞ ദൂത് ഞാൻ ഏറ്റെടുത്ത് സ്തോത്രം പറഞ്ഞു. അതിനുശേഷമായിട്ട് പ്രജിത്ത് പാസ്റ്റർ എന്നോട് പറഞ്ഞു, മോനെ ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പ്രാർത്ഥിച്ച ശേഷം എന്നോട് പറഞ്ഞു, റാന്നിയില് ഒരു ക്യാമ്പ് ഉണ്ട്, ആ ക്യാമ്പിന് നീ വന്ന് പങ്കെടുക്കണം എന്ന് പറഞ്ഞ് അടയാളം സഹിതം എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ദേവദാസനെ ഞാൻ വന്നേക്കാം എന്ന് പറഞ്ഞ് ഒരു പകൽ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ദേവദാസൻ പറഞ്ഞ ആ ഒരു ക്യാമ്പിലേക്ക് എന്ത് ചെയ്തു പോകുവാൻ വേണ്ടി ആഗ്രഹിച്ച് ആ ഓട്ടോയ്ക്കകത്ത് കയറി ഉടുപ്പൊക്കെ ഇട്ട്, യൂണിഫോം ഒക്കെ ഇട്ട്, ചെക്കിംഗ് ഒന്നും പിടിക്കണമെന്ന് പറഞ്ഞ് യൂണിഫോം ഒക്കെ ഇട്ട് ഞാൻ ഇങ്ങനെ ചെല്ലുകയാണ്. അത് എവിടാന്ന് ചോദിച്ചാൽ നമ്മുടെ സുനിയൈക്കാട് പാസ്റ്ററിന്റെ ക്യാമ്പാണ്. അവിടേക്ക് ചെല്ലാനാണ് പ്രജിത്ത് പാസ്റ്ററിനെ വിളിച്ചത്. പ്രജിത്ത് പാസ്റ്റർ പറഞ്ഞു, മോനെ നിന്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ദൈവം മാറ്റും, നീ നീ ഒറ്റയ്ക്കല്ലേ വിശ്വാസത്തിലേക്ക് വന്നത്, നീ ധൈര്യമായിട്ട് പോര് എന്ന് പറഞ്ഞ് ദേവദാസൻ പറഞ്ഞ പ്രകാരം ഞാൻ റാന്നിലുള്ള സുനിയൈക്കാട് പാസ്റ്ററിന്റെ ആ ക്യാമ്പിലേക്ക് ചെല്ലുകയാണ്. അദ്ദേഹത്തിന്റെ ക്യാമ്പ് ആ സമയത്ത് എല്ലാ മാസവും തിങ്കളാഴ്ച മുതൽ ബുധനാഴ്ച ഉച്ച 2 മണി വരെ ക്യാമ്പാണ്. ഞാൻ ഓട്ടോ ഒക്കെ ഓടിക്കുന്നുണ്ട്. രാത്രി എനിക്ക് ആ സമയത്ത് പോകാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ പകൽ സമയത്ത്, ഉച്ചയായ സമയത്ത്, ഒരു 11-10 10:30 ആയ സമയത്ത് ഞാൻ
അദ്ദേഹത്തിന്റെ ക്യാമ്പിന്റെ അന്ന് ഓലപ്പരയാണ് 2018 സമയമാണ് ഞാൻ പറയുന്നത്. ഓലപ്പരയ്ക്കകത്ത് ക്യാമ്പ്, ഭയങ്കര പ്രാർത്ഥനയും ആരാധനയും. അങ്ങനെ ഞാൻ ആ ക്യാമ്പിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊന്നും എനിക്ക് വലിയ വശമില്ല. ഞാൻ സ്നാനപ്പെട്ട ശരിയാണ്, പക്ഷെ പരിശുദ്ധാത്മാവിനെ എന്താണ് ഈ ശരിക്കുള്ള ആരാധന എന്തെന്നോ എനിക്ക് വലിയ ചില മാസങ്ങളായിട്ടേ ഉള്ളൂ ഞാൻ സ്നാനപ്പെട്ട ശേഷം. ഇങ്ങനെ ഞാൻ കടന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കറിയത്തില്ല, ഞങ്ങളുടെ ചർച്ചിനകത്ത് ഇല്ലാത്ത പ്രത്യേക എന്ന് പറഞ്ഞാൽ വല്ലാത്ത വേറൊരു അനുഭവത്തിലേക്ക് ഞാൻ അവിടെ കാണുക. എന്ന് പറഞ്ഞാൽ എല്ലാവരും എഴുന്നേറ്റ് ദൈവത്തെ ആരാധിക്കുന്നു, അന്യഭാഷ പറയുന്നു. ഞാൻ ആദ്യമായിട്ടൊക്കെ അന്യഭാഷ സത്യം പറഞ്ഞ ചർച്ചിനകത്ത് പറയുമെങ്കിലും വളരെ വ്യത്യസ്തമായിട്ട് ഒരു അനുഭവം. അന്യഭാഷ പറയുന്നു, പ്രാർത്ഥിക്കുന്നു, ഭയങ്കര ഒരു ആത്മീയ അനുഭവം. അവിടുന്ന് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് അവിടെ പോകാനിടയായി. ആദ്യത്തെ ദിവസം എനിക്ക് ശ്രീ പാസ്റ്റർ തന്റെ സാക്ഷ്യം പറഞ്ഞു, വചനമൊക്കെ സംസാരിക്കുമ്പോൾ ഞാനിങ്ങനെ കേട്ട് അന്തം വിട്ടിരിക്കുക. ഏകദേശം ദേവദാസൻ പറഞ്ഞ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ അത് വലിയ സാക്ഷ്യമാണ്. അത്രയും സാക്ഷ്യം, അങ്ങനെ ദേവദാസനെ ദൈവം മാറ്റിയെടുത്ത വിധങ്ങൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കൊരാഗ്രഹം, ദൈവമേ, എന്റെ കുടുംബത്തിനകത്ത് ഇങ്ങനെയുള്ള ഇതേ പ്രശ്നം എന്റെ കുടുംബത്തിനകത്ത് ആ പ്രശ്നത്തിനൊരു പരിഹാരം വേണമല്ലോ കർത്താവേ എന്ന് പറയാനിടയായി. ദൈവദാസന്റെ സബ്ജക്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ച്, ദൈവരാജ്യത്തെ കുറിച്ചുമാണ്. അങ്ങനെ ദൈവദാസൻ ഇങ്ങനെ സബ്ജക്റ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഓർത്തു, അദ്ദേഹം അതിനകത്ത് ഒരു വാക്യം പറഞ്ഞു. ആ വാക്യം ഇപ്പോഴും ഹൃദയത്തിനകത്ത് പ്രചോദനം. എന്താന്ന് ചോദിച്ചാല് ഇങ്ങനെ വചനം പറഞ്ഞ സമയത്ത് ഒരു പകർച്ച വന്നാൽ നിന്റെ തകർച്ച മാറുമെന്ന് ഒരൊറ്റ പദം ഇങ്ങനെ പറയുക. ഞാൻ ചോദിച്ചു, ദൈവമേ, എന്താ ഈ പകർച്ച? എന്താ ഈ പകർച്ച വന്നാൽ തകർച്ച മാറുമല്ലോ, എന്താന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ അടുത്ത പദം പറഞ്ഞു, മോനെ, പകർച്ച എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ ഒരു പകർച്ച വന്നാൽ നിന്റെ തകർച്ച മാറും. ഈ വചനം ഞാൻ ഏറ്റെടുത്തു. ഈ വചനം ഏറ്റെടുത്തിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുക. സ്തോത്രം. ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ചും എന്തെന്നുള്ള കാര്യം എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയത്തില്ല. അന്ന് സ്നാനപ്പെട്ട് ചില മാസങ്ങളായതേ ഉള്ളൂ, വലിയ കാര്യങ്ങൾ പറയാൻ കഴിയത്തില്ല. ഇതിനകത്ത് അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിനകത്ത് അപ്പൊല്ലോസ് കോരിന്തിൽ ഇരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശത്ത് കടന്നു ചെന്നിട്ട് എഫോസോസിൽ ചെന്നിട്ട് 12 ശിഷ്യന്മാരുടെ അടുക്ക ചെല്ലുക. എന്നിട്ട് ശിഷ്യന്മാർ ചോദിച്ചു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, പരിശുദ്ധാത്മാവ് എന്താ നിങ്ങൾ കേട്ടിട്ട് പോലുമില്ലെന്ന്. ഇതേ അനുഭവമായിരുന്നു എനിക്കും. ഈ പരിശുദ്ധാത്മാവ് ഉണ്ടെന്നറിയാം. ഞാൻ സ്നാനപ്പെട്ടത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലായ കൊണ്ട് ആ പദം ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെങ്കിൽ അതിന്റെ ആഴത്തിലേക്ക് എനിക്ക് ഇറങ്ങുവാൻ കഴിഞ്ഞിട്ടില്ല. എന്താണ് അന്യഭാഷ? എന്തിനാണ് അന്യഭാഷ? എന്തിനാണ് പരിശുദ്ധാത്മാവ് എന്നിത്യാദിയുള്ള കാര്യങ്ങൾ എനിക്ക് വശമില്ല. ദൈവദാസന്റെ പ്രസംഗത്തിനകത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അടുക്കടുക്ക് ചിട്ടയായിട്ട് പറയാൻ തുടങ്ങി. ഇങ്ങനെ ദൈവദാസൻ ഇങ്ങനെ ആരാധിച്ചു കഴിഞ്ഞിരിക്കുമ്പോൾ അനേകർ അഭിഷേകം പ്രാപിക്കുന്നു, അനേകർ കൃപാവരങ്ങൾ ജ്വലിക്കുന്നു, അനേകർ പ്രവചിക്കുന്നു, അനേകർ വെളിപ്പാട് കാണുന്നു, അനേകർ ഇങ്ങനെ ദൈവത്തെ സ്തുതിക്കുക. ഇങ്ങനെ വന്നപ്പോ ഞാൻ പറഞ്ഞു, കർത്താവേ, എനിക്കും ഈ അനുഭവം വേണം. ഒന്നാമത്തെ ക്യാമ്പ് ഞാൻ പങ്കെടുത്ത് ദേവദാസനെ എനിക്ക് എന്ത് ചെയ്തില്ല, ഈ പരിശുദ്ധാത്മാവിന് വേണമെന്ന് ഞാൻ ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ പരിശുദ്ധാത്മാവിന് എനിക്ക് പ്രാപിക്കാൻ കഴിഞ്ഞില്ല. ആദ്യത്തെ ദിവസം ഞാൻ പാട്ടൊക്കെ പാടി വീട്ടിലേക്ക് മടങ്ങി വന്നു. രണ്ടാമത്തെ പ്രാവശ്യം ക്യാമ്പിന് പോയപ്പോൾ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം പറഞ്ഞു, ദൈവമേ, ഈ പ്രാവശ്യം എനിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടും, എനിക്ക് വിശ്വാസമുണ്ട്. രണ്ടാമത്തെ പ്രാവശ്യം കഴിഞ്ഞപ്പോഴും പരിശുദ്ധാത്മാവിനെ കിട്ടിയില്ല. എന്നാൽ മൂന്നാമത്തെ ക്യാമ്പിൽ ദേവദാസൻ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഏറ്റവും മുമ്പിലിരുന്ന ഏറ്റവും പുറകിലെ ബെഞ്ചിലിരിക്കുക. ഞാൻ മടുത്തു. എന്ന് ചോദിച്ചാൽ 2 തവണ പോയി പ്രാർത്ഥിച്ചും എനിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടുന്നില്ല. ദേവദാസൻ ആ സമയത്ത് പറഞ്ഞൊരു പദമുണ്ട്, ദൈവത്തിന്റെ ആത്മാവ് ഒരുവന്റെ മേൽ വന്നു കഴിയുമ്പോൾ മരിച്ചാലും ഉയർത്തുമെന്നുള്ള ഒരു വചനമുണ്ട്. റോമർക്ക് ലേഖനം എഴുതിയപ്പോൾ പൗലോസ് വ്യക്തമായി പറഞ്ഞു, 8-ാം അധ്യായം 11-ാമത്തെ വാക്യം. ആ വാക്യം ഇങ്ങനെ, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുവേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും എന്ന് പറഞ്ഞാൽ, മരിച്ചാൽ ഉയർക്കണമെങ്കിൽ ഈ ആത്മാവ് നമ്മുടെ മേൽ വേണമെന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുറകിലിരുന്ന ഇരുന്ന് കരയാൻ തുടങ്ങി. എന്റെ പഴയ കാലത്തെ പാപങ്ങളെല്ലാം എന്ത് ചെയ്യുന്നറിയാമോ, ഞാനിങ്ങനെ പറയാൻ തുടങ്ങി കേട്ടോ. കരയാൻ തുടങ്ങി. കരഞ്ഞിട്ടൊന്നും എനിക്ക് എന്തില്ല, ഈ അഭിഷേകം ലഭിക്കാനിടയായി. നിരാശനായിട്ട് മൂന്നാമത്തെ ക്യാമ്പിനും അഭിഷേകം കിട്ടാത്തത് കൊണ്ട് ഞാൻ തിരിച്ചു മടങ്ങിപ്പോയി. ഇങ്ങനെ പോയി കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, ഇനി ഞാൻ പോകുന്നില്ല, ഇനി അഭിഷേകം കിട്ടിയൊന്നുമില്ല, ഇനി എനിക്ക് മടുത്തു എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ച് ഓട്ടോ സ്റ്റാൻഡിൽ പോയി. ഞാൻ ഓട്ടോ ഓടിച്ച്
ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ കുടുംബത്തിനകത്ത് പ്രതികൂലം ഇങ്ങനെ ഞെങ്ങി ഞെരുങ്ങി വരികയാ. എന്റെ ചേട്ടനും അവനെ പപ്പായുമായിട്ട് ഭയങ്കര വഴക്കം. പല രാത്രികളിലും ഞാൻ കൂട്ടുകാരന്റെ ഭവനത്തിൽ പോയി, എന്റെ മുമ്പേ പറഞ്ഞ ഷൈജു എന്ന് പറഞ്ഞ ദൈവദാസന്റെ ഭവനത്തിൽ ഞാൻ പോയി കിടക്കും. അങ്ങനെ ഞങ്ങളുടെ എന്റെ ചർച്ചിലുള്ള ദൈവദാസന്റെ ഭവനത്തിൽ അങ്ങനെ അനവധി കൂട്ടുകാരുടെ ഭവനത്തിൽ പോയി കിടന്ന് അന്തി ഉറങ്ങുന്ന ഒരു സമയം എനിക്ക് ആ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. എന്നും എങ്ങനെയാണ് ഒരു കൂട്ടുകാരന്റെ ഭവനത്തിൽ പോയി ഉറങ്ങുന്നത് മോശമല്ലേ എന്ന് ഓർത്ത് ഞാൻ രാത്രിയിൽ ഞാൻ അമ്മയോട് പറയും, അമ്മേ എനിക്ക് വയ്യ അമ്മേ, ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളും എനിക്ക് മടുത്തമ്മേ എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ബൈക്കുണ്ട്. ആ ബൈക്ക് ഓടിച്ചുകൊണ്ട് ഞാൻ പത്തനംതിട്ട ഗവൺമെന്റ് ആശുപത്രിയുടെ വരാന്ത തിണ്ണയിൽ ഞാൻ പോയി കിടക്കും. പോയി കിടന്ന ശേഷം വെളുപ്പിന് രാവിലെ എന്നിട്ട് വീട്ടിൽ വരും. അപ്പോഴല്ലേ അവർക്ക് ബോധം വരത്തുള്ളൂ. ഇങ്ങനെ പല രാത്രികളിലും എനിക്ക് അവിടെ എന്റെ ഭവനത്തിനകത്ത് കയറി ചെല്ലുവാൻ കഴിയുന്നില്ല. പ്രാർത്ഥിച്ച് ആരാധിക്കുന്ന എന്റെ ആ സമയങ്ങളിൽ എനിക്ക് പിന്നീട് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. എനിക്ക് ആ ഭവനത്തിനകത്ത് കയറാൻ കഴിയുന്നില്ല. വീട്ടിൽ ചെന്ന പ്രശ്നങ്ങളാ. ചേച്ചിയുമായിട്ട് പ്രശ്നമുണ്ടാക്കുന്നു, അപ്പയുമായിട്ട് പ്രശ്നമുണ്ടാക്കുന്നു. ഞാൻ ആരുടെ സൈഡാ നിൽക്കേണ്ടത്? അപ്പന്റെ സൈഡിൽ നിന്ന ചേട്ടൻ പറയും, നീ അപ്പന്റെ സൈഡിൽ നിന്നല്ലേ എന്ന് പറഞ്ഞ് ചേട്ടൻ എന്നോട് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങും. ചേട്ടന്റെ സൈഡിൽ നിന്നാ പറയും, ഇത്രയും നാൾ നിന്നെ പോറ്റി വളർത്തിയിട്ട് നീ അവന്റെ സൈഡിൽ നിൽക്കുവാണോ എന്ന് പറഞ്ഞ് അപ്പ എന്നോട് എന്ത് ചെയ്യും? വഴക്കുണ്ടാക്കാൻ തുടങ്ങും. ഇത് പേടിച്ച് എനിക്ക് ഒരു തരത്തിൽ സമാധാനമില്ലാതെ ഞാൻ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന ഒരു അനുഭവം. ഞാൻ അമ്മയോട് പറയും, അമ്മേ ഒരു രാത്രിയിൽ ഭയങ്കര വഴക്ക് നടക്കുക. ഭവനത്തിനകത്ത് അപ്പായും ചേട്ടനുമായിട്ട് ഭയങ്കര വഴക്ക് നടക്കുമ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ എനിക്കും ഞാൻ പോവാ, ഞാൻ ആശുപത്രിയിൽ പോയി കിടക്കാം എന്ന് പറഞ്ഞ് അമ്മയോട് പറഞ്ഞിട്ട് ബൈക്ക് എടുത്തുകൊണ്ട് രാത്രി ഏകദേശം ഒരു 10 മണി ആയിക്കാണോ, അങ്ങനെ ഞാൻ ബൈക്ക് എടുത്തുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. മണ്ണാറക്കുളഞ്ഞി മൈലപ്ര ഭാഗം ആയപ്പോഴത്തേന് ആ വളവും ഇറക്കവും ഒക്കെ ഉള്ള ഒരു റോഡാണ്. ഈ പെട്ടെന്ന് എന്റെ ചിന്ത മറിഞ്ഞു. ഞാൻ ചിന്തിച്ചു, ദൈവമേ, ഞാൻ സ്നാനപ്പെട്ടു, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ ഉപവാസം ഇരിക്കുന്നു, പക്ഷെ ഇത്രയൊക്കെ ചെയ്തിട്ടും എന്റെ കുടുംബത്തിനകത്ത് ഒരു വ്യത്യാസം വരുന്നില്ല. എന്റെ കുടുംബത്തിനകത്ത് തകർച്ച മാത്രമേ ഉള്ളൂ. ഈ കുടുംബത്തിനകത്ത് ഇനി എനിക്ക് ജീവിക്കണ്ട എന്ന് പെട്ടെന്നൊരു ചിന്ത എന്റെ ഹൃദയത്തിലേക്ക് വന്നപ്പോൾ ഞാൻ തീരുമാനമെടുത്തു, ഇനി എനിക്ക് ജീവിക്കണ്ട, ഇനി എനിക്ക് മരിച്ചാ മതി, എങ്ങനെയായാലും മരിച്ചാ മതി എന്ന് പറഞ്ഞ് ഞാൻ ബൈക്ക് ഫുൾ സ്പീഡ് കൈ കൊടുത്തിട്ട് 2 കണ്ണുമടച്ച് 2 കൈയും കാലും ആ ബൈക്കിൽ നിന്ന് വിട്ടിട്ട് എവിടെയെങ്കിലും പോയി ഒന്നെങ്കിൽ മതിലേലോ പോസ്റ്റേലോ എതിരെ വരുന്ന വാഹനമോ എങ്ങനെയെങ്കിലും ഇടിച്ച് മരിക്കാമെന്ന് ചിന്ത കൂടെ ഇങ്ങനെ ഫുൾ സ്പീഡിൽ ഇറക്കത്തിലൂടെ ഇങ്ങനെ പോയപ്പോൾ എന്റെ ഹൃദയത്തിനകത്തേക്ക് ദൈവം ഇടപെടാൻ തുടങ്ങി. മോനെ, നീ മരിക്കരുത്. നിന്റെ അതേ അനുഭവത്തിൽ കഴിയുന്ന അനേകരുണ്ട്. അനേകരുടെ അടുക്കിലേക്ക് ഞാൻ നിന്നെ അയക്കാൻ പോവുകയാണ്. നിന്റെ പ്രയാസത്തെ, നിന്റെ കണ്ണുനീരിനെ ഞാൻ കണ്ടതുപോലെ നിന്നിലൂടെ അനേകർ വിടിവിക്കപ്പെടാനുണ്ടെന്നുള്ള ആ ശബ്ദം കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് വണ്ടി ബ്രേക്ക് പിടിച്ച്, എന്റെ ദൈവമേ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ക്ഷമ ചോദിച്ച് ഞാൻ ആശുപത്രിയിൽ പോയി കിടന്നിട്ട് പിറ്റേ ദിവസം എന്റെ ഭവനത്തിലേക്ക് വരികയാണ്. എന്നിട്ട് അടുത്ത ക്യാമ്പ്, 4ാമത്തെ ക്യാമ്പിന് ഞാൻ പുറകിയിരുന്നപ്പോൾ അവിടെ ക്യാമ്പിന്റെ ഫ്രണ്ടിൽ ഒരു വാക്യമുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം വാക്യമാണ്, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും. ഈ വചനം ഇങ്ങനെ എഴുതി വെച്ചേക്കുക. ഞാൻ പുറകിലിരുന്ന് ഈ വചനം ഇങ്ങനെ ഉദ്ധരിക്കാൻ തുടങ്ങി. എന്റെ വായിൽ കൂടെ പറയുക, അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. ആ നാളുകളിൽ എന്റെ ദാസന്മാരുടെ മേലും എന്റെ ദാസിമാരുടെ മേലും എന്റെ ആത്മാവിനെ പകരും, അവരും പ്രവചിക്കും. ഈ വചനം ഇങ്ങനെ ഹൃദയത്തിലേക്ക് വരികയാ. ഞാൻ പ്രാർത്ഥിച്ച് ആ കസേരയിൽ ഇരുന്ന് ഞാൻ മുഴങ്കാലുകളെ മുട്ടുമടക്കി, അന്ന് കോൺക്രീറ്റ് തറയാണ്, ആ തറയിൽ ഇരുന്ന് ഞാൻ പറഞ്ഞു, കർത്താവേ, എന്റെ പാപത്തെ ക്ഷമിക്കണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ അങ്ങ് എഴുതിയിട്ടുണ്ട്, നിന്റെ പാപം എത്ര കടും ചുമപ്പാണേലും ഹിമം പോലെ വെളുപ്പിക്കുന്ന ഒരു ദൈവസ്നേഹം. ഞാൻ എന്റെ പാപത്തെ മുഴുവൻ, എന്റെ ചെറുപ്രായത്തിലുള്ള പാപത്തെ മുഴുവൻ ഏറ്റു പറഞ്ഞു. അപ്പാ, ഞാൻ കൂട്ടുകാരുടെ കൂടെ ഞാൻ പോയിട്ടുണ്ട്, ഞാൻ മദ്യപിച്ചില്ലെങ്കിലും അവിടെ കൂടെ ഞാൻ ഇരുന്നിട്ടുണ്ട്, ഞാൻ വേണ്ടാത്ത കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, എന്റെ കുടുംബത്തോട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട്, എന്റെ ചേട്ടനോട് ഞാൻ നിന്ദിച്ചിട്ടുണ്ട്, എന്റെ അപ്പായോട് ഞാൻ കയർത്തിട്ടുണ്ട്, എന്റെ അമ്മയോട് ഞാൻ കയർത്തിട്ടുണ്ട്. ഇങ്ങനെ പദം പറഞ്ഞ് കരയാൻ തുടങ്ങി. എന്റെ കണ്ണിക്കൂടി ഇങ്ങനെ ധാരയായിട്ട് വെള്ളം ഒഴുകാൻ തുടങ്ങി. ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച് എന്റെ സകല പാപത്തെ ഞാൻ ഏറ്റുപറയാൻ തുടങ്ങി. വചനത്തിനകത്ത് പറഞ്ഞതുപോലെ നിന്റെ പാപത്തെ ഞാൻ മാറ്റുവാൻ കഴിയും. ഒരു വാക്യം കൂടെ ഇന്ന് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്,
നിങ്ങളുടെ പാപം എത്ര കടുംചുമപ്പാണേലും അതും ഹിമം പോലെ വെളുപ്പിക്കുന്ന എന്റെ യേശുവിന്റെ അടുക്കലേക്ക് ഞാൻ വന്നത്. അവൻ ദൈവ കൽപ്പന അനുസരിക്കുന്ന ദൈവത്തിന്റെ മക്കളെ ഇന്ന് പറയാനുള്ളത്, പാപത്തെ ഏറ്റു പറയാൻ തയ്യാറാണെങ്കിൽ എന്റെ ദൈവം പാപം ക്ഷമിക്കുവാൻ തയ്യാറാകും. ദാവീദ് പാപത്തെ ഏറ്റു പറഞ്ഞു. നാഥാൻ പ്രവാചകൻ പറഞ്ഞു, പാപിയാണ് നീ, ആ പാപം നീയാ ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ തന്നെ താൻ മുഴങ്കാലുകളെ മടക്കിയിട്ട് രട്ടിലും വെണ്ണീരിലും ഇരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം ആ നിമിഷം പറഞ്ഞു, മോനെ നിന്റെ പാപത്തെ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഒറ്റ കാര്യം ഇവിടെ പറയാം. കൈനോട് പറഞ്ഞു, മോനെ പാപം നിന്റെ വാതിക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നോടാ. കൈന് ജയിക്കാൻ കഴിഞ്ഞില്ല പാപത്തെ, ദാവീദിന് ജയിക്കാൻ പാപത്തെ കഴിഞ്ഞിട്ടില്ല. പക്ഷേ പാപത്തെ ജയിക്കുവാൻ കഴിയുന്നത് യോസഫിനെ നോക്കിക്കേ, അവൻ തന്റെ പാപത്തെ ജയിക്കുവാൻ കഴിഞ്ഞു. ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വാതിക്കൽ കിടന്ന പാപത്തെ ദാവീദിന്റെ സമയമായപ്പോൾ ഹല്ലേലൂയ, ദാവീദ് പറയുന്നു, പാപം എന്റെ മുമ്പിൽ ഇരിക്കുന്നു. കൈനോട് പറഞ്ഞു, കൈനെ പാപം നിന്റെ വാതിക്കലാണ്. എന്നാൽ കാലഘട്ടം മാറി വന്നപ്പോൾ ദാവീദിനോട് പറഞ്ഞു, ദാവീദ് പറയുക, പാപം എന്റെ മുമ്പിലിരിക്കുകയാണ്. എന്ന കാലഘട്ടങ്ങൾ മാറി വന്നപ്പോൾ പൗലോസ് പറയുന്നു, പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ ഇനി വാഴരുത് എന്ന് പറഞ്ഞാൽ അവൻ മുമ്പിൽ കിടന്ന പാപത്തെയും വാതിക്കൽ കിടന്ന പാപത്തെയും നമ്മുടെ ശരീരത്തിലേക്ക് പാപം ആവഹിക്കുമ്പോൾ ഇന്ന് നമുക്ക് പാപത്തെ ജയിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവില്ലാതെ കഴിയത്തില്ല. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് പറയട്ടെ, ആത്മാവ് സകലത്തെ വിവേചിച്ചു തരും. അവൻ പാപത്തെ കുറിച്ചും നീതിയെ കുറിച്ചും ന്യായവിധിയെ കുറിച്ചും അവൻ നമുക്ക് ബോധം വരുത്തും. പരിശുദ്ധാത്മാവ്. ഞാൻ കരയാൻ തുടങ്ങി, ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ പ്രാർത്ഥിച്ചിട്ട് ശേഷം കസേരയിലിരിക്കുകയാണ്. കസേരയിലിരുന്ന് ദൈവദാസൻ പരിശുദ്ധാത്മാവിനെ കുറിച്ച് സംസാരിക്കുകയാണ്. അനവധി ആൾക്കാർ അഭിഷേകത്തിൽ അന്യഭാഷ പറയുന്നു. ദൈവദാസൻ പ്രാർത്ഥിച്ച് പറഞ്ഞ് മുന്നോട്ട് വന്നിട്ട് എന്റെ അടുക്കലേക്ക് വന്നിട്ട് ദൈവദാസൻ എന്റെ തലയിൽ കൈവച്ച് ഹല്ലേലൂയ എന്തോ അന്യഭാഷയിൽ പറഞ്ഞു. ഞാൻ ആ നിമിഷം കണ്ണടച്ച് എന്തെന്ന് എനിക്കറിയത്തില്ല, ദൈവം എന്നെ അഭിഷേകം ചെയ്യുവാനിടയായി. ആ ഇരുന്ന സ്ഥലത്ത് നിന്ന് ഞാൻ തെറിച്ചു വീഴുവാനിടയായി. അവിടെ അഭിഷേകം പ്രാപിച്ച് ഞാൻ എഴുന്നേൽക്കുവാനിടയായി. ആമേൻ. ഞാൻ പറഞ്ഞ പോലെ അന്ത്യകാലത്തിൽ സകല ജഡത്തിന് മേലും ആത്മാവിനെ പകരുമെന്ന് ദൈവം വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ട്. യേശു പറഞ്ഞു, മക്കളെ ഞാൻ പോകുന്നത് ഏറെ നല്ലതാ. ഞാൻ പോയാൽ എന്നെ പോലെ ഒരു കാര്യസ്ഥൻ നിങ്ങൾക്ക് വരും. ആ കാര്യസ്ഥൻ വന്നാൽ സകല സത്യത്തെ കുറിച്ച് വഴി നടത്തും. അവൻ സകല കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു തരും, നിങ്ങളെ ഉപദേശിച്ചു തരും, നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞു തരും. എന്നെ അന്ന് അഭിഷേകത്തിലേക്ക് ദൈവം കൊണ്ടുപോകാനിടയായി. അഭിഷേകം പ്രാപിച്ച ശേഷം ഞാൻ വീട്ടിലേക്ക് മടങ്ങി ചെന്നു. ആ പിന്നിലുള്ള ക്യാമ്പിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ ദൈവദാസൻ പറയും, മക്കളെ നിങ്ങളുടെ ഭവനത്തിനകത്തെ നിങ്ങളെ തകർക്കുന്ന സാത്താനെ നിങ്ങൾ തകർത്ത് കളയണം. നിന്റെ നാവിൽ അധികാരം തന്നിട്ടുണ്ട്, ദൈവത്തിന്റെ അധികാരം നിനക്ക് തന്നിട്ടുണ്ട്. ദൈവത്തിന്റെ പകരക്കാരനായിട്ടാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നുള്ള ദൈവദാസന്റെ ആ വചനം പറയുമ്പോൾ ആ വചനത്തെ മുറുകെ പിടിച്ച് ഞാൻ ഭവനത്തിനകത്ത് കയറി ചെന്ന് ഞാൻ ഭവനത്തിൽ ചെന്ന് പറയും, ആരുമില്ലാത്തപ്പോഴാകട്ടോ, ആരുമില്ലാത്ത പറയും, എന്റെ കുടുംബത്തെ തകർക്കുന്ന, എന്റെ കുടുംബത്തെ നശിപ്പിക്കുന്ന, വാഗ്ദത്തത്തിൽ കടന്നു വരാൻ കഴിയാതെ ഞങ്ങളെ തളർത്തുന്ന പൈശാചിക മേഖലകളെ യേശുവിന്റെ നാമത്തിൽ നീ വിട്ടുമാറിപ്പോ എന്ന് പറഞ്ഞ് ഞാൻ ആരുമില്ലാത്തപ്പോൾ ശാസിക്കാൻ തുടങ്ങും, ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങും, ഞാൻ തുള്ളിച്ചാടി ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങും. അങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ, ഞാന് പ്രാർത്ഥിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സമയത്ത് ഒരു ദിവസം എന്റെ ചേച്ചി കോട്ടയത്ത് ഉണ്ട്. ചേച്ചി പറഞ്ഞു, സുബിനെ, ഒരു കോട്ടയത്ത് പാമ്പാടിയിൽ ഒരു വീട് കൊടുക്കാൻ കിടപ്പുണ്ട്, നീ വന്ന് നോക്ക്, നിനക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നീ വന്ന് മേടിക്കാൻ പറയുവാനിടയായി. ഞാൻ ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥിച്ചു, കർത്താവേ, ഇങ്ങനെ ഒരു ഭവനം എനിക്ക് വേണ്ടി നീ ഒരുക്കിയതാണോ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത് ഒറ്റ കാര്യമാണ്. അബ്രഹാമിനോട് ഞാൻ പറഞ്ഞു, നിന്റെ ദേശത്തെയും നിന്റെ ചാർച്ചക്കാരെയും നിന്റെ പൃഥുഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാൻ എനിക്ക് ദേശത്തേക്ക് പോകാൻ പറഞ്ഞപ്പോൾ അബ്രഹാം പോയതുപോലെ നീയും പോകാൻ തയ്യാറാകണം. ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്ന ഞാന് എന്റെ ചേട്ടന് ആ ഭവനം കൊടുത്തിട്ട് എന്റെ അപ്പായെയും എന്റെ അമ്മയും എന്റെ അമ്മച്ചയും കൂടെ ഞാന് എന്റെ ഭവന പാമ്പാടിയിലേക്ക് വീട് മേടിച്ച് അവിടെ വരുവാനിടയായി. അവര് വന്നു കഴിഞ്ഞപ്പോൾ അവര് അടുത്തുള്ള മർത്തോമ പള്ളിയിൽ പോകാൻ വേണ്ടി അവരിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. മർത്തോമ പള്ളി എവിടെയുള്ളതെന്ന് ഇങ്ങനെ തിരക്കിയിരിക്കുക. അങ്ങനെ വീട്ടിനകത്ത് ഞാൻ മുട്ടുകുത്തി പായുടെ പുറത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ രാത്രിയിൽ 2 മണിക്കും ഒക്കെ എഴുന്നേറ്റ് ഞാൻ അലാറം വെച്ച് എഴുന്നേറ്റ് ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക, ദൈവമേ, തിരുവചനത്തിനകത്ത് ഇങ്ങനെയുണ്ട്, ഒരു കുളമ്പ് പോലും ശേഷിക്കാതെ
ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ മക്കളെ കൊണ്ടുപോകുമെന്നുള്ള ഒരു തിരുവചനം അതെന്റെ ഹൃദയത്തിലേക്ക് വന്നിട്ട് രാത്രിയിൽ കണ്ണുനീരോടെ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ, ഈ ഒറ്റയ്ക്ക് ഈ ദേശത്ത് വന്ന് ഒറ്റയ്ക്ക് ഞാൻ ഇരിക്കുകയാണ്. എന്റെ അപ്പനും എന്റെ അമ്മയും എന്റെ അമ്മച്ചിയും ഇപ്പോഴും മർത്തോമ സഭയിലേക്ക് പോകണമെന്നാ പറഞ്ഞത്. അനുവദിക്കല്ലേ ദൈവമേ എന്ന് രാത്രിയുടെ യാമങ്ങളിൽ ഞാൻ കരയാൻ തുടങ്ങി. 12 മണിക്കും 2 മണിക്കും 3 മണിക്കും ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദിവസങ്ങൾ മുഴങ്കാലുകളെ മടക്കി പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് മാസങ്ങൾ കടന്നുപോയിട്ട് 2019 ജനുവരി മാസം 1-ാമത്തെ ആഴ്ചയിൽ തന്നെ എന്റെ അപ്പായും എന്റെ അമ്മയും 85 വയസ്സ് അന്നു പ്രായമുള്ള എന്റെ അമ്മച്ചിയും സ്നാനപ്പെടുവാനിടയായി. ദൈവത്തിന്റെ വചനം ഞാൻ ഇന്ന് രാത്രിയിൽ ശ്രോതാക്കളെ നിങ്ങളോട് പറയുമ്പോൾ, പ്രാർത്ഥിക്കുന്ന ഒരുവനെ കണ്ണുനീര് മറികടക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. ഏതു പ്രാർത്ഥനയ്ക്കും മറുപടി തരുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ വിശ്വസിച്ചാണ് നമ്മൾ ഇറങ്ങി വന്നതെങ്കിൽ നമ്മുടെ കണ്ണുനീര് ദൈവം തുടയ്ക്കും. ആദ്യ സമയങ്ങളിൽ ഇവരെ സ്നാനപ്പെട്ടു. വചനം ശരിക്കും അറിയത്തില്ല. ഞാൻ വചനം പറഞ്ഞു കൊടുക്കുകയാ, എനിക്ക് അറിയാവുന്ന പോലെ വചനം പറഞ്ഞു കൊടുക്കുക. 2019 ആ സമയത്ത് കോവിഡിന് മുമ്പാണ്. ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആരാധിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് വചനം എടുത്ത് സംസാരിക്കാൻ തുടങ്ങും. അങ്ങനെ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് അവർക്കും ഏകദേശം മനസ്സിലായി. വെളുപ്പിന് എന്റെ പ്രാർത്ഥനാ ടൈം എന്ന് പറഞ്ഞാൽ 3 മണിയാക്കിയാണ്. 3 മണിക്ക് ഞാൻ അലാറം വെച്ച് എഴുന്നേറ്റ് 5 മണി വരെ ഇരുന്ന ഞാൻ ആത്മാവിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് 5 മണിക്ക് ഞാൻ പായെടുത്ത് എന്റെ ഹാളിനകത്ത് ഇടും. ഹാളിനകത്ത് ഇട്ട് തറയാണ് കേട്ടോ, കോൺക്രീറ്റ് ആണ്. അവിടെ ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ മുട്ടുമടക്കിയിട്ട് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇവര് വിശ്വാസത്തിലേക്ക് വന്നതായതുകൊണ്ട് ഇവർക്ക് അത്രയും വലിയ തീഷ്ണത ഇല്ലാത്തതുകൊണ്ട് ഇവരെന്ത് ചെയ്യും, കിടന്നുറങ്ങും. ഞാൻ 2 പാട്ട് പാടി ഒരു ബൈബിൾ ഭാഗം വായിച്ച് പ്രാർത്ഥിച്ച് ഞാൻ എന്ത് ചെയ്യും, തിരിച്ച് ഞാൻ എന്റെ വീട്ടിൽ വന്ന് കട്ടിലേ വന്ന് ചെയ്യും കിടക്കും. അങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ കടന്നുപോയി. ഏകദേശം ഒരു 1.5 മാസം കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ പ്രാർത്ഥന, എന്റെ പേഴ്സണലായിട്ട് പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഒരു 5 മണി ആയപ്പോൾ പായെടുത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എന്റെ അമ്മ എന്റെ പായയുടെ അറ്റത്ത് വന്നിരിക്കുക പ്രാർത്ഥിക്കാൻ. ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിക്കാൻ തുടങ്ങി, പാട്ട് പാടാൻ തുടങ്ങി, ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എന്റെ അപ്പ വന്നിട്ട് എന്റെ പായയുടെ അടുക്കൽ വന്നിരിക്കാൻ തുടങ്ങി. എന്റെ അപ്പ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്റെ അപ്പ ദൈവമെന്ന് വിളിക്കാൻ തുടങ്ങി. പ്രാർത്ഥിക്കാൻ പോലും അറിയാത്ത അവരെ ദൈവം പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. ഓരോ കാര്യങ്ങളും ദൈവം ഇടപെടാൻ തുടങ്ങിയ. ഞാൻ ഈ പല സഭകളിലും പോയി സാക്ഷ്യം പറയുമ്പോൾ ഞാനൊരു കാര്യം പറയും, നരഭോജികളെ പോലും നരസ്നേഹികളാക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ സ്നേഹമാണ് വലിയ സ്നേഹം എന്ന് പറഞ്ഞാൽ, അമ്മയെ ഉപദ്രവിക്കുന്ന, കുടുംബത്തിനകത്ത് തകർച്ചയുണ്ടാക്കി കുടുംബത്തെ തകർത്ത് ഇല്ലായ്മ ചെയ്യുന്ന, മദ്യപിച്ച് കുടുംബത്തെ ഇല്ലായ്മ ചെയ്യാൻ നോക്കുന്ന എന്റെ അപ്പനെ പോലും എന്റെ ദൈവം മാറ്റുവാൻ കഴിഞ്ഞു. എന്റെ അപ്പൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്റെ അപ്പൻ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി. എന്റെ കൂടെ സഭയിൽ വരാൻ തുടങ്ങി. അപ്പൻ ഉപവസിക്കാൻ തുടങ്ങി. ദൈവം വലിയ മാറ്റങ്ങൾ കൊടുക്കുകയാ. എന്റെ കുടുംബത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുക. പ്രാർത്ഥന കൂടി, ഉപവാസം കൂടി. എന്റെ വീട്ടിനകത്ത് ബുധനാഴ്ച പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്തു. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അയൽവക്കത്തുള്ള 2 പേര് എന്റെ അടുക്കൽ വരാൻ തുടങ്ങി. ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഏകദേശം അപ്പയും അമ്മയും ഞാനും 3 പേര്. അമ്മച്ചിക്ക് വയ്യാത്തതുകൊണ്ട് അമ്മച്ചിക്ക് പറ്റുന്നില്ല, വരാൻ പ്രായമല്ലേ. ഞങ്ങൾ 3 പേര് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥനാ വിഷയം ഇതാണ്, ഞങ്ങൾ ഇത്രയും ദൈവത്തെ അറിഞ്ഞു, പക്ഷെങ്കിൽ എന്റെ ചേട്ടനും കുടുംബം എന്ത് ചെയ്യണം, യേശുവിനെ അറിയണം. ചേട്ടൻ ഇപ്പോഴും മദ്യപാനമാണ്. ആ സമയത്ത് മദ്യപിച്ച ഭവനത്തിൽ ഭയങ്കര വഴക്കാണ്. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. രാത്രിയുടെ യാമങ്ങളിൽ ഉറക്കമില്ലാതെ ഞാനും എന്റെ അമ്മയും എന്റെ അപ്പായും കൂടെ ഒരുമിച്ച് പ്രാർത്ഥിക്കുക, കരഞ്ഞ് നിലവിളിക്കുക, ദൈവമേ എന്റെ കുടുംബത്തെ രക്ഷിക്കണമേ, നശിച്ചു പോകുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇത്രത്തോളം ദൈവം നടത്തി എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ 2020 ആയപ്പോൾ എന്റെ ചേട്ടൻ കുടുംബമായി സ്നാനപ്പെട്ടു. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തി. ഏകദേശം 2019 ഞാൻ പ്രാർത്ഥന ആരംഭിച്ചത് മുതൽ ദൈവം എന്നോട് സംസാരിക്കാൻ തുടങ്ങി. കോവിഡിന്റെ സമയത്ത് ഞാൻ ഉപവസിക്കാൻ തുടങ്ങി. അന്ന് ഞാൻ ഫുൾ ഫാസ്റ്റിങ്, ആഹാരം വിടിഞ്ഞ് 7 ദിവസം ഉപവസിക്കുക. അങ്ങനെ ഉപവസിച്ചപ്പോൾ ദൈവത്തിന്റെ ശബ്ദം എന്റെ കാതിൽ കേൾക്കുകയാ. ഞാൻ ഇപ്പൊ നിങ്ങളോട് എങ്ങനെ സംസാരിക്കുന്നു അതിനേക്കാൾ വലിയ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലുള്ള ശബ്ദം എന്നോട് പറയുക, മോനെ നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. അന്ന് പറഞ്ഞ ശേഷം പിന്നീട് രാത്രി എനിക്ക് ഇത് സ്പിരിറ്റായി. ഇത് എന്റെ അപ്പായിക്കും എന്റെ ഏടനൊക്കെ മദ്യപാനമായിട്ട്
സ്പിരിറ്റ്. എന്നാൽ ഈ ആത്മീയ അന്തരീക്ഷം എനിക്ക് സ്പിരിറ്റായി. എനിക്ക് ദൈവത്തോട് സംസാരിക്കാൻ കൊതിയായി. ഞാൻ ദൈവത്തോട് കണ്ണുനീരോടെ പറയാം, അപ്പാ ഇന്ന് എന്നോട് സംസാരിക്കണമേ, നാളെ ഞാൻ എന്താ ചെയ്യേണ്ടത്, നാളെ ഞാൻ എന്താ എടുക്കേണ്ടത് എന്ന് എനിക്ക് ആവേശം കൊള്ളാൻ തുടങ്ങി. ഞാൻ അതിനുവേണ്ടി രാത്രി എണ്ണീറ്റിരിക്കാൻ തുടങ്ങി. 3 മണിക്ക് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 5 മണി വരെ പ്രാർത്ഥന, 5 മണി കഴിഞ്ഞ് കുടുംബമായിട്ട് പ്രാർത്ഥന, വീണ്ടും അല്പസമയം കിടക്കാൻ തുടങ്ങും. കിടക്കുന്ന സമയത്ത് ദൈവം സംസാരിക്കാൻ തുടങ്ങി. എന്നോട് പറഞ്ഞു പല വാഗ്ദത്തങ്ങളാ. എന്നോട് പറഞ്ഞു, മോനെ ഞാൻ നിന്നെ പഞ്ചാബിലേക്ക് അയക്കാൻ പോകുക, ഞാൻ നിന്നെ നിലമ്പൂരിലേക്ക് അയക്കാൻ പോകുക, നിന്നെ ഞാൻ പല ദേശത്തേക്ക് അയക്കാൻ പോകുക. എന്റെ ദൈവത്തിന്റെ കൃപയാൽ ഈ പറഞ്ഞ വാഗ്ദത്തമെല്ലാം നിറവേറിക്കൊണ്ടിരിക്കുക. പഞ്ചാബിലേക്ക് വിടുമെന്ന് പറഞ്ഞ എന്റെ ദൈവം 1 വർഷം കഴിഞ്ഞപ്പോ തന്നെ എന്നെ പഞ്ചാബിലേക്ക് വിടുവാനിടയായി. അവിടെ ദൈവത്തിന്റെ വചനം അല്പം സംസാരിക്കാനിടയായി. എന്ന് പറഞ്ഞാൽ നിലമ്പൂരിലേക്ക് വിടുമെന്ന് പറഞ്ഞു, ദൈവം നിലമ്പൂരിലേക്ക് വിടുവാനിടയായി. ദർശനം കാണിക്കാൻ തുടങ്ങി, വെളിപ്പാട് കാണിക്കാൻ തുടങ്ങി, എന്റെ ചേട്ടന്റെ അവസ്ഥ കാണിക്കാൻ തുടങ്ങി, എന്റെ കുടുംബത്തിനകത്തെ അവസ്ഥ കാണിക്കാൻ തുടങ്ങി. അവനൊരു വെളിപ്പാടിലേക്ക് ദൈവം എന്നെ കൊണ്ടുപോകാൻ തുടങ്ങി. നാളെ പ്രസംഗിക്കേണ്ടത്, നാളെ ഒരു സഭയ്ക്കകത്ത് പോകുമ്പോൾ അവിടെ എന്ത് പ്രസംഗിക്കണമെന്ന് വെളിപ്പാട് കാണിക്കാൻ തുടങ്ങി. അവരുടെ മുഖം എന്നെ വ്യക്തമാക്കാൻ തുടങ്ങി. ഓരോ കാര്യങ്ങളും ദൈവം ഇടപെടാൻ തുടങ്ങി. ദൈവത്തിന്റെ സന്നിധിയിൽ വീണ്ടും പ്രാർത്ഥന ആരംഭിച്ചു. ഓട്ടോ ഓടിക്കുന്ന ഞാൻ ആ ഓട്ടോ എല്ലാം മാറ്റിക്കളഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ആദ്യം ഓർത്തത് ദൈവത്തിന്റെ വേല ചെയ്യണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. എന്നാൽ ദൈവം ഒരു രാത്രി എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ രാജകീയ പുരോഹിത വർഗമാക്കും. ഈ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ സന്നിധി ഞാൻ പ്രാർത്ഥിച്ചു പറഞ്ഞു, അപ്പാ ഇന്നു മുതൽ ദൈവ ശബ്ദം കേട്ടു, ദൈവത്തിന്റെ വേലക്കുള്ളവനാണ് ഞാൻ. അന്നു രാത്രി ദൈവത്തിന്റെ സന്നിധി ഞാൻ തീരുമാനമെടുത്തു, ഇനി എത്ര പ്രശ്നം വന്നാലും എത്ര പ്രതികൂലം വന്നാലും എന്റെ അപ്പയെ ഞാൻ വിട്ടുമാറത്തില്ല. ഈ നിത്യ സുവിശേഷം, യേശുവാണ് രക്ഷകനെന്ന്, മറ്റൊരുവൻ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ നൽകപ്പെട്ട ഒരു നാമമുണ്ടെങ്കിൽ അത് യേശു എന്ന നാമമാണെന്ന് അനേകരോട് പറയാമെന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം എന്നോട് വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ 3 വർഷത്തെ ഒരു BTH കോഴ്സ് വെച്ചൂച്ചിറയിലുള്ള IPC ആ ഒരു കോഴ്സ് ഞാൻ പങ്കെടുത്ത് ആ BTH പൂർത്തീകരിക്കാനിടയായി. ശേഷമായിട്ട് MD പഠിക്കുവാനിടയായി. അത് കഴിഞ്ഞിട്ട് ഓരോ കാര്യം ദൈവം വെളിപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ എന്നോട് ദൈവം പറഞ്ഞു, മോനെ നിന്നെ ഞാൻ നിലമ്പൂരിലേക്ക് വിടുവാന്ന് പറഞ്ഞു. ആ കൃത്യം ഏകദേശം ഒരു 3-4 മാസം കഴിഞ്ഞപ്പോഴത്തേന് നിലമ്പൂരിലേക്ക് വിടുകയാ. സ്തോത്രം. നിലമ്പൂരിൽ ചെന്ന് കഴിഞ്ഞ് ഒരു സഭയിലെ ചാർജ് എടുക്കാൻ വേണ്ടി പോയതാ. അവിടെ ചെന്ന് ഞാൻ ഈ ദൈവത്തിന്റെ വചനവും ഈ ഉപദേശവും ഒക്കെ പറഞ്ഞു കഴിയുമ്പോൾ ആ സഭയിലെ അവരോട് എന്ത് ചെയ്യുന്നില്ല, അവർക്ക് ഇത് പറ്റുന്നില്ല. ഇങ്ങനെ പറ്റാതെ വന്നപ്പോൾ ദൈവനെ വെളിപ്പാട് കാണിച്ചു. 3 വെളിപ്പാടനെ കാണിച്ചു. ആ സഭയിൽ നിനക്ക് തുടരാൻ കഴിയത്തില്ല, ആ സഭയിലേക്കല്ല ഞാൻ നിന്നെ വിട്ടതെന്ന് പറഞ്ഞ ഒരു വെളിപ്പാട് കാണിച്ചു. അത് കഴിഞ്ഞിട്ട് എന്റെ ബാഗ് എടുത്ത് ഞാൻ ഇങ്ങനെ പോകുന്നതായിട്ട് വെളിപ്പാട് കാണിച്ചു. ഇങ്ങനെ ദർശനം കണ്ടപ്പോൾ ഞാൻ ഓർത്തു, ദൈവമേ ആ ദേശത്തിൽ എന്നെ നിർത്താതിരിക്കാൻ വല്ല പിശാചിന്റെ പദ്ധതി ആയിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ ആ സന്നിധിയിൽ എന്ത് ചെയ്തു, ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുക. അങ്ങനെ 40 ദിവസം ഞാൻ ഉപവാസം ഇരിക്കും. ആദ്യമായിട്ട് 40 ദിവസം ഇരിക്കുക. ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം വെളിപ്പാട് കാണിക്കാൻ തുടങ്ങി. ഓരോ വെളിപ്പാട് കാണിക്കുക. അങ്ങനെ 3 വെളിപ്പാട് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് എനിക്കുള്ള പ്രശ്നമാണ്, ഇവിടുന്ന് പോകാനാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടുന്ന് പോകുക അങ്കിളെ, എനിക്ക് ഇവിടെ നിൽക്കാൻ ഇതില്ല, ദൈവാത്മാവ് എന്നോട് ഈ നിയോഗം കിട്ടുന്നില്ല, ഞാൻ പോവാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടുന്ന് ഇറങ്ങുവാനിടയായി. ഞാൻ അത്രയും ദിവസം ശുശ്രൂഷിച്ചു, അത്ര ദിവസം പറഞ്ഞു. പക്ഷെ എനിക്ക് ഒരു നന്മ പോലും തരാതെ അവിടെ നിന്ന് എന്നെ ഇറക്കി വിട്ടപ്പോൾ ഞാൻ വല്ലാത്ത കണ്ണുനീരോടെ പ്രയാസത്തോടെ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ ഇത്രയും മാസം ഞാൻ നിന്നല്ലേ, ഒരു വണ്ടിക്കൂലിക്ക് പോലും എനിക്ക് ഒരു 500 രൂപ അല്ലെങ്കിൽ 100 രൂപ പോലും തരാതാണല്ലോ ദൈവമേ വിട്ടത് എന്ന് പറയാൻ കണ്ണുനീരോടെ ഞാൻ ബൈക്ക് ഓടിച്ച് എന്റെ അമ്മാച്ചന്റെ വീട്ടിലേക്ക് ഞാൻ പോവുകയാണ്. പോകുന്ന സമയത്ത് ഞാൻ ആ സമയത്തിന് ഒരു കാര്യം കൂടെ പറയാം. ഈ സുനിപ്പാസ് അവിടെ ശുശ്രൂഷിക്കാൻ ഒരു ഞായറാഴ്ച ദേവദാസ് എന്നെ വിളിച്ചു. അങ്ങനെ അല്പസമയം ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പിന്നെ അവിടെ എനിക്ക് എന്ത് ചെയ്തു, ദേവദാസ് എന്നോട് പറഞ്ഞു, മോനെ നീ എന്റെ കൂടെ നമുക്ക് ഒരുമിച്ച് നീയോട് ഉണ്ടെങ്കിൽ എനിക്ക് നല്ലതാണ് ദേവദാസ് ശുശ്രൂഷയില് ഒന്ന് ഹെൽപ്പ് ചെയ്യാന്. ക്യാമ്പല്ലേ, അപ്പം ഒന്ന് ഫുഡിന്റെ കാര്യം നോക്കാനോ ദേവദാസിന്റെ മൈക്കിന്റെ കാര്യമൊക്കെ നോക്കാനും ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് നല്ലതാണ്, ഹെൽപ്പാണെന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ വിളിച്ചു. അങ്ങനെ അഭിഷേകം പ്രാപിച്ച ഇടത്ത് തന്നെ എനിക്ക് ശുശ്രൂഷിക്കാൻ അവസരം ദൈവമൊരുക്കി. അങ്ങനെ ദൈവദാസനോട് പറഞ്ഞു, ദൈവദാസൻ എന്നെ പ്രാർത്ഥിച്ചാണ് നിലമ്പൂരിലേക്ക് വിട്ടത്. ദൈവദാസൻ പറഞ്ഞു, മോനെ നിന്നെ ചില വെളിപ്പാടൊക്കെ ദൈവം കാണിക്കും, അതനുസരിച്ച് സ്റ്റെപ്പ് ചെയ്താൽ മതി, ഒരു പക്ഷെ ഇതായിരിക്കത്തില്ലെന്ന് അന്ന് എന്നോട് ദൈവദാസൻ പറഞ്ഞതാണ്.
അത് ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ ആ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ ഞാൻ അത്യാവശ്യം നല്ലപോലെ വിഷമിച്ചാ പോയത്. കർത്താവേ, ഞാൻ ഇത്രയും ശുശ്രൂഷിച്ചു, എനിക്കൊരു നന്മ പോലും ഇല്ലല്ലോ. കാരണം പൈസയുടെ മോഹത്തിന് വേണ്ടിയല്ല, അമ്മി സ്തോത്രം. അങ്ങനെ ഞാൻ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരു ഫോൺ കോൾ എനിക്ക് വരികയാണ്. വന്നിട്ട് എന്നോട് ചോദിക്കുക, സുബിനാണോ? ഞാൻ പറഞ്ഞു അതേലോ. മോനെ, ഞാൻ ഒരു ചെറിയ നന്മ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്, മോനൊന്ന് നോക്കാൻ. ഞാൻ ചോദിച്ചു ആരാ? അത് ഞാൻ പിന്നെ പറയാമെന്ന് പറഞ്ഞ് അദ്ദേഹം ഫോൺ വെച്ചു. ഞാൻ നോക്കിയപ്പോൾ 2000 രൂപ എന്റെ അക്കൗണ്ടിലേക്ക് വരികയാണ്. സ്തോത്രം. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ഞാൻ ദൈവത്തിനു വേണ്ടി ഇറങ്ങി തിരിച്ചത് നന്മ കണ്ടിട്ടല്ല. പക്ഷെ ഒരു വാക്യമുണ്ട്, നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെ നിന്നെ പിന്തുടരും. നീ പിന്തുടരണ്ട, നിന്നെ പിന്തുടരുമെന്നൊരു വചനമുണ്ട്. ആ വചനം ഞാൻ മിക്കപ്പോഴൊക്കെ വായിക്കുന്നതാ. അങ്ങനെ ആ നന്മ എനിക്ക് തന്നു. ദൈവത്തിന്റെ സ്തോത്രം ചെയ്ത് സ്തുതിച്ച് അങ്ങനെ ഞാൻ അവിടെ നിന്നുകൊണ്ട് വേല ചെയ്യാമെന്നൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ചിരുന്ന ഒരു ഭവനം, ഒരു കുടുംബസ്ഥനല്ലാത്തത് കൊണ്ട് എനിക്ക് അവിടെ വീട് കിട്ടുവാൻ ഇടയായില്ല. അങ്ങനെ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വന്ന് അങ്ങനെ ഇരുന്നപ്പോൾ അവിടെ നിന്ന് തന്നെ നാട്ടിലേക്ക് വരുന്ന സമയത്ത് എന്റെ ദൈവം വീണ്ടും ഒരു വെളിപ്പാട് കാണിച്ചു. ഞാൻ ഒരു PG കോഴ്സ് എടുക്കണമെന്ന് പറഞ്ഞൊരു വെളിപ്പാട് കാണിക്കുക, സ്വപ്നം കാണിച്ചു. ഞാൻ PG അഡ്മിഷന് വേണ്ടി പോകുന്ന, ഞാൻ IPC ചർച്ചിലായതുകൊണ്ട് കുമ്പനാട് പോയി PG എടുക്കാം, ഒരു സർട്ടിഫിക്കറ്റ്, ഒരു കാർഡ്, ഇവാഞ്ചലിസ്റ്റിനുള്ള കാർഡ് എന്നുള്ള സർട്ടിഫിക്കറ്റിന് വേണ്ടി ഞാൻ ദൈവാത്മാവിന്റെ വെളിപ്പാട്, ഞാൻ പറഞ്ഞതുപോലെ വെളിപ്പാട് കാണിച്ച ശേഷമാണ് ഞാൻ ഓരോ കാര്യം സ്റ്റെപ്പ് ചെയ്യത്തുള്ളൂ. ഞാൻ പണ്ടൊക്കെ അറിവില്ലായ്മ ഞാൻ ഓരോ കാര്യങ്ങൾ സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതെല്ലാം അബദ്ധത്തിലാണ് പെടുന്നത്. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി, ദൈവം പറയുന്ന വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ ദൈവം ഏത് പ്രശ്നം ദൈവം പരിഹാരം വരും. അങ്ങനെ ദൈവാത്മാ വെളിപ്പാട് കാണിച്ചത് തുടർന്ന് ഞാൻ എന്ത് ചെയ്തു, തിരിച്ച് നാട്ടിൽ വന്നു. നാട്ടിൽ വന്നിട്ട് ഞാൻ വീണ്ടും ഇങ്ങനെ പൊതു ശുശ്രൂഷ ആയതുകൊണ്ട് പല ദേശങ്ങളിലേക്കും പല സഭകളിലേക്ക് വിളിക്കുമ്പോൾ പാലക്കാട്, കോഴിക്കോട് എന്ന് വേണ്ട പല വടക്കേ ഇന്ത്യ ഇങ്ങനെയൊക്കെ സ്ഥലങ്ങളിലൊക്കെ പോയി ശുശ്രൂഷിച്ച് വരുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഇങ്ങനെ ഒരു ദിവസം ഇരുന്നപ്പോൾ ഒരു പത്രവാർത്തയിൽ ഇങ്ങനെ പരസ്യം വന്നു, PGക്ക് അഡ്മിഷൻ ഉണ്ട്, വേഗത്തിൽ ചേരണമെങ്കിൽ ചേരെന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു പത്രത്തിൽ വാർത്ത വന്നപ്പോൾ ഞാൻ പോകുന്ന ദേവദാസൻ പറഞ്ഞു, മോനെ ഇങ്ങനെ ഒരു വാർത്ത ഉണ്ട്, മോനെ പോ. അങ്ങനെ വെളിപ്പാട് കാണിച്ചത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, PGക്ക് അഡ്മിഷൻ കഴിഞ്ഞ ദിവസം എക്സാം എല്ലാം കഴിഞ്ഞ് വളരെ അനുഗ്രഹമായിട്ട് കഴിയുവാനിടയായി. സ്തോത്രം. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, തിരിച്ച് നാട്ടിൽ വന്ന് ദൈവത്തിന്റെ ശബ്ദം കേട്ടനുസരിച്ച് ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് വെക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എന്റെ ഭവനത്തിനകത്ത് വലിയ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. എന്റെ അപ്പന്റെയും എന്റെ അമ്മയുടെയും പ്രാർത്ഥനയുടെ ദൈർഘ്യം കൂടാൻ തുടങ്ങി. ഞങ്ങളുടെ വീട്ടിനകത്ത് സന്തോഷം വരാൻ തുടങ്ങി. ഞങ്ങളുടെ വീട്ടിനകത്ത് സമാധാനം വരാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം കൂടെ പറയാം, എന്റെ ഭവനത്തിന്റെ സ്ഥിതിയെ ദൈവം മാറ്റി. എന്ന് പറഞ്ഞാൽ ഞാൻ സ്നാനപ്പെട്ടത് കൊണ്ടോ ഞാൻ ഈ പെന്തിക്കോസ്ത് മാർഗത്തിൽ വന്നതുകൊണ്ട് ഞാൻ ദൈവം എന്നെ മാനിച്ചു ശരിയാണ്. പക്ഷേ ഇതിനു വേണ്ടിയല്ല ഞാൻ പെന്തിക്കോസ്തിൽ വന്നത്. ദൈവത്തെ സത്യമായി ഞാൻ അറിഞ്ഞു. ദൈവത്തിലൂടെ അല്ലാതെ രക്ഷയില്ലെന്നുള്ള ആ സത്യം, എന്ത് പ്രശ്നം വന്നാലും എന്ത് പ്രയാസം വന്നാലും യേശുവിന് വേണ്ടി ജീവിക്കണം. കഷ്ടത വന്നാലും പട്ടിണി, പൗലോസ് കൊണ്ട് പറയുന്നുണ്ട്, കഷ്ടത വന്നാലും പട്ടിണി വന്നാലും നഗ്നത വന്നാലും ആപത്തോ വാളോ എന്തു വന്നാലും ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മളെ വേർതിരിക്കുന്നത് ആര്? എന്നിട്ട് പൗലോസ് പറയുകയാണ്, ഒരു മരണത്തിനോ ജീവനോ ആഴത്തിനോ ഉയരത്തിനോ കർത്തൃത്വങ്ങൾക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ യാതൊന്നിനും നമ്മുടെ ക്രിസ്തുവേശുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് വേർതിരിക്കാൻ കഴിയത്തില്ല. എന്ന് പറഞ്ഞാൽ പട്ടിണി വന്നാലും ഉപദ്രവം വന്നാലും ദൈവത്തെ അനുസരിച്ച് ഈ പ്രമാണം ചുമന്ന് ഈ വാഗ്ദത്തം ചുമന്ന് ഇത് നമ്മൾ ചുമന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവം നമ്മളെ മാനിക്കുവാൻ ഇടയാകും. ഞാൻ മുട്ടുമടക്കി പ്രാർത്ഥിച്ച എന്റെ തറ ഇപ്പോൾ ടൈലൊക്കെ ഇട്ട് നല്ല അനുഗ്രഹമുള്ള ഒരു കുഞ്ഞു ഭവനം എന്റെ ദൈവം എനിക്ക് ഒരുക്കാൻ ഇടയായി. അനേക ദേശങ്ങളിലേക്ക് എന്റെ മീറ്റിംഗിലേക്ക് ദൈവം അയക്കുകയാണ്. ഞാൻ ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞ് ശുശ്രൂഷിക്കുമ്പോൾ അനേകരെ വിടുവിക്കപ്പെടുന്നത്, അനേകരെ മാനസാന്തരപ്പെടുന്നത്, ഓരോ സാക്ഷ്യം പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ കണ്ണിക്കൂടി ഇങ്ങനെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. ഒരു അർഹതയുമില്ലാതെ എന്ത് ചെയ്യണമെന്നറിയാതെ മരിക്കാൻ പോയ എന്നെ എന്റെ യേശുവിന് വേണ്ടി കൊള്ളാവുന്നവനായി തിരഞ്ഞെടുത്തത് എന്റെ കഴിവും എടുക്കല്ല, എന്റെ യേശുവിന്റെ സ്നേഹമാണ്. ഇന്ന് പല ദേശങ്ങളിലും പല സഭകളിലും ദൈവം എനിക്ക് തരുന്ന ആലോചന പറയാൻ തുടങ്ങി. കഴിഞ്ഞ ഒരു ദിവസങ്ങളിൽ ഞാനിങ്ങനെ കഴിഞ്ഞ ഒരു 2 വർഷങ്ങൾക്ക് മുമ്പ് ഞാനിങ്ങനെ ഒരു സഭയ്ക്കകത്ത് ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞു വന്നപ്പോൾ അന്ന് അടുത്ത പിറ്റേ ആഴ്ചയിലും എനിക്ക് ആ സഭയിൽ മീറ്റിംഗ് കിട്ടി. ആ ആഴ്ച മീറ്റിംഗ് വന്നപ്പോൾ എന്നോട് ഒരു ആന്റി പറയും, മോന്റെ സാക്ഷ്യം കൊണ്ട് എന്റെ ഭർത്താവ് മദ്യപാനം നിർത്തി.
സ്തോത്രം. ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ കണ്ണിലൂടെ കണ്ണീരിൽ ഇങ്ങനെ ഒഴുകി വരികയാണ്. കാരണം എന്റെ കുടുംബത്തിനകത്ത്, എന്റെ ഭവനത്തെ തകർത്ത പിശാചിനെ, അഭിഷേകത്തെ ഞാൻ തടഞ്ഞ് ശാസിച്ച് കളഞ്ഞപ്പോൾ എന്റെ ഭവനത്തിനകത്ത് സന്തോഷത്തെ ദൈവം തന്നെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് ഇന്ന് ഈ സമയത്ത് ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങളുടെ ഭവനത്തെ തകർക്കാൻ നോക്കുന്ന, നിങ്ങളുടെ ഭവനത്തെ ഇല്ലായ്മ ചെയ്യാൻ നോക്കുന്ന പിശാചിന്റെ പദ്ധതികളെ നിങ്ങളോ യേശുവിന്റെ നാമത്തിൽ അഭിഷേകത്തോട് ശാസിച്ചാൽ സകലത്തെയും അധികാരത്തോടെ ചെയ്യുവാൻ കഴിയുന്ന എന്റെ ദൈവത്തിന്റെ കുടുംബത്തെ മാനിക്കുവാനിടയാകും. ഒരു വചനം കൂടെ പറയാം. അഭിഷേകം നുകങ്ങളെ തകർക്കുമെന്ന് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകം വന്നാൽ നമ്മളെ വെച്ചിരിക്കുന്ന പിശാചിന്റെ നുകങ്ങൾ തകരുവാനിടയാകും. തലമുറയെ കൊണ്ട് നുകമിട്ട്, നമ്മുടെ സാമ്പത്തികത്തെ നുകമിട്ടുകൊണ്ട്, നമ്മുടെ ജീവിതത്തെ നുകമിട്ടുകൊണ്ട് പിശാചിന്റെ പദ്ധതികളെ പൊളിക്കുന്ന വലിയൊരു ദൈവ സാന്നിധ്യം, വലിയൊരു ദൈവശക്തി, വലിയൊരു അഭിഷേകം ഈ ദിവസങ്ങളിൽ പ്രാപിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് ദൈവം വിജയം തരും. ദൈവത്തിന്റെ വചനം എന്നോട് ഇങ്ങനെ പറയുന്നു, എന്താണെന്നറിയാമോ? വിശ്വസിക്കുകയും സ്നാനപ്പെടുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. വിശ്വസിക്കുകയും സ്നാനപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാ വാക്യത്തെ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, വിശുദ്ധിയോടും വേർപാടും നമ്മൾ ജീവിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മൾ പറയുന്നത് നടക്കും. സൂര്യ നീ ഗിബെയോനിലും, ചന്ദ്ര നീ അയ്യോൻ താനുവിൽ നിൽക്കുന്ന യോശുവ പറഞ്ഞപ്പോൾ സൂര്യനെയും ചന്ദ്രനെയും നിർത്തുവാൻ എന്റെ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ, ഇന്ന് എന്നെ കേൾക്കുന്ന എന്റെ ശ്രോതാക്കളോട് ഞാൻ പറയാ, ഇതേ അധികാരം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും തകർക്കുന്ന ഒരു അധികാരം നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. കാട്ടൊലിവായിരുന്ന നമ്മെ തെരഞ്ഞെടുത്ത് നാട്ടൊലിവാകുന്ന എന്റെ യേശു അപ്പായോട് ഒട്ടിച്ചു ചേർത്തു. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ദൈവത്തിന്റെ മക്കളാകാൻ അധികാരം തന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ അധികാരം തന്നിട്ടുണ്ട്. നമ്മളെ തകർത്ത് കളയുന്ന, നമ്മളെ ഇല്ലായ്മ ചെയ്യാൻ നോക്കുന്ന, നമ്മളെ മുച്ചോട് മുച്ച് മുടിക്കാൻ നോക്കുന്ന പിശാചിന്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അവന്റെ തന്ത്രങ്ങളെ തകർത്ത് ജയിക്കുന്ന ഒരു അഭിഷേകത്തോടെ ദൈവം നമ്മളെ മാനിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം പ്രാർത്ഥനാ ജീവിതമുള്ളതായിരിക്കണം. നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധിയോടും വേർപാടുകൊണ്ടും ജീവിക്കുന്നവരായിരിക്കണം. നാം ദൈവത്തിന്റെ സന്നിധിയിൽ തീരുമാനമെടുക്കുന്നവരായിരിക്കണം. ഒറ്റ കാര്യം കൂടെ പറയാം, നാം വിശ്വാസമുള്ളവരായിരിക്കണം. അതാണ് മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിനകത്ത് 16-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: വിശ്വസിക്കുകയും സ്നാനപ്പെടുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ പുതുഭാഷകളിൽ സംസാരിക്കും. അടുത്തത് പറയുന്നത് അവർ സർപ്പങ്ങളെ പിടിച്ചടക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിനകത്ത് നമ്മളെ തകർത്ത് കളയുന്ന സർപ്പത്തെ പിടിച്ചടക്കുന്ന ഒരഭിഷേകം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഈ അഭിഷേകം നമ്മൾ പ്രാപിക്കണം. ഈ അഭിഷേകം പ്രാപിച്ചു കഴിയുമ്പോൾ ദൈവത്തിന്റെ വേലയിൽ ശക്തിപ്പെടാൻ നമുക്ക് കഴിയും. അതാ യേശു പറഞ്ഞത്, ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. അപ്പോൾ ഒരു ദാഹവും വേണം, ഒരു വിശ്വാസവും വേണം, പ്രാർത്ഥനയും വേണം. ഇങ്ങനെ പ്രാർത്ഥനയും വിശ്വാസവും ആ ഒരു ദാഹവും ഒരു വ്യക്തിക്കുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ മേൽ ദൈവം തന്റെ ആത്മാവിനെ നിറയ്ക്കും. ആത്മാവിനെ നിറച്ചു കഴിയുമ്പോണ്ടല്ലോ നമ്മുടെ ജീവിതത്തിന് വലിയ ചേഞ്ച് വരും. നമ്മളൊരു പാപത്തിലേക്ക് കടന്നു പോകാൻ തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് മോനെ അത് പാപമാണ്, ചെയ്യരുത്. ദൈവത്തിന്റെ ആത്മാവ് സകലത്തെയും വിവേചിച്ച് നമുക്ക് തരും. എന്നെ കേൾക്കുന്ന എന്റെ ശ്രോതാക്കളെ, ഞാൻ ഒരു കാര്യം പറയാം. ദൈവത്തെ അനുസരിച്ച്, ദൈവകൽപ്പന പ്രമാണിച്ച് ദൈവത്തോട് ചേർന്നിരിക്കുവാൻ തയ്യാറാണെങ്കിൽ നാം ചിന്തിക്കുന്നതിനപ്പുറമായി ദൈവം നമ്മളെ മാനിക്കുവാനിടയാകും. പണ്ട് പ്രവാചകന്മാർ പറഞ്ഞു, യേശു ക്രിസ്തു വരും. മാനവ കുലത്തിന്റെ പാപത്തിന് പരിഹാരമായിട്ടാണ് യേശു വരുന്നത്. ആ യേശുവിനെ വിശ്വസിക്കണമെന്ന് എത്രയോ പ്രവാചകന്മാർ പ്രവചിച്ചു. ആരും എന്റെ യേശുവിനെ വിശ്വസിച്ചില്ല. യെശയ്യാ പ്രവാചകൻ പറയുകയാണ്, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവൻ ഇളയ ദൈവ പോലെയും വരണ്ട നിലത്ത് നിന്ന് വേർമുളയ്ക്കുന്നത് പോലെയും അവന്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല, അവന് സൗന്ദര്യമില്ല, അവൻ കോമളത്വമില്ല, അവൻ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ അരുമനാഥനാകുന്ന യേശു ക്രിസ്തു പാപത്തിന്റെ പടുകുടിയിൽ കിടന്ന നമ്മെ ഓരോരുത്തരെയും വിളിച്ചു വേർതിരിച്ച്
നല്ല നാട്ടുമരത്തോട്, നല്ല അപ്പനോട്, നല്ല യേശുവിനോട് ഒട്ടിച്ചു ചേർത്തത് നമ്മുടെ കഴിവല്ല, നമ്മുടെ മിടുക്കല്ല, എന്റെ ദൈവത്തിന്റെ സ്നേഹമാണ്. എന്നെ കേൾക്കുന്ന എന്റെ പ്രിയമുള്ളവരെ, ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. നമ്മെ സ്നേഹിക്കുന്ന, നമ്മളെ കരുതുന്ന ആ ദൈവ സ്നേഹത്തെ അനുസരിച്ച് മുന്നോട്ട് പോയാൽ നമ്മൾ ചിന്തിക്കാത്ത വഴി ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി തരും. നമ്മുടെ ഒറ്റ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, നിത്യതയിൽ പ്രവേശിക്കുക, ആ നിത്യരാജ്യത്തിന്റെ അവകാശിയാകുക. കാഹളം ധ്വനിക്കുമ്പോൾ ആ ശബ്ദം കേട്ട് കർത്താവ് യേശുവിനെ എതിരേൽക്കുവാൻ നമുക്ക് പോകണം. നമുക്ക് മാത്രമല്ല, എന്നെ കേൾക്കുന്ന ഈ ഉലകത്തിലുള്ള സകല ജഡവും യേശുവിന് വേണ്ടി ആ യേശുവിന്റെ ആ വരവിൽ ഒന്നിച്ചെടുക്കപ്പെടണം. ഇതാണ് നമ്മൾക്ക് വേണ്ടി ദൈവം തന്ന ഉത്തരവാദിത്വം. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരെ, നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ അല്ലെങ്കിൽ നമ്മളെ ദൈവം ഏൽപ്പിക്കുന്ന ആ വേല, അത് ആത്മാർത്ഥതയോടെ, അത് ഉത്സാഹത്തോടെ, അത് സത്യസന്ധമായി നാം ചെയ്യാൻ തയ്യാറാകുമ്പോൾ എന്റെ ഭവനത്തിനകത്ത് വന്ന മാറ്റം പോലെ നിങ്ങളുടെ ഭവനത്തെ മാറ്റുവാൻ എന്റെ ദൈവത്തിന് കഴിയും. ആർക്കും വേണ്ട എന്ന് പറഞ്ഞ് നിന്റെ കുടുംബം നശിച്ചു പോകത്തുള്ളെന്ന് പറഞ്ഞ സ്ഥാനത്ത് എന്റെ അപ്പൻ എന്റെ യേശോപ്പായെ അറിയുവാനിടയായി, എന്റെ അമ്മ എന്റെ അപ്പായെ അറിയുവാനിടയായി, എന്റെ കുടുംബം സന്തോഷത്തിലേക്ക് കടന്നു വരുവാനിടയായി, എന്റെ കുടുംബം സമാധാനത്തിലേക്ക് കടന്നു വരുവാനിടയായി, എന്റെ കുടുംബത്തിനകത്തെ പ്രതികൂലങ്ങളെല്ലാം മാറി, പ്രതിസന്ധികളെല്ലാം മാറി, സന്തോഷം സമാധാനം വരുവാനിടയായി. ഇന്ന് ദേശങ്ങളിലേക്ക് കടന്നു ചെന്ന് ഈ യേശുവിനെ ഉയർത്തുവാൻ, ഈ യേശുവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ അനേക പരസ്യ യോഗങ്ങളിലേക്ക്, അനേക കവലകളിൽ നിന്ന് ദൈവത്തെ ഉയർത്തുവാൻ എന്നെയും ദൈവം ഒരുക്കുന്നതിനെ ഓർത്ത് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും മതി വരികയില്ല. എന്നെ കേൾക്കുന്ന എന്റെ പ്രിയമുള്ളവരെ, ഞാൻ പറയുകയാണ്, എന്റെ യേശു ആരെയും ഉപേക്ഷിക്കുന്നവനല്ല. പെറ്റ തള്ള മറന്നു പോകുമോ എന്നൊരു ചോദ്യമുണ്ട്. എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയാം, പെറ്റ തള്ള ചിലപ്പോൾ മറന്നു പോയേക്കാം, പക്ഷെ മറക്കാത്തൊരു ദൈവം നമുക്കുണ്ട്. ദാവീദിനെ നോക്കിയാൽ ദാവീദിന് പറയാം, അപ്പനും അമ്മയ്ക്കും എന്നെ വേണ്ടായിരുന്നു, സഹോദരങ്ങൾക്ക് എന്നെ വേണ്ടായിരുന്നു, ഭാര്യ മീകളിന് എന്നെ വേണ്ടായിരുന്നു, എന്റെ മകൻ എന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ട അബ്ശലോമിനും എന്നെ വേണ്ടായിരുന്നു. പക്ഷെ ആർക്കും വേണ്ടാതിരുന്ന എന്റെ ദൈവം പറഞ്ഞു, മോനെ, ആട്ടിൻ കൂട്ടത്തിനിടയിൽ നിന്ന് ഞാൻ നിന്നെ വേർതിരിച്ചവനല്ലേ, നിന്നെ എനിക്ക് വേണം എന്ന് പറഞ്ഞതുപോലെ നമ്മെ ഓരോരുത്തരെയും ദൈവം അധികമായി സ്നേഹിക്കുന്നു. പത്രോസേ, നീ എന്നെ അധികമായി സ്നേഹിക്കുന്നുണ്ടോ? ഒറ്റ ചോദ്യം ചോദിക്കുന്നു, സ്നേഹിക്കുന്നുണ്ടോ? കർത്താവേ, തള്ളി പറഞ്ഞ് ഞാൻ ഇവനെ അറിയുന്നില്ല, നിങ്ങളുടെ ഭാഷ എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ പത്രോസ് അവസാനം മാനസാന്തരപ്പെട്ട് കരഞ്ഞു പറഞ്ഞു, എന്നോട് ക്ഷമിക്കണമേ, ഇന്ന് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ എന്റെ അപ്പൻ ക്ഷമിച്ചു, നിന്റെ പാപത്തെ ഞാൻ ക്ഷമിച്ചു. പത്രോസേ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ ജനത്തെ നോക്കുക, അവരെ മേയ്ക്കുക എന്ന വാറ്റത്തം പത്രോസിന് കൊടുത്തതുപോലെ നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ കരുതുന്ന, നമ്മെ പൊന്നുപോലെ ഉള്ളം കരത്തിൽ നമ്മെ വഹിക്കുന്ന ആ യേശുവിന്റെ സ്നേഹമായിട്ട് നമുക്ക് ഒരുമിച്ച് ഈ ചൈത്രയാത്ര തുടരാം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഈ ഒരു അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പ്രിയ ദാനിയൽ ജോൺ ദൈവദാസനും അരോമ ടിവിയുടെ എല്ലാ സംഘാടകർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ നിർത്തുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. വളരെ ഹൃദയസ്പർശിയായ ഒരു അനുഭവ സാക്ഷ്യമാണ് കർത്താവിൻ്റെ ദാസൻ സുബിനിലൂടെ കേൾക്കുവാൻ കഴിഞ്ഞത്. ശരിക്കും ഹൃദയത്തിലേറ്റ മുറിവിൻ്റെ ഒരു മുറിപ്പാടുകളാണ് ഓരോ വാക്കുകളിലും നിറഞ്ഞു നിന്നത് എന്ന് കേൾക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കുവാൻ കഴിയും. അത് വളരെ നന്നേ ചെറുപ്പത്തിൽ തന്നെ സംഭവിച്ച ഒരുപാട് മുറിവുകൾ വല്യപ്പച്ചനും സ്വന്തം പിതാവും പിന്നത്തേതിൽ സഹോദരനും, ക്രൈസ്തവ കുടുംബമാണ്, ക്രൈസ്തവ പാരമ്പര്യമുണ്ട്, പള്ളിയിലൊക്കെ പോകുന്നവരാണ്, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ്. പക്ഷേ ജീവിതത്തിൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉദാത്തമായ ചില തത്വങ്ങൾ പാലിക്കുവാൻ കഴിയാതെ പാപത്തിൻ്റെ വഴിയിൽ വലിച്ചിഴയ്ക്കപ്പെട്ടതായ, പിച്ചിച്ചീന്തപ്പെട്ടതായ
അനുഭവങ്ങളിലൂടെ കടന്നു പോയപ്പോൾ മറ്റൊരു തലമുറ ഭയത്തോടെ രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ടുള്ള വെപ്രാളം, ഒരു വശത്ത് മദ്യം കുടുംബത്തെ അമ്മാനമാടിക്കൊണ്ടിരിക്കുമ്പോൾ മറുവശത്ത് വല്ലവിധേനയും ആ ഭയാനകമായ അനുഭവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന ഒരു ഹൃദയം പ്രിയ കർത്താവിൻ്റെ ദാസൻ സുബിൻ്റെ ജീവിതത്തിലൂടെ വായിച്ചറിയുവാൻ കഴിയുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ വളരെ ആഗ്രഹിച്ച ഒരു കാര്യമാണ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, കുടുംബത്തിൽ നിന്ന് രക്ഷപ്പെടണം, അല്ലെങ്കിൽ ഈ ലോകത്ത് നിന്ന് രക്ഷപ്പെടണം, അല്ലെങ്കിൽ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടാകണം. പല ആഗ്രഹങ്ങൾ പലതും പേറി ജീവിതയാത്രയിൽ മുന്നോട്ട് പോകവേ ഗൾഫിലൊക്കെ പോയി. പക്ഷേ ദൈവത്തിൻ്റെ സമയമായപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുവാൻ തുടങ്ങി. സ്തോത്രം. വെള്ളത്തിൻ്റെ മീതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നത് പോലെ ആ ഇരുളടഞ്ഞതായ മണ്ഡലത്തിൽ, ആ അന്ധകാരത്താൽ നിറഞ്ഞതായ ആ കുടുംബത്തിൻ്റെ മണ്ഡലത്തിൽ ഒരു വശത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചതിൻ്റെ പരിണിതഫലമായി ഭൂമി ഉരുവായി വന്ന കാര്യമൊക്കെ നമുക്കറിയാം. വെള്ളം വിഭാഗിക്കപ്പെട്ടു, ഭൂമി തെളിഞ്ഞു വന്നു. പിന്നീട് വലിയ സംഭവങ്ങൾ നമുക്ക് തിരുവെഴുത്തുകൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു. അതെ, ഒരു വശത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയുടെ പരിണിതഫലമായിട്ട് ആ ഇരുൾ നിറഞ്ഞ ആ അധ്യായങ്ങളൊക്കെ മാറി ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ അത്ഭുതമാർന്ന കരം ആ കുടുംബത്തിൽ തെളിഞ്ഞു വരുവാൻ, പ്രകാശിതപൂരിതമാകുവാൻ കർത്താവ് കൃപ ചെയ്തു. അതിനുവേണ്ടി കർത്താവിൻ്റെ ദാസൻ വില കൊടുത്ത വിലയെക്കുറിച്ച് ഞാൻ സശ്രദ്ധം ശ്രവിക്കുവാനിടയായിത്തീർന്നു. വളരെ ചെറുപ്പം മുതൽ തന്നെ അതിനുവേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും കണ്ണുനീരൊഴുക്കുകയും വളരെ ദൈവസന്നിധിയിൽ യാബോക്ക് നദിക്കരയിൽ എപ്രകാരം ദൈവ സാന്നിധ്യത്തിൽ ഒരു മൽപ്പിടുത്തം നടത്തുന്നത് പോലെയുള്ള ചില അനുഭവങ്ങളിലൂടെ കടന്നുപോയി. എന്നാൽ കർത്താവ് തക്ക സമയമായപ്പോൾ ആ കാര്യങ്ങൾക്കൊക്കെ ക്രമീകരണം തന്നു. മാതാപിതാക്കന്മാരെയും സഹോദരനെയും പ്രിയപ്പെട്ടവരെയും ഒക്കെ നേടുവാനിടയായി തീർന്നു. ഇന്ന് നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരെ നേടുവാൻ, അനേക കുടുംബങ്ങൾക്ക് ആശ്വാസവും അത്താണിയുമായിരിക്കുവാൻ, അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആത്മീയ ശുശ്രൂഷകളൊക്കെ ചെയ്യുവാൻ ദൈവം ഉപയോഗിക്കുന്നു എന്നറിയുവാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഏറെ കർത്താവിൻ്റെ നല്ല സാക്ഷ്യം വഹിക്കുവാൻ, പ്രയോജനപ്പെടുവാൻ കർത്താവ് അവസരങ്ങളെ ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇത് ഒരു തുടക്കം മാത്രമാണ്. വലിയ ശുശ്രൂഷകൾ, വലിയ വേദികൾ, കർത്താവിന് വേണ്ടി ഏറെ ഓടുവാൻ ഏലിയാവ് ഒരു ഘട്ടത്തിൽ മതി എന്ന് പറഞ്ഞ് മരിക്കുവാൻ ആഗ്രഹിച്ചതുപോലെ മരിക്കുവാൻ ആഗ്രഹിച്ച ഇടത്ത് നിന്ന് തട്ടി ഉണർത്തി എഴുന്നേൽപ്പിച്ച് വിട്ടതുപോലെ ചില അനുഭവങ്ങളിലൂടെ കർത്താവ് നടത്തട്ടെ. ശക്തമായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കർത്താവ് ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ, നിങ്ങളിൽ പലരും ഈ സാക്ഷ്യം കേട്ട് കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെങ്കിൽ നിങ്ങളെ തന്നെ, അല്ലെ നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഒന്ന് നിങ്ങൾ നോക്കി കാണണം. ഇതൊരു കേൾവി മാത്രമല്ല. ഒരുപക്ഷെങ്കിൽ നിങ്ങൾ കേട്ടതായി ഈ സാക്ഷ്യം നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ വിടുവിക്കുവാൻ പര്യാപ്തമായി തീരും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. അതിനുവേണ്ടി ഇടിവിൽ നിൽക്കണം. ഒരുവൻ ഇടിവിൽ നിന്നാൽ തീർച്ചയായിട്ടും ദൈവം പ്രവർത്തിക്കും. ദൈവപ്രവർത്തി നിങ്ങളുടെ കുടുംബത്തിൽ വെളിപ്പെടും. കൃത്യസമയത്താണ് കർത്താവ് എല്ലാം ചെയ്യുന്നത്. അതിന് മുന്നമേ ഒന്നും ചെയ്യത്തില്ല. അതുകൊണ്ട് നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ദൈവപ്രവർത്തിക്ക് വേണ്ടി ആഗ്രഹത്തോടെ കാത്തിരിക്കൂ. തക്ക സമയമാകുമ്പോൾ കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. മദ്യത്താലും മയക്കുമരുന്നിനാലും
മറ്റിതര ലഹരി വസ്തുക്കളാലും പിടിക്കപ്പെട്ട എത്രയോ തലമുറകൾ, എത്രയോ കുടുംബങ്ങൾ കിട്ടുന്ന നന്മ മുഴുവനും മദ്യത്തിന് വേണ്ടി ഉപയോഗിച്ച് സ്വന്തം ശരീരവും സ്വന്തം കുടുംബവും നന്മകളും ഒക്കെ നഷ്ടപ്പെട്ട് എത്രയോ കുടുംബങ്ങൾ നാമാവിശേഷമായിക്കൊണ്ടിരിക്കുന്നു. അവരുടെ നടുവിൽ കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. കർത്താവിന് രക്ഷിപ്പാൻ കഴിയും. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ കരം കുറുതായിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ കാത് മന്ദമായിട്ടില്ല. പ്രാർത്ഥന കേൾക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. മദ്യപാനികൾക്ക് വേണ്ടി, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി ഒരു തുള്ളി കണ്ണുനീരൊഴുക്കുവാൻ, നിങ്ങൾ ഇരിക്കുന്ന ഇടത്തിരുന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കുവാൻ, ആ പ്രിയപ്പെട്ടവരെ കർത്താവ് വിടുവിക്കുന്നത് വിശ്വാസ കണ്ണുകളാൽ കണ്ടുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമോ? ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഇരിക്കുന്ന ഇടത്ത്, അല്ലെങ്കിൽ ഒരുപക്ഷെ ശരീരത്തിന് സൗഖ്യമില്ലാത്ത രോഗത്താൽ ഭാരപ്പെടുന്ന വ്യക്തികളായിരിക്കാം, സാമ്പത്തിക കടബാധ്യതകളിലൂടെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരായിരിക്കാം, കുടുംബ തകർച്ചയിലും കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയിലുമായിരിക്കുന്ന വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരായിരിക്കാം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നാം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ സുബിൻ അരോമാറ്റിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു നിമിഷം ചുരുക്കം വാചകങ്ങൾ നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിക്കും. പരിശുദ്ധ പിതാവേ, നൽകപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്ത് കർത്താവിന്റെ സന്നിധി ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ ആയിരിക്കുമ്പോൾ ഞങ്ങളുടെ പ്രിയ ശ്രോതാക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടിയന്റെ ജീവിതത്തില് ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഉണ്ടായിരുന്നു. നശിച്ചു പോകുന്ന, നഷ്ടപ്പെട്ടു പോകുന്ന പറഞ്ഞ സ്ഥാനത്ത് നിന്ന് എന്റെ യേശു ഞങ്ങളെ വിടുവിച്ചു. കർത്താവെ, ഇന്ന് ഈ സമയത്ത് അടിയൻ പ്രാർത്ഥിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് ദൈവം മനസ്സലിയണമേ. ഏതെങ്കിലും ഭാരത്തോടെ, പ്രയാസത്തോടെ, മദ്യപാനത്തിന്റെ അടിമത്തിലിരിക്കുന്ന, തലമുറയെ ചൊല്ലി ഭാരപ്പെടുന്ന, സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ ചൊല്ലി ഭാരപ്പെടുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ കർത്താവേ, അവരുടെ മേൽ ദൈവം വലിയൊരു വിടുതലയ്ക്ക് മാറാമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ അനുഭവിക്കുന്ന സ്നേഹം, ഞാൻ അനുഭവിക്കുന്ന സന്തോഷം, ഞാൻ അനുഭവിക്കുന്ന സമാധാനം അവർക്കും കൊടുത്ത് ദൈവം അവരെ അനുഗ്രഹിക്കുമാറാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഏറിയ നന്മകളാൽ നിറയ്ക്കണമേ കർത്താവേ. വരും ദിവസങ്ങളിൽ ദൈവത്തിന് വേണ്ടി അധികം പ്രയോജനപ്പെടുവാൻ പരിശുദ്ധ പിതാവ് സഹായിക്കുമാറാകണമേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവം ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ വചനത്താൽ അവരോട് സംസാരിക്കണമേ. അടിയനോട് സംസാരിച്ചതുപോലെ, അടിയനോട് ഇടപെട്ടതുപോലെ എന്റെ പ്രിയപ്പെട്ടവരോട് ദൈവം ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സന്തോഷവും സമാധാനവും ലഭിക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ മഹാസാന്നിധ്യം അവരുടെ മേലുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. ഞാൻ എന്റെ സമാധാനം തന്നേച്ചു പോകുന്നു, ലോകം തരുന്നത് പോലെ അല്ലെന്ന് പറഞ്ഞ അരുമനാഥന്റെ കരത്തിലേക്ക് ശ്രോതാക്കളെ കരങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രത്യേക കർത്താവേ, ആ ശ്രോതാക്കളൊക്കെ ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഇപ്പോൾ ഇറങ്ങി ചെല്ലുവാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആ പ്രത്യേക കർത്താവദാസനായി പ്രാർത്ഥിക്കുന്നു. ഈ അരോമ ടിവിയുടെ എല്ലാ സംഘടനകൾക്കായി പ്രാർത്ഥിക്കുന്നു. ഏറ്റവും അനുഗ്രഹമായി തരുവാൻ സ്വർഗം സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിൻ്റെ ദാസൻ സുബേറ്റി സാമുവേൽ. അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിനുണ്ട് അരോമാറ്റിയുടെ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിൻ്റെ ദാസനോടായി നന്ദി സ്നേഹം അറിയിക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. കർത്താവിനോട് ഏറെ പ്രയോജനപ്പെടുവാൻ പിന്നെയും കർത്താവ് ശക്തമായി ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യപ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ ജീവിതാനുഭവങ്ങൾ അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കും. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമം മഹിമപ്പെടുക മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല, നിങ്ങൾ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കൂ. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ aroma.tv.co.in എന്ന വെബ്സൈറ്റ് നിങ്ങൾ സന്ദർശിക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കൂട്ടായ്മയിൽ ജോയിൻ ചെയ്യുന്നതിന് ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെടുക. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി വീണ്ടും കൂടി കാണുമ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം.
ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com